ഇന്നത്തെ വിഷയം പ്രൊമോദ് സാർ പറഞ്ഞ പോലെ ഇൻസാനിറ്റി ആസ് എ ഡിഫൻസ് എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ IPC സെക്ഷൻ 84 ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ സെക്ഷൻ 84 ഇൻസാനിറ്റി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കലാകാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന വാക്ക് ഇൻസാനിറ്റി എന്നുള്ള വാക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റ് അങ്ങനെ സെലക്ട് ചെയ്തതും അതിന്റെ ഇത് തമ്മിലുള്ള വ്യത്യാസം. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്താണ്, ഇൻസാനിറ്റി എന്താണ്, എന്താണ് ഒരു ഡിഫൻസ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇത് ഇന്ത്യൻ ലോയിൽ നമ്മൾ വളരെ ഈ കാര്യത്തിൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ പുറകിലാണ്. എനിക്ക് തോന്നുന്നൊരു നൂറ്റാണ്ടുകൾക്ക് പുറകിലാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതും ഇതിന്റെ കൺസിഡറേഷൻസ് അതാത് ഫാക്ട്സിൽ അപ്ലൈ ചെയ്യുന്നതും എന്നെ സംബന്ധിച്ചുള്ള നമ്മളുടെ ഇന്ത്യനിലും. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയം കൈകാര്യം എടുക്കാന്ന് തന്നെ നോക്കാന്ന് വിചാരിച്ചത്. ധാരാളം ഡിസിഷൻസ് ഒന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള 2-3 ഡിസിഷൻസ് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതും ഞങ്ങളുടെ ഒരു ഏതാണ്ട് 180ഓളം വരുന്ന സ്റ്റുഡൻസും ഇതിൽ അക്കാഡമിക്സിൽ താല്പര്യമുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഈ വിഷയം രാവിലെ ഞങ്ങൾ ഇട്ടിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സംശയങ്ങളും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സും അതിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. സീനിയർ ലോയേഴ്സ് അടക്കം കണ്ണൂരിൽ നിന്നുള്ള ശശീന്ദ്ര സാർ അടക്കമുള്ള സീനിയർ ലോയേഴ്സ് അതിൽ ഉണ്ട്. അവരുടെ എല്ലാവരുടെ റെസ്പോൺസ് വന്നിരുന്നു. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അതും തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് 8-9 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് ഞാൻ അതിന്റെ ആൻസർ ഇപ്പോൾ വായിക്കുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ, ഹൗ ടു പ്രൂവ് ഇൻസാനിറ്റി അറ്റ് ദ ടൈം ഓഫ് ഒഫൻസ് വിത്തൗട്ട് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ് ഇല്ലാത്ത കേസുകളിൽ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും, ഇൻസാനിറ്റി എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ചോദ്യമാണ് വെദർ ദ കോണ്ടക്ട് ഓഫ് ദ അക്യൂസ്ഡ് ഈസ് റിലവന്റ് ടു സീ ഇൻസാനിറ്റി. പ്രതിയുടെ കോണ്ടക്ട് ഇൻസാനിറ്റി ഫൈൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻസാനിറ്റി ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കാനായിട്ട് അത് സഹായകമാകുമോ, സെക്ഷൻ 8 വരുന്നതാണോ. 3, വെദർ ദ ഡിഫൻസ് ഇൻക്ലൂഡ്സ് അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഫ്രം ദ പാർട്ട് ഓഫ് ദ അക്യൂസ്ഡ്. ഇൻസാനിറ്റി ഡിഫൻസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതി അല്ലെങ്കിൽ പ്രതിയുടെ പ്രതിഭാഗം ഒഫൻസ് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. 4, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ടു റൂൾ ഔട്ട് ഇൻസാനിറ്റി. ഇൻവെസ്റ്റിഗേഷന് ശേഷമാണ് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സമയത്ത് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ റോൾ എന്താണ് ഈ ഇൻസാനിറ്റി റൂൾ ഔട്ട് ചെയ്യാനായിട്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് റൂൾ ഔട്ട് ചെയ്യണോ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഒരുപാട് കോൺസിക്വൻസ് ഉള്ള ഒരു വിഷയമാണ്. അത് ഇതുവരെ ഇന്ത്യൻ ലോയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല. 5, when more offenders are involved as abettors, whether the successful plea of insanity of the principal accused will help the other accused. ഉദാഹരണത്തിന് 4 പേര് കൂടി ഒരു ഒഫൻസ് ചെയ്യുകയാണ്. പ്രിൻസിപ്പൽ അക്യൂസ്ഡ് പ്രധാനമായിട്ട് ആക്ട് ചെയ്ത ആള് അയാൾ ഇൻസാനിറ്റി എന്നുള്ള ഡിഫൻസ് എടുക്കുകയാണ്, സക്സസ്ഫുൾ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6, can the investigating agency refrain from filing final report on the finding that the accused is insane. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മനസ്സിലാകുകയാണ് അക്യൂസ്ഡ് തീരെ ടോട്ടലി ഇൻസെയിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാതെ അദ്ദേഹത്തിന് തന്നെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് എ കേസ് ഓഫ് ജനറൽ എക്സെപ്ഷൻ ക്യാൻ ദ IO ക്ലോസ് ദ കേസ്. അത് ജനറൽ എക്സെപ്ഷന്റെ മറ്റ് ജനറൽ എക്സെപ്ഷൻസ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിലും IOന് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാതെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ എ മെന്റലി റിട്ടാർഡഡ് പേഴ്സൺ. മെന്റലി ഇല്ലായിട്ടുള്ള ആൾക്കാരുണ്ട്, മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ളതുണ്ട്. ഇവരുടെ മെന്റലി റിട്ടാർഡിന്റെ പ്രൊസീജിയർ എന്താണ്, അതിന്റെ കൂടെ നമ്മൾ എന്തായാലും മെന്റലി ഇൻസൈൻ ആയിട്ടുള്ള ഇല്ലായിട്ടുള്ള ആളുകളുടെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്യാൻ ദ പ്ലീ ഓഫ് ഇൻസാനിറ്റി ബി പ്ലീഡഡ് ഇൻ അപ്പീൽ ഫോർ ദ ഫസ്റ്റ് ടൈം. അതിന്റെ ഉത്തരപ്പോൾ തന്നെ പറയാം, അത് പറ്റില്ല. അപ്പീലിൽ റേസ് ചെയ്താൽ പോരാ, അത് ആദ്യമേ ട്രയലിൽ റേസ് ചെയ്യണം. 2020 AR 2020 സുപ്രീം കോർട്ട് 5134. 2020 AR സുപ്രീം കോർട്ട് 5134 അതിലാണ് പറയുന്നത് ആദ്യം തന്നെ റേസ് ചെയ്യണം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ വിഷയം അപ്രോച്ച് ചെയ്യാം. ആദ്യമായിട്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് സെക്ഷൻ 84 എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് ക്രിമിനൽ കോർട്ടിൽ പോകുന്നവർ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചിട്ടുള്ള സെക്ഷൻ ആണെങ്കിൽ പോലും
നമുക്ക് ആ സെക്ഷനിന്റെ ഒന്ന് വായിച്ചു നോക്കാം. അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അല്ല, ഒരു പ്ലെയിൻ റീഡിങ്ങിൽ കാണുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. സെക്ഷൻ 84 IPC, ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അവിടെ ഇൻസാനിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ള ആക്ട് ഓഫ് എ പേഴ്സൺ, ഒരാളുടെ ഒരു അൺസൗണ്ട് മൈൻഡ് ആയിട്ട് ഒരാളുടെ ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഒഫൻസിനെ കുറിച്ചല്ല, ഒരാളുടെ ആക്ടിനെ കുറിച്ചാണ്. അതായത് ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ആക്ട് വേണം, ആക്ടസ് റിയസും വേണം, മെൻസ്രിയം വേണം. ആക്ടസ് റിയസിനെ കുറിച്ചാണ് ഒരു തർക്കം. രണ്ടാമത്തെ തർക്കം മെൻസ്രിയനെ കുറിച്ചാണ്. അപ്പൊ ഇൻസാനിറ്റി ഒരു ഡിഫൻസ് ആയിട്ട് കൊടുക്കുന്നത് ആ സമയത്ത് ആക്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നെസസറി മെന്റൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ള അസംഷനിലാണ് അയാൾക്ക് ഇതൊരു ജനറൽ എക്സെപ്ഷനിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എ പേഴ്സൺ ഹൂ അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ഇറ്റ്. ഇതാണ് സുപ്രീം കോടതിയും എല്ലാ കോടതികളും ആദ്യകാലം മുതൽ തന്നെ പറയുന്നൊരു പ്രധാന കീവേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ഇറ്റ് ആയിരിക്കണം അയാളുടെ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അവിടെ ഇൻസാനിറ്റി എന്നുള്ള വാക്കില്ല. ഈസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദ ആക്ട്. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. ഉദാഹരണത്തിന് സ്റ്റീഫന്റെ കമന്ററിയിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു ഇൻസിഡന്റ്, ഒരാള് ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരാൾ തല വെട്ടിക്കളയാണ്. അപ്പൊ ആൾക്കാർക്ക് ബഹളം കേട്ട് ആൾക്കാർ ഓടിക്കൂടുന്നു. അപ്പൊ ഓടിക്കൂടുന്നവരോട് ഇയാൾ പറയുകയാണ്, അയാൾ ഉറങ്ങിക്കിടക്കാണല്ലോ, അയാൾ ഉണരുമ്പോ അയാൾക്ക് തല ഉണ്ടാവില്ല, അപ്പൊ അയാൾ എന്ത് ചെയ്യും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് ഇയാൾക്ക് അറിയില്ല. ഈസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദ ആക്ട്. അതാണ് ഒരു സിറ്റുവേഷൻ. അതാണ് നമ്മൾ സാധാരണ ഇൻസാനിറ്റി, ക്ലാസിക് ഇൻസാനിറ്റി, അല്ലെങ്കിൽ ഈവൻ ഡെലിവിഷൻ പോലും അല്ല, ക്ലാസിക് ഇൻസാനിറ്റി എന്ന് പറയുന്ന, അതായത് ചിത്തഭ്രമം അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സിറ്റുവേഷനിൽ ആയിരിക്കാം അത് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആകണം നിർബന്ധമില്ല, ഓട്ടോമാറ്റിസം ഉണ്ട്, ഓട്ടോമാറ്റിക്സിൽ അങ്ങനെ ആകാം. അതാണ് ഒരു ഫസ്റ്റ് ലിംബ്, നോയിങ് ദ നേച്ചർ ഓഫ് ദ ആക്ട്. രണ്ടാമത്തെ ലിംബാണ് കുറച്ചുകൂടി വൈഡർ ആണ്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഓർ ദാറ്റ് ഹി ഈസ് ഡൂയിങ് വാട്ട് ഈസ് എയ്തർ റോങ് ഓർ കോൺട്രറി ടു ലോ. അപ്പൊ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാക്കെന്ന് വെച്ചാൽ റോങ് എന്നുള്ള വാക്കാണ്. കോൺട്രറി ടു ലോ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം നിയമത്തിനെതിരാണ്. റോങ് എന്ന് പറയുന്നത് നിയമത്തിനെതിരാണെന്നില്ല, അതൊരു മോറൽ റോങ് ആയാലും മതി. മോറൽ റോങ് ആയാലും മതി. അതായത് നിയമത്തിന്റെ അല്ലെങ്കിൽ നിയമം ശിക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കോണ്ടക്ട് ആകണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സൂം ക്ലാസ്സിൽ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് 2 സിറ്റുവേഷൻ ആണ്. ഒരു കുളിക്കുന്ന സ്ഥലത്ത് ഒരാള് ഒളിഞ്ഞു നോക്കുകയാണ്, അത് ഒഫൻസ് ആണോ ഇല്ലയോ? അതൊരു സ്ത്രീ കുളിക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അത് IPCയിൽ വരുന്ന 354 ABCDയിൽ വരുന്ന D ആയിരിക്കും, വൈറസ്. അതിലേക്ക് വരുന്ന വൈറസ് ആണ്, സ്റ്റോക്കിംഗ് ആണെന്ന് കൺഫ്യൂസ്ഡ് ആയി. അതിലേക്ക് വരുന്ന ഒരു ഒഫൻസാണ്. അത് റോങ്, അത് കോൺട്രറി ടു ലോ ആണ്, അതൊരു കുറ്റമാണ്, പണിഷ്മെന്റ് ഉള്ളൊരു കുറ്റമാണ്. പക്ഷെ അതേ സമയത്ത് ഒരു പുരുഷൻ കുളിക്കുന്ന സ്ഥലത്താണ്, പുരുഷന്റെ കുളിക്കുന്ന കുളിമുറിയുടെ ഡോർ തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റോങ് ആണ്, അതൊരു പണിഷബിൾ ആയിട്ടുള്ള കോണ്ടാക്ട് അല്ല, ഇതുവരെ പണിഷബിൾ ആയിട്ടുള്ള കോണ്ടാക്ട് അല്ല. പക്ഷെ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അത് കോൺട്രറി ടു ലോ ആണ്. ഒരു പുരുഷൻ കുളിക്കുന്ന സ്ഥലത്താണെങ്കിൽ അത് റോങ് ആണ്, അതൊരു മോറൽ റോങ് ആണ്. ഒരാൾ കുളിക്കുന്ന അയാളുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുന്ന മോറൽ റോങ് ആണ്. ഒരു പെൺകുട്ടി കുളിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ കുളിക്കുന്ന സ്ഥലത്ത് റൂം തുറന്നു നോക്കുകയോ ഒളിഞ്ഞു നോക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺട്രറി ടു ലോ ആണ്, അതൊരു ഒഫൻസ് ആണ്. അപ്പൊ ഈ 2 ലിംബുകളും അതിനകത്തുണ്ട്. പക്ഷെ അതിൽ ഈ കോൺട്രി വാട്ട് ഈസ് റോങ് ഓർ കോൺട്രറി ടു ലോ എന്നുള്ളതിന് ഇത് കൂടാതെ മറ്റു ചില വളരെ വൈഡർ ആയിട്ടുള്ള ചില മാനങ്ങളുണ്ട്. അതാണ് മാക്നോട്ടൺ കേസിൽ 1843 നടന്ന മാക്നോട്ടൺ കേസിൽ സംഭവിച്ചത്. അതിനെ സംബന്ധിച്ചാണ് മാക്നോട്ടൺ റൂൾസ് ഉണ്ടാക്കിയതും ഹൗസ് ഓഫ് ലോർഡ്സ് റൂൾസ് ഉണ്ടാക്കിയതും. അതാണ് നമ്മൾ ലോകം മുഴുവനും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ ഫോളോ ചെയ്യുന്നത് മാക്നോട്ടൺ റൂൾസ് ആണ്. നമ്മൾ ഇന്ത്യൻ ലോയിലും ഒരുപാട് ഡിസിഷൻസിൽ മാക്നോട്ടർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് നമ്മളിങ്ങനെ വളരെ മെക്കാനിക്കലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മാക്നോട്ടർ എന്താണെന്നോ മാക്നോട്ടറിന്റെ അന്തസത്ത എന്താണെന്നോ മിക്കവാറും ജഡ്ജ്മെന്റുകളിൽ പറഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് മാക്നോട്ടർ റൂളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില 3 പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ട്. ഇതിൽ ഒരു 6-7 ജഡ്ജ് മെയ്ഡ് ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു. ആ കാലത്ത് ഹൗസ് ഓഫ് ലോർഡ്സിന് കോടതികൾക്ക് ഡയറക്ഷൻസ് കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പിന്നീട് അത് എടുത്തു മാറ്റി. ആ ഡയറക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സുപ്രീം കോടതി ലോ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ കോടതികൾക്ക് ഡയറക്ഷൻസ് കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അപ്പൊ അങ്ങനെ കൊടുത്ത ഡയറക്ഷൻസിൽ നിന്ന് 3 ഡയറക്ഷൻസ് ആണ് നമ്മൾ ലോകം മുഴുവനും ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഒന്ന്, അക്യൂസ്ഡ് ആണ് പ്രൂവ് ചെയ്യുന്നത് ദാറ്റ് ഹി വാസ് ലേബറിംഗ് അണ്ടർ എ ഡിസോർഡർ ഓഫ് മൈൻഡ്.
അയാൾക്ക് ഒരു ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നുള്ളത് അക്യൂസ്ഡ് പ്രൂവ് ചെയ്യണം. ലോ പ്രസ്യൂം ചെയ്യുന്നത് എവരി പേഴ്സൺ ഇസ് സെയിം എന്നുള്ളത് ലോ പ്രസ്യൂം ചെയ്യും. എവരി പേഴ്സൺ ഇസ് സെയിം എന്നുള്ള ലോ പ്രസ്യൂം ചെയ്യും. അക്യൂസ്ഡ് പ്രൂവ് ചെയ്യണം. രണ്ടാമത്താണ് അക്യൂസ്ഡ് പ്രൂവ് ചെയ്യണം ഹി വാസ് ലേബറിംഗ് അണ്ടർ എ ഡിസോർഡർ ഓഫ് ദ മൈൻഡ് എന്നുള്ളത് അക്യൂസ്ഡ് പ്രൂവ് ചെയ്യണം. അടുത്ത ലിമ്പിലേക്ക് വരുമ്പോൾ നോട്ട് ടു നോ ദ നേച്ചർ ഓർ ക്വാളിറ്റി ഓഫ് ദ ആക്ട്. ഒന്നെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ലോയിൽ പേസ്റ്റ് ചെയ്തേക്കുന്നത്, തന്നെയാണ് നേച്ചർ ഓർ ക്വാളിറ്റി ഓഫ് ദ ആക്ട് അറിയില്ല. നേരത്തെ പറഞ്ഞവരെ ഉറങ്ങി കിടക്കുന്ന ആളുടെ തലവെട്ടിക്കളയാണ്, അയാൾ ഉണരുമ്പോൾ എന്ത് ചെയ്യുക എന്ന് നോക്കട്ടെ എന്ന് പറയും, തലവെട്ടിക്കളയാണ്, അയാൾക്ക് നേച്ചർ ഓഫ് അറിയില്ല. രണ്ട്, അതറിയാമെങ്കിൽ ഓർ വാസ് റോങ് ഓർ കോൺട്രി ടു ലോ. അത് റോങ് എന്ന് പറയുന്നത് മോറൽ റോങ്, കോൺട്രി ടു ലോ നിയമത്തിന് ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടിനെതിരാണോ. ഈ സിറ്റുവേഷൻസ് ആണ് മാക്നോട്ടൺ റൂളിൽ പറഞ്ഞത്. അതില് മാക്നോട്ടൺ റൂള് ഹൗസ് ഓഫ് ലോർഡ്സ് വരും, അതില് അവർ ഡിക്ലെയർ ചെയ്യുമ്പോഴേക്കും മാക്നോട്ടനെ ഓൾറെഡി അവർ അക്യൂറ്റ് ചെയ്തിരുന്നു, ചാർജിൽ നിന്ന് അക്യൂറ്റ് ചെയ്തു. പക്ഷേ ഈ വാസ് കെപ്റ്റ് ഇൻ മെന്റൽ അസൈലം, മരിക്കുന്നവരെ അസൈലത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ ഇതിൽ നിന്ന് അക്യൂറ്റ് ചെയ്തതുകൊണ്ട് അതിന്റെ തേർഡ് റൂൾ, അവർ ഫോം ചെയ്ത തേർഡ് റൂൾ അയാൾക്ക് ആപ്ലിക്കബിൾ ആയില്ല. പക്ഷെ അവരുടെ തേർഡ് റൂൾ ആപ്ലിക്കബിൾ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാക്നോട്ടനെ കൺവിക്ട് ചെയ്തേനെ. അതിന്റെ റൂൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. രണ്ട് സിറ്റുവേഷൻസ് ആണ് അവർ അനലൈസ് ചെയ്തത്. ഒരു സിറ്റുവേഷൻ, ഒന്ന് നേച്ചർ ഓഫ് ദ ആക്ടിനെ കുറിച്ച് തർക്കമില്ല, അയാൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരു അവസ്ഥ, അതിനെ കുറിച്ച് തർക്കമില്ല. മാക്നോട്ടൺ കേസിൽ മാക്നോട്ടൺ സംഭവിച്ചത് അയാളുടെ വിചാരം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന റോബർട്ട് പീൽ ഇയാളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് റോബർട്ട് പീല് ജീവിച്ചിരിക്കുന്നത് ഇയാൾക്ക് ദോഷകരമാണ് എന്ന് വിചാരിച്ചിട്ട്, റോബർട്ട് പീലാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ വെടിവെച്ചു വന്നു. അപ്പോൾ അതായിരുന്നു അതിലെ കേസ്. അപ്പോൾ അതിൽ ഇയാൾക്കെതിരെ റോബർട്ട് പീൽ ഇയാളെ ഉപദ്രവിച്ചിട്ടില്ല, അയാളുടെ പാർട്ടി ഇയാളെ ഉപദ്രവിച്ചിട്ടില്ല. ഇയാൾ ഉപദ്രവിച്ചു, മാക്നോട്ടനെ ഉപദ്രവിക്കുകയാണ്, ഇയാൾക്ക് ഇഞ്ചുറീസ് കോസ് ചെയ്യാണ് എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഇയാളെ പ്രൈവറ്റ് സെക്രട്ടറി വെടിവെച്ചത്. അപ്പൊ അത് ഹൗസ് ഓഫ് ലോർഡ്സ് അതിന്റെ സബ്സിക്വന്റ് ആയിട്ട് വന്നപ്പോൾ അതിന്റെ അനാലിസിസ് വന്നപ്പോൾ അവർ പറഞ്ഞു രണ്ട് തരത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണം. ഒന്ന്, വാട്ട് ഈസ് എയ്തർ റോങ് ഓർ കോൺട്രി ടു ലോ. കോൺട്രി ടു ലോയിലാണ് മെയിൻ ആയിട്ട് തർക്കം. ഉദാഹരണത്തിന് എന്നെ ഒരാള്, എൻ്റെ ഒരു സ്വന്തം കുട്ടിയാന്നിരിക്കും, കൊച്ചുകുട്ടിയാണ്, ആ കുട്ടി എന്നെ കൊല്ലാനായിട്ട് വരികയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുഞ്ഞാണ്, ആ കുഞ്ഞിന്റെ റൂമിലേക്ക് കയറി വരികയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഈ കുട്ടി എന്നെ കൊല്ലാനായിട്ട് വരികയാണ്, എൻ്റെ സ്വന്തം മകനാണ്, എനിക്ക് മോട്ടീവ് ഒന്നുമില്ല, ഞാൻ വളരെ കൺസിഡർ ചെയ്യുന്ന, വളരെ താലോലിച്ച് വളർത്തുന്ന കുട്ടിയാണ്. ആ കുട്ടി എൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ ആ കുട്ടി എന്നെ കൊല്ലാൻ വരികയാണെന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ കൊല്ലാൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് IPCയുടെ സെക്ഷൻ 100 അനുസരിച്ചിട്ട് എനിക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. ആ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദേ ആർ നോട്ട് കോൺട്രി ടു ലോ. അത് ലീഗലി പെർമിസിബിൾ ആണ്, അല്ലെങ്കിൽ എക്സ്ക്യൂസബിൾ ആണ്, അല്ലെങ്കിൽ ജസ്റ്റിഫയബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള ധാരണയിൽ ഞാൻ അങ്ങോട്ട് വെടിവെക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു മർഡറസ് ആയിട്ട് അസോൾട്ട് നടത്തുകയോ ആ കുഞ്ഞിനെ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അത് ദാറ്റ് ഇസ് കവേർഡ് അണ്ടർ ദ സെക്കൻഡ് ലിംബ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഐ ആം ജസ്റ്റിഫൈഡ് ഇൻ ലോ ടു എക്സസൈസ് മൈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അണ്ടർ സെക്ഷൻ 100 ഓഫ് IPC എന്നാണ് എൻ്റെ ധാരണ. പക്ഷെ അങ്ങനെ ആ സിറ്റുവേഷൻ റോങ് ആയിരുന്നു. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയത്, എനിക്ക് ആ ധാരണ ഉണ്ടായത് എൻ്റെ മൈൻഡിന്റെ അൺസൗണ്ട്നെസ് കൊണ്ടാണ്. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ധാരണ ഉണ്ടായത്. ആ ധാരണയുടെ പുറത്താണ് ഞാൻ അത് ചെയ്തതെങ്കിൽ ഐ ആം എക്സ്ക്യൂസ്ഡ് ഫ്രം പണിഷ്മെന്റ്. അതാണ് ഫസ്റ്റ് ലിംബ്. അടുത്ത കൺസിഡറേഷൻ അവർ പറഞ്ഞത് റോബർട്ട് പീലിന്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ മാക്നോട്ടന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മാക്നോട്ടൻ വിചാരിച്ചിരുന്നത് ഇയാൾ എന്നെ ഉപദ്രവിക്കുന്ന ആളാണ്, ഇയാൾക്ക് എന്നെ ഇഞ്ചുറി കോസ് ചെയ്യുന്ന ആളാണ് എന്നുള്ള ധാരണയിൽ, അയാളാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ മറ്റൊരാളെ വെടിവെച്ചില്ല. അത് പോസിബിൾ അല്ല, അത് ഡിഫൻസ് ആയിട്ട് എടുക്കാനായിട്ട് പോസിബിൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പ്രൈവറ്റ് ഡിഫൻസിന്റെ സിറ്റുവേഷൻ ഇല്ല. അയാൾ ഇപ്പോൾ റോബർട്ട് പീൽ ഇയാൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? ഹി ഹാസ് ടു മൂവ് ദ കോർട്ട്, കോടതിയിൽ പോകണം, അല്ലെങ്കിൽ അതോറിറ്റീസിനെ അറിയിക്കണം. അങ്ങനെ റീകോഴ്സ് ടു പബ്ലിക് ജസ്റ്റിസ് ഉള്ള സിറ്റുവേഷനാണ്. റീകോഴ്സ് ടു പബ്ലിക് ജസ്റ്റിസ് ഉള്ള സിറ്റുവേഷനിൽ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് വർക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഇയാൾ റിട്ടാലിയേഷൻ ആണ് ഇയാൾ ചെയ്യുന്നത്. എന്നെ ഉപദ്രവിച്ച ആളാണ്, അയാൾ എന്നെ കൊല്ലും. ആ റിട്ടാലിയേഷന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് അറിയാം ഇയാൾ എന്താണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൺട്രി ടു ലോ. എന്താ, എന്നെ ഉപദ്രവിച്ച ആൾ, എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്, ഉപദ്രവിച്ചു എന്നുള്ളത് എന്റെ ഡെലൂഷനാണ്, എന്റെ ബാഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ആ ആക്ട് ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ടാണ് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട് എന്നുള്ളതിന്റെ ആ വാക്കുകളുടെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പൊ അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ റിറ്റാലിയേറ്റ് ചെയ്യാണ്, എന്നെ ഉപദ്രവിച്ച ആളെ ഞാൻ വെടിവെച്ചുകൊല്ലാണ്. അപ്പൊ അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട്
ഞാൻ ചെയ്യുന്നത്, ഞാൻ അയാളെ വെടിവെച്ചു പോലെയാണ് ആദ്യത്തെ സിറ്റുവേഷനിൽ പറഞ്ഞതുപോലെ, ഞാൻ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുകയല്ല. പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം എക്സ്ക്യൂസ്ഡ്. എന്റെ സ്വന്തം കുഞ്ഞിനെ കാണുമ്പോൾ എന്നെ കൊല്ലാനായിട്ട് വരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ എം എക്സസൈസിങ് മൈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്, സോ ഐ എം എക്സ്ക്യൂസ്ഡ്. ഇതിലങ്ങനെയല്ല, ഐ എം റിറ്റാലിയേറ്റിംഗ് ഫോർ ദി ഇഞ്ചുറി ഐ സഫേർഡ് ഫ്രം ദിസ് പേഴ്സൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ കൊല്ലുകയാണ്, ഞാൻ റിറ്റാലിയേറ്റ് ചെയ്യാണ്, ഞാൻ പ്രതികാരം ചെയ്യുകയാണ് എന്ന് എനിക്കറിയാം. അങ്ങനെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫൻസ് പോസിബിൾ അല്ല. ഇതാണ് ഹൗസ് ഓഫ് ലോർഡ്സിന്റെ ഫൈനൽ ഡയറക്ഷൻ. അതായത് പക്ഷെ അതിന് മുമ്പിൽ ആ വേർഡിക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഇൻസാനിറ്റി ഫൈൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്തു, നോട്ട് ഗിൽറ്റി ഫൈൻഡ് ചെയ്തു, അസൈലത്തിലേക്ക് വിട്ടു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ വേറെ ജയിലിൽ പോകേണ്ടി വന്നില്ല. പക്ഷെ ഇതാണ് ശരിക്കും ക്ലാസിക് റൂൾ, ഇതാണ് മാക്നോട്ടൺ റൂൾ. ഇതാണ് അതുകൊണ്ടാണ് ഇതിൽ ഈ സെക്കൻഡ് ലിംബ് ഒരു കാലത്തും ഇന്ത്യൻ ലോയിൽ ഒരു ഡിസിഷൻസിൽ പോലും ഇന്ത്യൻ ലോയിൽ സെക്കൻഡ് ലിംബ് ഒരിക്കലും സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മേ ബി ഒരു പക്ഷേ അത്തരത്തിലുള്ള ഫാക്ട്സ് കൂടുതൽ മുമ്പിൽ വരാത്തതുകൊണ്ടായിരിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ലോയിൽ ഇത് സീരിയസ് ആയിട്ട് ഇത് പല ഡിസിഷൻസ് ഉണ്ടെങ്കിലും ഇൻസാനിറ്റിനെ കുറിച്ചൊരു നല്ലൊരു ഡിസിഷൻ വരുന്നത് 64 സുപ്രീം കോർട്ടിലാണ്. ദയാബായിയുടെ കേസിലാണ്. 64 സുപ്രീം കോർട്ട് 1563, AR 1964 സുപ്രീം കോർട്ട് 1563. അതിലാണ് പറയുന്നത് പ്രോസിക്യൂഷൻ ഹാസ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് വാസ് ഡൺ വിത്ത് മെൻസറിയ. അപ്പൊ അതിന് തർക്കം ഉണ്ടായിരുന്നു. ഒരാള് ആക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ഡിഫൻസ് ആണോ ഡിസ്പ്രൂവ് ചെയ്യേണ്ടത്, പ്രോസിക്യൂഷൻ ആണോ പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള തർക്കം ഉണ്ടായിരുന്നു. അത് സുപ്രീം കോർട്ട് പറഞ്ഞു അങ്ങനെയല്ല, ഇൻസാനിറ്റി ആണെങ്കിലും ഹി ഡിഡ് ഇറ്റ് വിത്ത് സെയിൻ മൈൻഡ് എന്നുള്ളത് ഇറ്റ് ഈസ് ഫോർ ദ പ്രോസിക്യൂഷൻ ടു പ്രൂവ്. അക്യൂസ്ഡ് അയാളുടെ ഡിഫൻസ് പ്രൂവ് ചെയ്യുന്നത് പ്രീ പോണ്ടറൻസ് ഓഫ് പ്രോബിലിറ്റി മതി, ആ സിറ്റുവേഷൻസ് കൊണ്ട് പ്രൂവ് ചെയ്താൽ മതി. ഇതായിരുന്നു ഇൻസാനിറ്റിനെ സംബന്ധിച്ച് ഒരു കുറച്ച് അധികം ഡിസ്കഷൻ വന്നിട്ടുള്ള ആദ്യത്തെ കേസ്. ഇപ്പോഴും നമ്മൾ ആ ആസ്പെക്റ്റിലും ഹോസ്റ്റൈലായ വിറ്റ്നസിനെ ക്രോസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അയാളോട് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ, ഈ രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പോഴും ഒരു ക്ലാസിക് ടെക്സ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് 64 സുപ്രീം കോർട്ടാണ്. 1964 AR 1964 സുപ്രീം കോർട്ട് 1563. ഇതിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ഈ കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ നേരത്തെ മാക്നോട്ടന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ ഫാക്ട്സ്, ഒരു ബേസിക് ഫാക്ട്സ് നോക്കണം. അതിൽ സംഭവിച്ചത് ഇയാള് ദയവായി, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ, സബ്ജക്ട് കറക്ഷൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കേസിലാണ് അയാളുടെ വൈഫിനെ ഏതാണ്ട് 44 കുത്തുകളോളം കുത്തി, അങ്ങനെ കൊന്നൊരു കേസാണ്. അപ്പൊ ആ കേസിൽ ഇയാളുടെ ഒരു ബ്രൂട്ടലായിട്ടുള്ള മാനറിൽ ഇയാളെ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തതും അതാണ് ഇൻസാനിറ്റിയുടെ ഒരു കാരണമായിട്ട് ഡിഫൻസ് ലോയർ ഉയർത്തി കാണിച്ചത്. പക്ഷെ അതിനു മുൻപ് തന്നെ ഇയാള് ഈ മരിച്ച സ്ത്രീയുടെ, അതായത് സ്വന്തം വൈഫിന്റെ അച്ഛൻ ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. ആ ലെറ്ററിൽ ഇയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകളെ വിളിച്ചോണ്ട് പോകണം, അവളെ കൊണ്ട് വേറെ ശല്യമാണെന്നൊക്കെ പറഞ്ഞ് ലെറ്റർ അയക്കുന്നുണ്ട്. അതായത് ഈ അമ്മായച്ചൻ, അയാള് ഈ പ്രതിയുടെ അച്ഛനോട് പോയി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ ഇൻസിഡൻസിന് ശേഷമാണ് ഈ ബ്രൂട്ടലായിട്ടുള്ള മർഡർ നടക്കുന്നത്. മാത്രമല്ല കരച്ചിൽ കേട്ട് ഓടി വരുന്ന ആൾക്കാർക്ക് ഇയാൾ വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇയാൾ അകത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അവസാനം ഒരു വാതിൽ തുറന്നു. ആ സമയത്ത് ഇയാൾ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള കത്തിയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അയാൾ കുറച്ച് ഡെലിവറീസ് ആയിട്ടുള്ള ചില ആക്ടുകൾ നടത്തി, ഒച്ചയെടുക്കാൻ ബഹളം ഉണ്ടാക്കുകയും മണ്ണെടുത്തെറിയുകയൊക്കെ ചെയ്തു. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഡിഫൻസ് അല്ലെങ്കിൽ ഡിഫൻസ് ലോയർ ഒരു തിയറി ഓഫ് ഇൻസാനിറ്റി ഡെവലപ്പ് ചെയ്തത്. പക്ഷെ സുപ്രീം കോർട്ടിൽ വന്നപ്പോഴേക്കും സുപ്രീം കോർട്ടിൽ അതിലൊരു കൺസിഡറേഷൻ ആയിരുന്നു 161 സ്റ്റേറ്റ്മെന്റുകളിൽ, ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആരും ഈ ഒരു ഇൻസാനിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. സബ്സിക്വന്റ് ആയിട്ട് ട്രയലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഈ പ്രതിയുടെ ഇൻസാനിറ്റി ആണ് എന്ന് അവരൊരു പ്രതിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എവിഡൻസ് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് അത് കോടതി അത് ഡിസ്കാർഡ് ചെയ്തു. ആ എവിഡൻസ് പറ്റില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ കൊടുക്കുന്നതിൽ കാര്യമില്ല, അവർ കോൺട്രഡിക്റ്റ് ആണ്, അവർ ബിലീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ആസ്പെക്റ്റിലും ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റുമോ, അതായത് അല്ലെങ്കിൽ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ, ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രോസിക്യൂട്ടർക്ക് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ, അയാൾ ഹോസ്റ്റലാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള തർക്കങ്ങളും കൂടി അതിലുണ്ട്. അപ്പൊ ടു ദാറ്റ് എക്സ്റ്റെന്റ് ഓൾസോ ദാറ്റ് ജഡ്ജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഇന്ത്യൻ ലോ. ഇതാണ് ആദ്യകാലങ്ങളിൽ വന്ന ഒരു ഇൻസാനിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന വിഷയം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫൗണ്ടേഷണൽ ജഡ്ജ്മെന്റ് ആയിട്ട് കാണുന്നതാണ്. അതിന്റെ ഫൗണ്ടേഷൻ ഇതാണ്. അതായത് പ്രോസിക്യൂഷൻ തന്നെ പ്രൂവ് ചെയ്യണം, ഹി ഡിഡ് ഇറ്റ് വിത്ത് സെയിൻ മൈൻഡ് എന്നുള്ള പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം. ഇറ്റ് ഈസ് ഫോർ ദ ഡിഫൻസ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഐ വാസ് ഇൻ ഡെലിറിയം, ഐ വാസ് ഇൻസെയിൻ എന്നുള്ളത് പ്രതി പ്രൂവ് ചെയ്യണം. അത് പ്രതിക്ക് പ്രൂവ് ചെയ്യുന്നതിന് പ്രിപ്പോണ്ടൻസ് ഓഫ് പ്രോബിലിറ്റി മതി. അതാണ് സുപ്രീം കോർട്ടിന്റെ, അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യൂ ആണ്. ആ കാലം മുതൽ ഈ കാലം വരെയുള്ള എല്ലാ കേസുകളിലും വന്നിട്ടുള്ള വ്യൂ അത് തന്നെയാണ്. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്, എവിടെയാണ് ഈ പ്രതി പ്രൂവ് ചെയ്യണോ ഇല്ലയോ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണോ വേണ്ടെന്നുള്ള സംശയം വരുന്നതും ആ തരത്തിൽ തർക്കങ്ങൾ വരുന്നതും 105 എവിഡൻസ് ആക്ട് ആണ് ആ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 105 എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട്
ബേർഡൻ ഓഫ് പ്രൂവിംഗ് ദാറ്റ് കേസ് ഓഫ് അക്യൂസ് കം വിതിൻ എക്സെപ്ഷൻ. ഏതെങ്കിലും എക്സെപ്ഷനിൽ വരുന്നത് തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരാണ് പ്രൂവ് ചെയ്യേണ്ടത്? വെൻ എ പേഴ്സൺ ഈസ് അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ്, the burden of proving the existence of circumstances bringing the case within any of the general exceptions in IPC or within any special exceptions or proviso contained in any other part of the same code or any law defining the offenses is upon him, and the court shall presume the absence of such circumstances. അതായത് ഇത്തരം സർക്കംസ്റ്റൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇൻസാനിറ്റി ഉണ്ടായിരുന്നില്ല, പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ടായിരുന്നില്ല, സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടായിരുന്നില്ല, കൺസെന്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ ജനറൽ എക്സെപ്ഷനിൽ വരുന്ന എല്ലാ സർക്കംസ്റ്റൻസും ഇല്ലായിരുന്നു എന്ന് കോടതി കണക്കാക്കും. ഇറ്റ് ഈസ് ഫോർ ദ ഡിഫൻസ് ടു പ്രൂവ് ദാറ്റ് ദെയർ വാസ് സച്ച് എ സർക്കംസ്റ്റൻസ്. അതിന്റെ ഇല്ലസ്ട്രേഷൻ എ ഈസ് അക്യൂസ്ഡ് ഓഫ് മർഡർ alleges that by reason of unsoundness of mind he did not know the nature of the act. The burden of proof is on A. അപ്പൊ നേച്ചർ ഓഫ് ആക്ട് എന്തായിരുന്നു അറിയില്ലായിരുന്നു എന്നാണ് പ്രതിയുടെ തർക്കം. അത് ഇറ്റ് ഈസ് ഫോർ ദ അക്യൂസ് ടു പ്രൂവ്. അതാണ് 105ന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇമ്പാക്ട്. അതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ആര് പ്രൂവ് ചെയ്യണം എന്നുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. അത് സുപ്രീം കോടതി പറഞ്ഞ് പ്രിപോണ്ടൻസ് ഓഫ് പ്രോബബിലിറ്റി വെച്ചിട്ട് സർക്കംസ്റ്റാൻസിൽ നിന്ന് പ്രൂവ് ചെയ്താലും മതി, പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് എവിഡൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇതിന്റെ 105ന്റെ ഓപ്പറേഷനും 64 സുപ്രീം കോർട്ടിന്റെ ഇമ്പോർട്ടൻസും അതാണ്. ഇനി നമുക്ക് മറ്റൊരു കേസിലാണ് നോക്കാം. അതായത് റിപ്പോർട്ടർ കേസല്ല, ഞാൻ എൻ്റെ സീനിയറിന്റെ കൂടെ ഉള്ള സമയത്ത്, എൻ്റെ ആദ്യകാലങ്ങളിൽ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് കണ്ടൊരു കേസാണ്, സാറിന്റെ കൂടെ പോയി നടത്തിയിട്ടുള്ളൊരു കേസാണ്. ആ കേസിൽ അതൊരു ക്ലാസിക് കേസ് ഓഫ് ഇൻസാനിറ്റി ആയിരുന്നു. അത് ആണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോഴും പല സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നത്. ആ കേസിൽ ഇയാൾക്ക് ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതി വിചാരിച്ചിരുന്നത് ഈ ലോകരാഷ്ട്രങ്ങളുടെ അധിപൻ അയാളാണെന്നാണ് പ്രതിയുടെ വിചാരം. അയാളൊരു വളരെ പാവപ്പെട്ട ഒരു ഫാമിലി എന്നുള്ളതാണ്. മീനൊക്കെ ഞണ്ട് പിടിക്കാനൊക്കെ പോകുന്ന ഒരാളാണ്. സ്നേഹജൻ എന്നാണ് പേര്. അയാൾ വളരെ സ്നേഹമുള്ള ആളാണ്, എല്ലാവരോടും ആൾക്കാരോടൊക്കെ വളരെ സ്നേഹത്തിൽ കഴിയുന്ന ആളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വിചാരം ഇതാണ്, ലോകരാഷ്ട്രങ്ങളുടെ അധിപൻ ഞാനാണ്. അപ്പൊ അങ്ങനെ ഈ ലോകരാഷ്ട്രങ്ങളുടെ അധിപനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അടുത്ത വീട്ടിലെ പെൺകുട്ടി ഇയാളെ ശൂശു എന്ന് വിളിച്ചു. എന്തായാലും ശരിയല്ലല്ലോ, ലോകരാഷ്ട്രങ്ങളുടെ അധിപനായിട്ടിരിക്കുന്ന ഒരാളെ ശൂശു എന്ന് വിളിക്കുന്നത് ശരിയല്ല. ഇയാൾ ആ വീട്ടിലേക്ക് ചെന്നു, കത്തിയായിട്ട് ചെന്നു. ആ സ്ത്രീയെ, ആ ലേഡിയെ വല്ലാണ്ട് ഒരുപാട് മാരകമായിട്ട് കുത്തി പരിക്കേൽപ്പിച്ചു. അത് തടയാനായിട്ട് ഓടി വന്ന ആ കുട്ടിയുടെ അമ്മയെയും വളരെ മാരകമായിട്ട് കുത്തി പരിക്കേൽപ്പിച്ചു. 18 വെട്ട് വെട്ടിയിരുന്നു അമ്മയെ. അതിനുശേഷം അതിന് ഡാമേജ് സൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നാള് അത് ട്രയൽ നടത്തിയിരുന്ന ആ കേസിൽ പ്രോസിക്യൂഷൻ കേസ് തന്നെ അങ്ങനെയായിരുന്നു. താൻ ലോകരാഷ്ട്രങ്ങളുടെ അധിപനാണെന്ന് വിചാരിച്ചിരുന്ന പ്രതിയെ ശൂശു എന്ന് വിളിച്ച വിരോധത്താൽ ഒന്നാം സാക്ഷിയെ 17 വെട്ടും, രണ്ടാം സാക്ഷിയെ 18 വെട്ടും വെട്ടി അറ്റംപ്റ്റ് മർഡർ മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ സീരിയസ് ആയിട്ട് പരിക്ക് വലിപ്പിച്ചു. ഇതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. അപ്പോൾ പ്രോസിക്യൂഷൻ കേസിൽ നിന്ന് തന്നെ, അയാളുടെ ആക്ടസ് കേസിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് കാണാം. ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് ഇൻസാനിറ്റി എന്നുള്ളത്. അതിനുശേഷം പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. ഒരു 31-ാം തീയതി, ഡിസംബർ 31-ാം തീയതി അറസ്റ്റ് ചെയ്യാൻ വരുന്നു. ആ സമയത്ത് ഇയാൾ ഓടുന്നില്ല, ഇയാൾ അവിടെ തന്നെ നിൽക്കുന്നു. കയ്യിൽ കത്തിയായിട്ട് നിൽക്കുന്നു. പോലീസുകാരുടെ സ്ഥിരം റിക്കവറി ആയിരിക്കാം, എങ്കിൽ പോലും പ്രോസിക്യൂഷൻ കേസ് എങ്ങനെയാണ്, ഇയാൾ കത്തിയായിട്ട് നിൽക്കുന്നു, പോലീസുകാരെ കാണുമ്പോൾ ഓടുന്നില്ല. അതും ഇത് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത് ഇയാള് ഇറ്റ് വാസ് എ ക്ലിയർ കേസ് ഓഫ് ഇൻസാനിറ്റി ആണെന്ന്. പക്ഷെ ജഡ്ജ്, ആ ട്രയൽ ജഡ്ജ് വളരെ നല്ലൊരു ജഡ്ജാണ്, ജെന്റിൽമാൻ ആയിട്ടുള്ള ജഡ്ജാണ്. അദ്ദേഹത്തിന് ആ ഒരു ഡിഫൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം അയാളെ കൺവിക്ട് ചെയ്തു, 7 വർഷത്തേക്ക് കൺവിക്ട് ചെയ്തു. ഈ 7 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇയാളിപ്പോ നാട്ടില് എല്ലാവർക്കും ഭീഷണിയായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതിന് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. അയാൾ ഇപ്പോഴും ധരിക്കുന്നത് അയാളാണ് ലോകരാഷ്ട്രങ്ങളുടെ അധിപൻ എന്നാണ്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസിക് കേസായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഒരു ഇൻസാനിറ്റി കേസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കേസ് ഇതാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ അടുത്ത ലിമ്പിൽ പറയാം. മറ്റൊരു കേസ്, ഞാനതും എൻ്റെ സീനിയറിന്റെ കൂടെയുള്ള സമയത്താണ്. ഈ ഇൻസാനിറ്റിയുടെ 2 ആസ്പെക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ആ കേസിൽ അതിൽ പ്രതിയായിട്ട് വന്നിരുന്ന ഒരു ലേഡിയാണ്. ഒരു വളരെ നല്ല ഫാമിലി എന്നുള്ള, വളരെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഒരു ഫാമിലി എന്നുള്ള ഒരു ലേഡിയായിരുന്നു. അവര് ഒരു കുഴപ്പമില്ലാത്തൊരു സ്ത്രീയായിരുന്നു. അവർ ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടി അവർക്കൊരു പ്രത്യേക ഒരു അറിയാമല്ലോ, ധ്യാനം കൂടി അത് ഒരു പരിധിയിൽ കൂടുതൽ ധ്യാനം കൂടുമ്പോൾ സംഭവിക്കുന്നതന്നെ അവർക്കും സംഭവിച്ചു. അതുകൊണ്ട് അവർ വീട്ടില് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. ചെറിയൊരു കുട്ടിയുണ്ട്, 5 വയസ്സോ 6 വയസ്സോ അത്രേ ഉള്ളൂ, എന്തായാലും 10 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടിയാണ്, ഒരു മകനാണ്. അപ്പൊ ഈ മകനുകൊണ്ട് അടുത്ത വീട്ടിൽ കളിക്കാൻ പോകരുത്, ട്യൂഷന് പോയി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരണം, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് അവർ ഇമ്പോസ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി കളിക്കാൻ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. ഇത് ഇവർക്ക് താങ്ങാൻ പറ്റിയില്ല. അവർ പറഞ്ഞതിൽ നിന്ന് നേരത്തെ വരണമെന്ന് പറഞ്ഞ് വരാരുന്നതാണ്. ഇവർ വളരെ മാരകമായിട്ട് കുട്ടിയെ തല്ലി, കൈകൊണ്ടാണ് അടിച്ചത്. അടിച്ചടിച്ച് കുട്ടി വളരെ അവശതയിലായി.
കുട്ടി അവസാനം ഓൾമോസ്റ്റ് ബോധം കെട്ടതുപോലെ ആ കുട്ടിയെ കട്ടിലിൽ എടുത്തിട്ടിട്ട് ഈ സ്ത്രീയും ആ കുട്ടിയുടെ കൂടെ കിടന്നുറങ്ങി. രാത്രി ഏതാണ്ട് 2-3 മണിക്കൂറിന് ശേഷം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മയും കുട്ടിയും രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അയാൾ വന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ മൂക്കിലും ചെവിയിലൊക്കെ ഉറുമ്പരിച്ച നിലയിലാണ്. അതായത് കുട്ടി ഓൾറെഡി മരിച്ചു. ഒരു 3 മണിക്കൂർ മുൻപ് ആ കുട്ടി മരിച്ചു. ഈ സ്ത്രീ ഒരു ഡെലീറിയത്തിൽ കിടന്നുറങ്ങുക. നമുക്കറിയാം ഡെസ്റ്റോസ്കിൻ ഡെലീറിയം എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് ഡെലീറിയത്തിൽ ആ സ്ത്രീ കിടന്നുറങ്ങുകയാണ്. അതായത് ഒരു കുലുക്കി വിളിച്ചിട്ട് വളരെ ശ്രമപ്പെട്ടാണ് അവരെ ഉണർത്താൻ പറ്റിയത്. അത് മറ്റൊരു തരത്തിലുള്ള ഡെലൂഷനാണ്. ഇത് രണ്ടും 2 എക്സ്ട്രീംസ് ആണ്. എന്നാൽ ഈ ഒരു ഇൻസിഡന്റ് അല്ലാതെ ആ സ്ത്രീ ഒരിക്കലും വയലന്റ് ആയിട്ട് പെരുമാറുകയോ ഒരിക്കലും ഒരു വയലന്റ് ബിഹേവിയർ അവരുടെ ഭാഗത്തുണ്ടായിട്ട് ആർക്കും അറിവില്ല. ഭാഗ്യത്തിന് ആ കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഓഫീസർ, അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു ബന്ധുവിന് ഈ ഒരു അസുഖം ഉണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് ആരെന്ന് ഞാൻ പറയുന്നില്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവിന് അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അപ്പൊ തന്നെ ഈ സിറ്റുവേഷൻ ഇതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അപ്പൊ തന്നെ ആ ലേഡിയെ ഫോർമൽ അറസ്റ്റ് ചെയ്തു, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി സൈക്കാട്രിക്കൽ ഇവാലുവേഷൻ നടത്തി, റിപ്പോർട്ട് മേടിച്ചു. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ റിമാൻഡ് പോലും ചെയ്തില്ല. മേജിസ്ട്രേറ്റിന്റെ അടുത്ത് ഇതെല്ലാം അടക്കം കൊണ്ടുപോയി മേജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യാതെ റിലീസ് ചെയ്തു. അവർ ഒരു ഫോർമൽ ആയിട്ടുള്ള ട്രയല് മാത്രമേ ആവശ്യം വന്നുള്ളൂ. ചില മെഡിക്കൽ എവിഡൻസ് അടക്കം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ റിപ്പോർട്ട് അടക്കം അവർക്ക് ഫേവറബിൾ ആയിരുന്നു. ഷി വാസ് ഇൻ എ ഡെലിറിയം. മാത്രമല്ല ദർ വാസ് എ ടോട്ടൽ ആബ്സെൻസ് ഓഫ് മോട്ടീവ്. ആ കുട്ടിയെ കൊല്ലാനുള്ള യാതൊരു മോട്ടീവും അവർക്കില്ല. അപ്പൊ അതില് ആ സമയത്ത് അവർ ചെയ്യുന്നത്, ഷി വാസ് നോട്ട് അവെയർ ഓഫ് ദ നേച്ചർ ഓഫ് ഹെർ ആക്ട്. ഒരു കുഞ്ഞു കുട്ടിയാണ്, ആ കുട്ടിയെ അടിച്ചടിച്ചടിച്ച് നശിപ്പിക്കുകയാണ്. നേച്ചർ ഓഫ് ദ ആക്ട് അറിയുന്നില്ല. മറ്റേതില്ല, ആദ്യം പറഞ്ഞ സ്നേഹജന്റെ കേസിൽ സ്നേഹജന് വിചാരിക്കുന്നത് അയാൾക്ക് ലോകരാഷ്ട്രങ്ങളുടെ അധിപനാണ്, അയാൾക്ക് എന്തും ചെയ്യാം. അതായത് ഇയാൾ ചെയ്യുന്നത് കോൺട്രറി ടു ലോ അല്ല, അയാൾ എന്ത് ചെയ്യാൻ കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിവുള്ള ആളാണെന്നുള്ളതാണ് സ്നേഹജന്റെ വിചാരം. ഏതാണ്ട് മാക്നോട്ടൺ കേസിൽ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. മാക്നോട്ടൺ ധരിച്ചിരുന്നത് റോബർട്ട് പീലിനെ കൊല്ലാനായിട്ട് ദൈവം നിയോഗിച്ച ആളാണ് ഞാൻ എന്നാണ് മാക്നോട്ടൺ കരുതിയിരുന്നത്. അതൊരു ആഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺട്രറി ടു ലോ അല്ല, ദൈവം നിയോഗിച്ച പിന്നെ ആരെയും കൊല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് സ്റ്റീഫന്റെ രസകരമായിട്ടുള്ള കമന്റ് ഉണ്ട്. സ്റ്റീഫനോട് ഇങ്ങനെ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ പറഞ്ഞു വെച്ചാൽ, സ്റ്റീഫനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂവില്, ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾ തൂക്കിക്കൊല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റീഫൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ കമാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ തൂക്കിക്കൊല്ലില്ല, ദൈവത്തിന്റെ കമാൻഡ് ഇല്ലെങ്കിൽ ഞാൻ ഹാങ് ചെയ്യും എന്നാണ് സ്റ്റീഫന്റെ മറുപടി. അപ്പോൾ ആ തരത്തിലാണ് ഈ മാക്നോട്ടൺ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ടൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇതാണ് 2 എക്സ്ട്രീം കേസുകൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പ്രാക്ടീസിൽ കാണുന്ന 2 എക്സ്ട്രീം കേസുകളാണ്. അല്ലാതെ ധാരാളം കേസുകളിൽ പലപ്പോഴും ലോകം മുഴുവനും കോടതികൾ ഈ ഒരു ഡിഫൻസ് എടുക്കാൻ അല്ലെങ്കിൽ ഡിഫൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നത് ഇതൊരു ലോയേഴ്സ് ഡിഫൻസ് ആയിട്ടാണ് കാണുന്നത്, വക്കീലിന്റെ ഒരു ഡിഫൻസ് ആയിട്ടാണ്. ആക്ച്വൽ സിറ്റുവേഷൻ ഇല്ലാത്തതും വക്കീൽ പിന്നീട് ഉണ്ടാക്കിയ ഒരു ഡിഫൻസ് ആയിട്ടാണ് കാണുന്നത്. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ 64 സുപ്രീം കോർട്ടിൽ ദയാബായിലും അങ്ങനെ ഒരു കൺസിഡറേഷൻ ആണ്. അതായത് 161 സ്റ്റേറ്റ്മെന്റ്സിൽ ആരും പറയാത്തൊരു തർക്കമാണ് സബ്സിക്വന്റ് ആയിട്ട് ട്രയലിൽ വന്നപ്പോൾ ഉണ്ടായത്. അപ്പൊ ഈ സിറ്റുവേഷൻസിൽ കൂടിയിട്ടാണ് ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത്, ഒരു ഫാക്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസ് കടന്നു പോകുന്നു. ഇനി ഇതിന്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഈ ബേസിക് ആയിട്ട് വളരെ ഇതിന്റെ പ്രിലിമിനറി ആയിട്ട് പറയാനുള്ള സിറ്റുവേഷൻസ്. ഇതാണ് 3 ലിമ്പുകൾ. സെക്ഷൻ 84 പറയുന്ന നേച്ചർ ഓഫ് ദാറ്റ് അറിയാത്തത്, അല്ലെങ്കിൽ വാട്ട് ഈസ് റോങ് ഓർ വാട്ട് ഈസ് കോൺട്രറി ടു ലോ എന്നറിയാത്ത സിറ്റുവേഷൻസ് എന്ന് പറയുന്നതും മാക്നോട്ടന്റെ ബേസിക് റൂൾസും ഇതാണ്. ഇതിനുശേഷം നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. എന്താണ് ഈ മെന്റൽ ഇൽനെസ്? അപ്പൊ ഇവിടെ ഈ സെക്ഷൻ 84 അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണെന്നാണ് പറയുന്നതെങ്കിലും ഒരു മെന്റൽ ഇൽനെസ്സിനെ കുറിച്ചാണ് മിക്കവാറും കേസുകളിൽ തർക്കം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 സിറ്റുവേഷനിലും രണ്ടും മെന്റൽ ഇൽനെസ്സുകളാണ്. അതില് മെന്റൽ ഇൽനെസ് എന്താണെന്ന് അവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. നമുക്കിപ്പോ ദ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 വന്നു. അതിന് ഡെഫിനിഷൻ ക്ലോസിൽ 2S മെന്റൽ ഇൽനെസ് എന്താണെന്ന് പറയുന്നത്. ഡെഫിനിഷൻ ക്ലോസ് 2S. മെന്റൽ ഇൽനെസ് മീൻസ് എ സബ്സ്റ്റാൻഷ്യൽ ഡിസോർഡർ ഓഫ് തിങ്കിങ്. അല്ല, സബ്സ്റ്റാൻഷ്യൽ എന്നുള്ള വാക്കുണ്ട്. സബ്സ്റ്റാൻഷ്യൽ ഡിസോർഡർ ഓഫ് തിങ്കിങ്, മൂഡ്, പെർസെപ്ഷൻ, ഓറിയന്റേഷൻ ഓർ മെമ്മറി that grossly impairs judgment, behavior, capacity to recognize reality or ability to meet the ordinary demands of life. അപ്പൊ നമുക്ക് എത്ര വൈഡർ ആയിട്ടാണ് മെന്റൽ ഇൽനെസ് എന്നുള്ള വാക്ക് അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ, ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ കോടതികൾ ഇതിൽ നിന്ന് വളരെ മാറിപ്പോയി എന്ന് പറയുന്ന കാര്യം ഇതാണ്. ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം മെന്റൽ ഇൽനെസ്സുകളാണ്. മെന്റൽ കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് അബ്യൂസ് ഓഫ് ആൽക്കഹോൾ. ഒരുപാട് കേസുകളിൽ ആൽക്കഹോൾ അബ്യൂസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ
നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ അസുഖങ്ങൾ, അബ്യൂസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതെല്ലാം ഇതിൽ ചേർക്കേണ്ടതാണ്. എല്ലാം മെന്റൽ ഇൽനെസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അവർക്ക് എല്ലാവർക്കും ഇൻസാനിറ്റിയുടെ അഡ്വാൻറ്റേജ് കിട്ടേണ്ടതാണ്. ആൻഡ് ഡ്രഗ്സ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് മെന്റൽ റിട്ടാർഡേഷൻ. മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഒരു ജന്മനായുള്ള ഒരു ഡിഫക്റ്റ് ആണ്. അത് ഇൻക്യൂറബിൾ ആണ്. അത് മെന്റൽ ഇൽനെസ് അല്ല, അത് അറസ്റ്റഡ് സ്റ്റേറ്റ് ആണ്. വിച്ച് ഇസ് എ കണ്ടീഷൻ ഓഫ് അറസ്റ്റഡ് ഓർ ഇൻകംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് ഓഫ് എ പേഴ്സൺ, സ്പെഷ്യലി ക്യാരക്ടറൈസ്ഡ് ബൈ സബ്നോർമാലിറ്റി ഓഫ് ഇന്റലിജൻസ്. അത് ഇന്റലിജൻസിന്റെ കുറവാണ്. അതായത് ബുദ്ധിമാന്യം അല്ലെങ്കിൽ ബുദ്ധിക്കുറവ് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഇഡിയറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, ഇപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ഇതാണ് മെന്റൽ ഇൽനെസിന്റെ ഡെഫിനിഷൻ മെന്റൽ ഹെൽത്ത് ആക്ടിൽ. പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, സെക്ഷൻ 84 അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. ഇനി ഈ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇൻസാനിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസാനിറ്റി എന്നുള്ള വാക്ക്, ആ കാലത്ത് ഇൻസാനിറ്റി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഇൻസാനിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ഈവൻ ഡോക്ടേഴ്സോ സൈക്കാട്രിസ്റ്റുകളോ പോലും ഇൻസാനിറ്റി എന്നുള്ള വാക്ക് അവർ ഉപേക്ഷിച്ചു. അത് ഉപയോഗിക്കാൻ പാടില്ല. മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ അങ്ങനെ വളരെ ലൈറ്റർ ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഈ കാലത്ത് പോലും 1860 പോലും ആ വാക്ക് ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് ഉദ്ദേശിച്ചത്? അതായത് മൈൻഡ് സൗണ്ട് അല്ലാത്ത മറ്റ് പല സിറ്റുവേഷൻസും ഉണ്ട്. അതാണ് നോൺ ഇൻസെയിൻ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. നോൺ ഇൻസെയിൻ ഓട്ടോമേഷൻ എന്ന് പറയുന്നതിൽ അത് ഇൻസാനിറ്റി കൊണ്ടല്ല ഓട്ടോമേഷൻ ഉണ്ടാകുന്നത്, അല്ലാത്ത സിറ്റുവേഷൻസ്. ഒന്ന് സ്ലീപ്പ് വാക്കിംഗ്, അതായത് മറ്റേ സോംനാംബുലിസം എന്ന് പറയുന്നത്. ഈ സോംനാംബുലിസത്തിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുന്നേറ്റ് പോകുന്ന ആള് അയാൾ കണ്ണ് തുറന്നിട്ടായിരിക്കും പോകുന്നത്. സിനിമയിലൊക്കെ കണ്ണടച്ച് ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചാണ് പോകണം. അങ്ങനെയല്ല, വളരെ നോർമലായിട്ടായിരിക്കും നടക്കുന്നത്. നടക്കാം, ഒരു വാതിൽ തുറക്കാം, താഴെ പോകാം, ഡ്രോയർ ഓപ്പൺ ചെയ്യാം, കത്തി എടുക്കാം, കിച്ചണിൽ പോകാം, എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഡ്രൈവ് ചെയ്ത് പുറത്തു പോകാൻ പറ്റും. അങ്ങനെ പോകുന്ന സിറ്റുവേഷൻസിൽ അവർ സ്ലീപ്പിലായിരിക്കും. അവർ ആ സമയത്ത് വെയിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ അത് ആകെ ഷോക്കിലായിരിക്കും. അപ്പൊ അങ്ങനെ ആ സമയത്ത് അവർ എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് സൂയിസൈഡിലേക്ക് വരെ പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഷോക്ക് ഉണ്ട്, അത് പെട്ടെന്ന് വെയിക്ക് ചെയ്തതിന്റെ ഷോക്ക് ഉണ്ട്. അപ്പൊ ഇതാണ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡിന്റെ ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ചെയ്തിട്ടുള്ള പല കേസുകളും ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു. മറ്റു പല രാജ്യങ്ങളിലും സ്ലീപ്പ് വാക്കിങ്ങിൽ പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൺകഷൻസ്, അതായത് തല എവിടെയെങ്കിലും സ്ട്രോങ് ആയിട്ട് അടിക്കുകയോ നമ്മൾ മലന്നടിച്ച് വീഴുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ കൊണ്ട് കുറച്ച് നേരത്തേക്ക്, ചിലപ്പോൾ മിനിറ്റുകളായിരിക്കും, ചിലപ്പോൾ സെക്കൻഡ്സ് ആയിരിക്കും, ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും, ഉണ്ടാകുന്ന ചില അബ്നോർമാലിറ്റീസ്. അതൊന്നും ഇൻസാനിറ്റി അല്ല, അത് ബ്രെയിനിൽ കിട്ടിയ ഒരു ഷോക്കിന്റെ റിഫ്ലക്ഷൻസ് ആണ്. ആ സമയത്തും മൈൻഡ് അൺസൗണ്ട് ആയിരിക്കും. 3, ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ. നമുക്കറിയാവുന്നതാണ്, ഇൻടോക്സിക്കേഷൻ ഒരു പരിധിയിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ അത് ദാറ്റ് മേ ഗോ ടു എ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ് ഓഫ് ഇൻസാനിറ്റി. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അക്യൂട്ട് എപ്പിലെപ്സി എന്ന് പറയുന്നത് അതും ഇതുപോലെ ഒരു സിറ്റുവേഷൻ ആണ്. നോൺ ഇൻസൈൻ സിറ്റുവേഷൻ ആണ്. ഇൻസാനിറ്റി ആണെന്ന് വെച്ചാൽ അതല്ല, പക്ഷെ അത് എപ്പിലെപ്സി എന്ന് പറയുന്ന ആ അസുഖം മൂലം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ഓഫ് മൈൻഡ് ആണ്, ഡിഫക്റ്റ് ഓഫ് റീസണിങ് ആണ്. ഹൈപ്പോഗ്ലൂക്കേമിയ, അതായത് ഷുഗർ കുറയുമ്പോൾ, ഷുഗർ വല്ലാണ്ട് കുറയുകയോ വല്ലാണ്ട് കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സിറ്റുവേഷനിലും മൈൻഡിന്റെ സൗണ്ട്നെസ് പോകും. അതായത് അൺസൗണ്ട് മൈൻഡ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷുഗറിന്റെ വേരിയേഷൻസ്. ഡിസസോസിയേഷൻ, അത് പക്ഷെ നമ്മൾ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതായത് ഓറിയന്റേഷൻ പോവുക, ഇപ്പൊ പെട്ടെന്ന് എവിടെയാണ് ഇരിക്കുന്നത് ഉള്ളത് ഇത് പോവുക, അല്ലെങ്കിൽ എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണ്, രാത്രിയാണോ പകലാണോ എന്നുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ കണക്ഷൻ പോകും. എവിടെയാണ് ഇരിക്കുന്നത്, ഇപ്പൊ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്, രാത്രിയാണോ പകലാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ ഇരിക്കുക. ഇതെല്ലാമാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഡിഫൻസ് എന്നുള്ള നിലയ്ക്ക് നോൺ ഇൻസൈൻ ഓട്ടോമേഷൻ എന്നുള്ളത് കൺസിഡറേഷനിൽ വരുന്നത്. ഈ സിറ്റുവേഷൻസ് എല്ലാം കൂടി കണക്കാക്കിയതിന് ശേഷമാണ് IPC ഇൻസാനിറ്റി എന്നുള്ള വാക്കിന് പകരം അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ത്യൻ ലോയിൽ നോക്കാതെ പോകുന്നത്. ഇന്ത്യൻ ലോയിൽ എപ്പോഴും ഏത് സിറ്റുവേഷൻ വന്നാലും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതുണ്ടോ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന് മുമ്പ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന് ശേഷം ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, മെഡിക്കൽ റെക്കോർഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടോ. ഇതാണ് നമ്മളെപ്പോഴും ഇന്ത്യൻ ലോയിൽ കൺസിഡർ ചെയ്യാനായിട്ട് എപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് കേസുകളിൽ ഇൻസാനിറ്റി എന്നുള്ള ഡിഫൻസ് അല്ലെങ്കിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്നുള്ള ഡിഫൻസ് എടുക്കാതെ പോയത്, അല്ലെങ്കിൽ സമ്മതിക്കാതെ കോടതികൾ പോകാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. ഇൻസാനിറ്റി അല്ല ഇതിന്റെ വിഷയം, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. ഇനി ഇൻസാനിറ്റി ഇത് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണ്? അത് ഇൻസാനിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ CRPCയുടെ ഓപ്പറേഷൻ കൂടി അതിൽ വരും. ഇൻസാനിറ്റിയിലേക്ക് വരുമ്പോൾ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ CRPC ഞാൻ ഉദ്ദേശിച്ചത് ചാപ്റ്റർ 25 ഓപ്പറേഷൻ, അല്ലാതെ ട്രയലിനെ സംബന്ധിച്ചല്ല, ട്രയൽ നടത്തിയേ പറ്റും. ഇനി നമുക്കിത് ഈ ഒരു വിഷയം നോക്കാനായിട്ട്, CRPCയുടെയും IPCയുടെയും ഇന്റർപ്ലേ നോക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്നുള്ളത് കേരള സ്റ്റേറ്റിന്റെ നമ്മുടെ ഒരു കേരള ഡിസിഷൻ.
ഷിബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആരും എഴുതണ്ട, ഈ ജഡ്ജ്മെന്റ് തെറ്റാണെന്ന് പറയാനായിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ആരെങ്കിലും ഇത് ആവശ്യമുള്ള ജഡ്ജ്മെന്റ് ആണെന്ന് വിചാരിച്ച് എഴുതിയെടുക്കരുത്. ഇത് ആവശ്യമില്ലാത്തൊരു ജഡ്ജ്മെന്റ് ആണ്. പക്ഷെ ഇങ്ങനെ ചില ആവശ്യമില്ലാത്ത ജഡ്ജ്മെന്റിലോട് കൂടിയായിരിക്കാം നമുക്ക് ലോ പലപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ്, തെറ്റായിട്ടുള്ള ജഡ്ജ്മെന്റിൽ കൂടിയാണ് ലോ ഡെവലപ്പ് ചെയ്യുന്നത്, അതിന് സംശയമില്ല. അതിൽ നിന്നാണ് അപ്പീലുകളും പ്രിവി കൗൺസിലെല്ലാം വരുന്നത് തെറ്റായിട്ടുള്ള ജഡ്ജ്മെന്റുകളിൽ നിന്നാണ്. ഈ ജഡ്ജ്മെന്റിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഈ ജഡ്ജ്മെന്റിലെ ഫാക്ട്സ് ഇങ്ങനെയാണ്: ഒരാള് അയാളുടെ വൈഫിനെയും 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കോടാലി കൊണ്ട് വെട്ടിക്കൊന്നു. ഇൻസാനിറ്റി ആണ്, സംശയമൊന്നുമില്ല, ക്ലിയർ കേസ് ഓഫ് ഇൻസാനിറ്റി ആണ്. യാതൊരു വിരോധമില്ലാത്ത സിറ്റുവേഷനിൽ പെട്ടെന്നൊരു ഉച്ചയ്ക്ക് വെട്ടിക്കൊല്ലാണ്. അതിൽ കോടതി പറഞ്ഞു, കോടതിക്ക് ഇവിടെ അപ്പീൽ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം സംശയമായി. അതായത് ഇറ്റ്സ് ക്ലിയർ കേസ് ഓഫ് ഇൻസാനിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ലോകരാഷ്ട്രങ്ങളുടെ അധിപന്റെ കാര്യം പറഞ്ഞ പോലെ ക്ലിയർ കേസ് ഓഫ് ഇൻസാനിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IPC സെക്ഷൻ 6 അനുസരിച്ചിട്ട്, സെക്ഷൻ 6 പറയുന്നത് all the offenses, all the sections of this code shall be read in consonance with the general exceptions എന്നാണ് പറയുന്നത്. അപ്പൊ ജനറൽ എക്സെപ്ഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ചാർജ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് കോടതിയുടെ ഫൈൻഡിങ്. ഞാൻ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം. പാര 32, 2013. ആർക്കെങ്കിലും കൂടുതൽ റിസർച്ച് വേണമെന്നുണ്ടെങ്കിൽ 2013 വോളിയം 4 KLT പേജ് 323, 2013-4 KLT 323. ഡിവിഷൻ ബെഞ്ചാണ്, വളരെ സീനിയർ ആയിട്ടുള്ള 2 ജഡ്ജസ് പറഞ്ഞ ഒബ്സർവേഷൻ ആണ്. Therefore, it follows that even if all the acts constituting an offense as per definition of IPC are committed by a person, if an investigating officer finds on investigation that by reason of unsoundness of mind accused was incapable of knowing the nature of the act, or that he was doing what is either wrong or contrary to law as stated in section 84 IPC, she shall not file a charge sheet against such person. നോക്കൂ എത്ര എറണസ് ആയിട്ടുള്ളൊരു ഫൈൻഡിംഗ് ആണ്. He shall not file a charge sheet against such person. This is for the reason that such act will not constitute an offense when definition of the offense is read with section 84 IPC by virtue of section 6 of IPC. Only if an investigating officer is satisfied that the acts committed by an accused constitute an offense despite what is contained in general exceptions, he can file a charge sheet against such person. ഇതുപോലെ അബ്സർഡ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു കേരള ഹൈക്കോടതി ഒരു ജഡ്ജ്മെന്റിലും റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, കോടതി അസ്യൂം ചെയ്തത് ഇൻസാനിറ്റി ആണ് ഇതിന്റെ റൂൾ എന്നാണ്. ഇതിന്റെ റൂൾ ഇൻസാനിറ്റി അല്ല. ഇയാൾക്ക് വെദർ ഹീ ക്യാൻ അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ഒഫൻസ്, ഇയാൾ ഇൻസൈൻ ആയിരുന്നോ ഇല്ല എന്നുള്ളതിന്റെ തർക്കം. സെക്ഷൻ 84 തർക്കം എന്ന് വെച്ച് കഴിഞ്ഞാല് വെദർ അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട്, വെദർ ഹീ നോസ് ദ നേച്ചർ ഓഫ് ദ ആക്ട്, അതാണ് ഇതിൽ തർക്കം. ഓർ that he is doing what is either wrong or contrary to law. So it is for the court to decide, not the police officer. പോലീസ് ഓഫീസർ അല്ല തീരുമാനിക്കുന്നത്. ഇത് നേച്ചർ കോൺട്രറി ടു ലോ ആണോ ഇല്ല എന്നുള്ളത് പോലീസ് ഓഫീസറിന് തീരുമാനിക്കാൻ പറ്റില്ല. ഈ കോടതി പറയുന്ന തരത്തിൽ ജനറൽ എക്സെപ്ഷൻസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസർക്ക് എന്തെല്ലാം തീരുമാനിക്കാം? പ്രൈവറ്റ് ഡിഫൻസ് ആണോ തീരുമാനിക്കാം. പ്രൈവറ്റ് ഡിഫൻസ് ആണ് പോലീസ് ഓഫീസറിന് കൺവിൻസ് ആണെങ്കിൽ ചാർജ് കൊടുക്കണ്ട. കൺസെന്റ് ആണോ തീരുമാനിക്കാം. കൺസെന്റ് ആണ് ചാർജ് കൊടുക്കണ്ട. ഒരുപാട് സിറ്റുവേഷനിൽ പോലീസ് ഓഫീസർക്ക് തന്നെ തീരുമാനിക്കാം. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്, പോലീസ് ഓഫീസർ തീരുമാനിക്കുകയാണ് ആദ്യം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്, ഞാൻ ചാർജ് കൊടുക്കുന്നില്ല. ഇത് മിസ്റ്റേക്ക് ഓഫ് ലോ ആണ്, ഞാൻ ചാർജ് കൊടുക്കുന്നില്ല. ഇത് കൺസെന്റിന് പുറത്ത് ചെയ്താണ്, ഞാൻ ചാർജ് കൊടുക്കുന്നില്ല. ഇത് ക്ലിയർ കേസ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആണ്, ഞാൻ ചാർജ് കൊടുക്കില്ല. ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ പോലീസ് ഓഫീസർക്ക് അത് ചെയ്യാൻ പറ്റും, ചാർജ് കൊടുക്കാതിരിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഫോളോ എന്ന് പറയുന്നത്. ഈ ജഡ്ജ്മെന്റ് ഫോളോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻസാനിറ്റി അല്ല ഇതിന്റെ വിഷയം. ഒരു പേഴ്സൺ ഇൻസൈൻ ആണോ അല്ല എന്നുള്ളതല്ല. അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട്, whether by reason of unsoundness of mind he was incapable of knowing the nature of the act, or what he did is contrary to law or wrong or contrary to law. It is for the court to decide. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു സിറ്റുവേഷനിൽ, ഒരു ഇൻസാനിറ്റിയുടെ സിറ്റുവേഷനിൽ വരുന്നത് 3 ടൈപ്പ് ഓഫ് വേർഡിക്റ്റ് ആണ്. 3 ടൈപ്പ് ഓഫ് വേർഡിക്റ്റ് പോസിബിൾ ആണ്. ഒന്ന് ഗിൽറ്റി, അതായത് ഇൻസാനിറ്റി ഫൈൻഡ് ചെയ്യാത്ത ഗിൽറ്റി. 2 നോട്ട് ഗിൽറ്റി, അത് ഇയാൾ ആക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ഗിൽറ്റി. 3 നോട്ട് ഗിൽറ്റി ബൈ വിർച്യു ഓഫ് ഇൻസാനിറ്റി. അപ്പൊ പോലീസ് ഓഫീസർക്ക് വെദർ ദ പോലീസ് ഓഫീസർ ക്യാൻ ഡിസൈഡ് ഇറ്റ് ഈസ് നോട്ട് ഗിൽറ്റി ബൈ വിർച്യു ഓഫ് ഇൻസാനിറ്റി എന്നുള്ള പോലീസ് ഓഫീസർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഫോർ ദ കോർട്ട് ടു ഡിസൈഡ്. അത് കാണുന്നത് CRPC ആണ്. അപ്പൊ ഈ കോടതിക്ക് ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ CRPC ചാപ്റ്റർ 25 കൺസിഡർ ചെയ്തില്ല. അതാണ് ജഡ്ജ്മെന്റിൽ ഏറ്റവും വലിയ ഫോളോ എന്ന് പറയുന്നത്. CRPC സെക്ഷൻ ചാപ്റ്റർ 25 ഇതിന്റെ റൂൾസ് പറയുന്നത്. അത് നമുക്ക് ആദ്യം അതിൽ ഒരുപാട് എലാബറേറ്റ് ആയിട്ട് റൂൾസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റുന്നത് നമുക്ക് നോക്കാനായിട്ട് ഏറ്റവും എളുപ്പം 2 സെക്ഷൻസ് മാത്രം നോക്കാം. 333 334 നോക്കുമ്പോൾ അറിയാം ഈ ജഡ്ജ്മെന്റ് ഫാലസി എന്താണ്.
333 ഓർത്തിരിക്കാൻ എളുപ്പമാണ് 333. When the accused appears to be of sound mind at the time of inquiry or trial, and the magistrate is satisfied from the evidence given before him that there is reason to believe that the accused committed an act, ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്നുള്ളത് കോടതിക്ക് തോന്നണം, which if he had been of sound mind, അയാളുടെ മൈൻഡ് സൗണ്ട് ആയിരുന്നെങ്കിൽ, would have been an offense, മൈൻഡ് സൗണ്ട് ആയിരുന്നെങ്കിൽ അത് ഒഫൻസും ആകുമായിരുന്നു, അങ്ങനത്തെ ഒരു ആക്ട് അയാൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ തോന്നുകയാണെങ്കിൽ, and that he was at the time when the act was committed by reason of unsoundness of mind incapable of knowing the nature of the act, or that it was wrong or contrary to law, the magistrate shall proceed with the case. അപ്പൊ ആരാ തീരുമാനിക്കേണ്ടത്? പോലീസുകാരാണോ മജിസ്ട്രേറ്റ് ആണോ? ഇറ്റ് ഈസ് ഓഫ് ദ മജിസ്ട്രേറ്റ് ടു ഡിസൈഡ്. മജിസ്ട്രേറ്റ് എന്ത് കാണണം? ഹി ഹാസ് കമ്മിറ്റഡ് ആൻ ആക്ട് ആൻഡ് ബട്ട് ഫോർ ഹിസ് ഇൻസാനിറ്റി ഹി വുഡ് ഹാവ് ബീൻ ഗിൽറ്റി എന്ന് മജിസ്ട്രേറ്റ് തോന്നുകയാണെങ്കിൽ മാത്രമേ മജിസ്ട്രേറ്റ് ട്രയലിൽ വിടാൻ പറ്റുള്ളൂ. And if the accused ought to be tried by the court of session, commit him for trial. The സെഷൻസ് കേസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ കമ്മിറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് ട്രൈബൽ ആണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് ആണ് തീരുമാനിക്കുന്നത് ട്രയൽ വേണോ വേണ്ട. ഇനി 334 തൊട്ടടുത്ത സെക്ഷൻ, ജഡ്ജ്മെന്റ് ഓഫ് അക്യൂറ്റൽ ഓൺ ഗ്രൗണ്ട് ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അതൊരു ജഡ്ജ്മെന്റ് ഓഫ് അക്യൂറ്റൽ ആണ്, ഓൺ ഗ്രൗണ്ട് ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അല്ലാതെ പോലീസുകാരൻ ചാർജ് കൊടുക്കാതിരിക്കലല്ല. പോലീസുകാരന് ഒരാളെ അക്യൂറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കോടതിക്ക് മാത്രമേ അക്യൂറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കോടതി അക്യൂറ്റ് ചെയ്യണമെങ്കിൽ 334 പ്രോസസ്സിൽ കൂടി കടന്നു പോകണം. 334 whenever any person is acquitted upon the ground that, ഏത് ഗ്രൗണ്ടിലാണ്? at the time at which he is alleged to have been committed an offense, he was by reason of unsoundness of mind incapable of knowing the nature of the act alleged as constituting the offense. But it is for the court to decide, not to the police officer. കോടതി സെക്ഷൻ 334 CRPC അനുസരിച്ചിട്ടാണ് ഫൈൻഡിങ് എഴുതേണ്ടത്. ഓർ ദാറ്റ് ഇറ്റ് വാസ് റോങ് ഓർ കോൺട്രാറി ടു ലോ, ദ ഫൈൻഡിങ് ഷാൽ സ്റ്റേറ്റ് സ്പെസിഫിക്കലി വെദർ ഹി കമ്മിറ്റഡ് ദ ആക്ട് ഓർ നോട്ട്. ഇയാൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം പറയണം. കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫൈൻഡിങ്ങിന് ശേഷം എന്ത് പറയണം? അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട് ഹി വാസ് നോട്ട് അവെയർ ഓഫ് ദ നേച്ചർ ഓർ കോൺസിക്വൻസ്. ആ ഇതിൽ സെക്ഷൻ 84 പറയുന്ന സിറ്റുവേഷനിലാണ് അയാൾ ചെയ്തത് എന്ന് ഇറ്റ് ഈസ് ഫോർ ദ കോർട്ട് ടു ഡിസൈഡ്. A police officer can not record the finding under 333 or 34 CRPC. It is for the court to decide. കോടതിക്ക് മാത്രമേ ഫൈൻഡിങ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഫൈൻഡിങ് എഴുതുന്ന ആൾക്ക് സംബന്ധിച്ച് അതാണ് സ്പെഷ്യൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സ്പെഷ്യൽ വേർഡിക്റ്റ്. സ്പെഷ്യൽ വേർഡിക്റ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഹാസ് ടു ബി സെൻഡ് ടു ദ ലുനാറ്റിക് അസൈലം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സെന്ററിലേക്കാണ് വിടേണ്ടത്. ഹി വിൽ നോട്ട് ബി അക്യൂറ്റഡ്, ഹി വിൽ നോട്ട് ബി റിലീസ്ഡ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഒരു ഇദ്ദേഹം ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞതുപോലെ അയാൾ ഹി മേ ബി ആൻ ഇൻസൈൻ പേഴ്സൺ, ടോട്ടലി ഇൻസൈൻ പേഴ്സൺ. അയാൾ ചെയ്ത ആക്ട് നോക്കുമ്പോൾ അങ്ങനെയാണ്. അയാൾ യാതൊരു ബോധമില്ലാതെ അയാളുടെ വൈഫിനെയും കുട്ടിയെയും വെട്ടിക്കൊന്നതാണ്, ഇൻസൈൻ ആണ്. അയാളെ പോലീസ് ഓഫീസർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളത് റിപ്പീറ്റ് ചെയ്യില്ലെന്ന് പോലീസ് ഓഫീസർക്ക് എന്താ ഗ്യാരണ്ടി? കോടതിക്ക് എന്താ ഗ്യാരണ്ടി? ആർക്കും ഗ്യാരണ്ടി ഇല്ല. അയാൾ അത്തരത്തിലുള്ള ഒരു ഇൻസൈൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അയാൾ ചെയ്യുന്ന നേച്ചർ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന റോങ് ആണെന്ന് അറിയില്ല, അയാൾ ചെയ്യുന്ന കോൺട്രാറി ടു ലോ ആണെന്ന് അറിയില്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ റിലീസ് ചെയ്യാനായിട്ട് പോലീസ് ഓഫീസർക്ക് യാതൊരു അധികാരമില്ല. ഇത് കോടതിക്കും അധികാരമില്ല. അയാളെ പിന്നെ ഡീൽ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതാണ് സ്പെഷ്യൽ വേർഡിക്റ്റിന്റെ വ്യത്യാസം. ഇതിനുശേഷം അങ്ങനെ സ്പെഷ്യൽ വേർഡിക്റ്റ് കൊടുത്തിട്ട് 334 ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 335 ഓപ്പറേഷൻ ആണ്. പേഴ്സൺസ് അക്യൂറ്റഡ് ഓൺ സച്ച് ഗ്രൗണ്ട് ടു ബി ഡീറ്റെയിൽഡ് ഇൻ സേഫ് കസ്റ്റഡി. അയാളെ പുറത്തേക്കല്ല വിടുന്നത്. ഹി വിൽ നോട്ട് ബി അക്യൂറ്റഡ്, ഹി വിൽ നോട്ട് ബി റിലീസ്ഡ്, ഹി വിൽ ബി കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡി. ആ സേഫ് കസ്റ്റഡിയിൽ കഴിയുന്ന ആളെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ 335 order such person to be detained in safe custody in such place and manner as the magistrate or court thinks fit. Order such person to be delivered to any relative or near friend. അങ്ങനെ കൊടുത്തുവിടാം. കൊടുത്തുവിടുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? He has to give an on the undertaking application of such relative or friend, and on his giving security to the satisfaction of the magistrate or court that the person delivered shall be properly taken care of. ഞാൻ അയാൾ നോക്കിക്കോളാം. Prevented from doing injury to himself or to any other person. ഇയാൾ ആരും ഉപദ്രവിക്കില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. ഇയാൾ ഞാൻ ട്രീറ്റ് ചെയ്തോളാം. Be produced for the inspection of such officer and such time and place as the state government may direct. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരാന്നാണ് പറയുന്നത്, കോടതി പറയുന്ന സ്ഥലത്തല്ല. അതായത് ഇൻസൈൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ പിന്നെ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, കോടതിയല്ല. അതും പോലീസ് ഓഫീസറിന് ചെയ്യാൻ പറ്റില്ല. പോലീസ് ഓഫീസറിന് അതിന് യാതൊരു അധികാരമില്ല. പോലീസ് ഓഫീസറിന് ഓർഡർ ഇടാനും പറ്റില്ല. ഇറ്റ് ഈസ് ഫോർ ദ കോർട്ട് ടു പാസ് ആൻ ഓർഡർ. അങ്ങനെ വെച്ചതിന് ശേഷം
336 പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു എംപവർ ഓഫീസ് ചാർജ് ഓഫ് ടു ഡിസ്ചാർജ്. ഏതെങ്കിലും ഒരു ജയിലർക്കോ അല്ലെങ്കിൽ അവിടെ കീപ്പ് ചെയ്യുന്ന ആൾക്ക് പവേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ 337 പ്രൊസീജിയർ ദ ലുനാറ്റിക് പേഴ്സൺ ഇസ് റിപ്പോർട്ടഡ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് ഹിസ് ഡിഫൻസ്. അതിലെല്ലാത്തിനും തീരുമാനം എടുക്കേണ്ടത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ്. നോക്കൂ എത്ര സീരിയസ് ആയിട്ടാണ് നോക്കുന്നത് അവരെ കൈകാര്യം ചെയ്യുന്നത്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസിനെ മാത്രമേ അയാളുടെ റിലീസ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനിൽ ഇറ്റ് ഈസ് ഫോർ ദ ഗവൺമെന്റ് ടു റിലീസ് സച്ച് കമ്മീഷൻ. അതിനുശേഷം മാത്രമല്ല ഇങ്ങനെ റിലീസ് ചെയ്തതിനു ശേഷം അതിന്റെ 338(2) അതിനുശേഷം ഒരു കമ്മീഷൻ വെക്കാനാണ് പറയുന്നത്. 338(1) if such person is detained under the provisions of subsection 2 of subsection 330 or 335 and such inspector general or visitors, അതൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ റിലേറ്റീവ്സിന് വേണമെങ്കിൽ അവർക്ക് മൊഴി കൊടുക്കാം ഇയാൾ ക്യൂർഡ് ആയെന്ന് പറഞ്ഞു. The state government may thereupon order him to be released. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് റിലീസ് ചെയ്യണത്, നോട്ട് ഈവൻ ദ ജയിലർ. ജയിലർക്ക് പോലും അധികാരമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർ ടു ബി ഡീറ്റെയിൻഡ് ഇൻ കസ്റ്റഡി ഓർ ടു ബി ട്രാൻസ്ഫർഡ് ടു എ പബ്ലിക് ലുനാറ്റിക് അസൈലം if he has not been already sent to such asylum, and in the case it orders him to be transferred to an asylum, may appoint a commission consisting of a judicial and 2 medical officers. അപ്പൊ എത്ര സീരിയസ് ആയിട്ടാണ് അവർ നോക്കുന്നത് നോക്കൂ. ഒരു ജുഡീഷ്യൽ ഓഫീസർ വേണം, 2 മെഡിക്കൽ ഓഫീസേഴ്സ് വേണം. അവരുടെ കസ്റ്റഡിയിലേക്കാണ് ഈ ആളെ, ഇൻസൈൻ ആയിട്ടുള്ള ആളെ അയാളെ ഡെലിവർ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ കോടതികൾ നോക്കാതെ പോകുന്നത്. ഇതാണ് ഇന്ത്യൻ ലോവിന്റെ ഇതിന്റെ ഒരു അപര്യാപ്തത എന്ന് പറയുന്നത്. അതാണ് ഞാൻ സീരിയലിന്റെ കൂടെ നടത്തിയ കേസിന്റെ ഫാക്ട്സ് പറയാൻ കാര്യമാണ്. അയാളെ റിലീസ് ചെയ്തു, അയാളെ 7 വർഷം ശിക്ഷിച്ചു, യാതൊരു കാര്യം ഉണ്ടായില്ല. അയാൾ 7 വർഷം കഴിഞ്ഞപ്പോൾ റിലീസ് ചെയ്തു. ആൻഡ് ഹി റിമെയിൻസ് ആസ് എ വെരി മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ ഇൻ ദ ലൊക്കാലിറ്റി. അപ്പൊ അങ്ങനെയുള്ള ഇത് ഒഴിവാക്കാനായിട്ട് ഹി ought to have been found not guilty under 334 and he should have been kept in the lunatic asylum. ഇവിടെയാണ് നമ്മുടെ കോടതികൾക്ക് തെറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇൻസാനിറ്റി അപ്ലൈ ചെയ്യുന്നതിന്റെ, ഇങ്ങനെയാണ് ഇൻസാനിറ്റി കേസുകൾ അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷനിൽ ആ ഒരു ഡെലിവറിയത്തിൽ ആ അമ്മ കുട്ടിയെ അടിച്ചു വന്ന കേസിൽ അതില് അവരെ സംബന്ധിച്ച് അവരെ ഇങ്ങനെ കീപ്പ് ചെയ്യേണ്ട ഒരാളല്ല. ആ സമയത്തുള്ള ഒരു ഔട്ട് ബേസ്റ്റ് കൊണ്ട് അവർക്ക് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൂടി ഒരു ധ്യാനത്തിനൊക്കെ പോയി ഇങ്ങനെ ഒരു ഭക്തി മൂത്തിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലായി പോയതാണ്. അത് വളരെ ഈസി ആയിട്ട് ക്യൂർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ കുറച്ച് കൗൺസിലിംഗ് കൊണ്ടോ ചെറിയ മെഡിക്കേഷൻ കൊണ്ടോ ക്യൂർ ചെയ്യാവുന്ന സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതിലേക്ക് പോകില്ല, ലുനാറ്റിക് അസൈലത്തിലേക്ക് പോകില്ല. അത് അങ്ങനെയുള്ള കേസുകൾ നോക്കുന്നത് ആബ്സെൻസ് ഓഫ് മോട്ടീവ് കൊണ്ട് നോക്കും. ഇപ്പൊ ദയാബായിലാണെന്നുണ്ടെങ്കിൽ മോട്ടീവ്, ദ പ്രോസിക്യൂഷൻ വാസ് ഏബിൾ ടു പ്രൂവ് ദ മോട്ടീവ്. അയാൾ നേരത്തെ അമ്മയച്ഛന് ലെറ്റർ എഴുതി ഇവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ സിറ്റുവേഷനിൽ എല്ലാത്തിനും കൂടി മോട്ടീവ് പ്രൂവ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല ദ ബ്രൂട്ടൽ മാനർ ഇൻ വിച്ച് ഹി വാസ് ദ പേഴ്സൺ വാസ് അസോൾട്ടഡ് ആൻഡ് മർഡർ, 44 കുത്താണ് കുത്തിയത്. അത് മാത്രമല്ല ഇയാൾ പിന്നെ പുറത്ത് വരാൻ തയ്യാറായില്ല. അങ്ങനെ പല സിറ്റുവേഷൻസ് കൊണ്ടും അത് കാണാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ആണ് ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. അതൊരു ഇൻസാനിറ്റി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ they have to be dealt with as per section 334. ആ പ്രോസസ്സിൽ കൂടിയിട്ടാണ് കടന്നു പോകേണ്ടത്. ഇത് ഇംഗ്ലീഷ് ലോയിൽ, പ്രത്യേകിച്ച് UK ഒരു വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് അവിടെ ഹോം സെക്രട്ടറിയാണ് ഓർഡർ കൊടുക്കേണ്ടത്, റിലീസ് ഓർഡർ കൊടുക്കുന്നത് ഹോം സെക്രട്ടറിയാണ്. അപ്പോൾ ഹോം സെക്രട്ടറിയുടെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ റിലീസ് ചെയ്യുള്ളൂ. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് പല കേസുകളിലും അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസാനിറ്റി ഉള്ള കേസിൽ പോലും ഇൻസാനിറ്റി പ്ലീഡ് ചെയ്യില്ല. ഇൻസാനിറ്റി പ്ലീഡ് ചെയ്യാതെ കണ്ടസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഗിൽറ്റി പ്ലീഡ് ചെയ്യും. ഒരു രസകരമായിട്ടുള്ള കേസിൽ ഒരു നെഗ്ലിജൻസ്, ഞാൻ നേരത്തെ ശശീന്ദ്ര സാറ് എന്നെ വൈകുന്നേരം വിളിച്ചിരുന്നു. സാറ് ഒരു ഒപ്പീനിയൻ കൊടുത്തതിൽ ഇൻസാനിറ്റി കേസിൽ സാർ ഒപ്പീനിയൻ കൊടുത്തു, ചാർജ് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പ്രോസിക്യൂട്ടറിന് സംശയമായിരുന്നു ചാർജ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ചാർജ് കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദ കോർട്ട് ടു ഡിസൈഡ്. ഒരു ഇംഗ്ലീഷ് കേസിൽ അവിടെ ഒരു നെഗ്ലിജൻസ് കൊണ്ടൊരു മരണം സംഭവിച്ചു. അയാൾക്ക് ഇൻസാനിറ്റി ആണ്. പക്ഷെ ഇൻസാനിറ്റി ഡിഫൻസ് എടുത്തു കഴിഞ്ഞാൽ ഇയാള് പ്രിസണിലേക്ക് പോകും, അസൈലത്തിലേക്ക് പോകും. അസൈലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഹോം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ലോങ് പ്രോസസ്സാണ്. അതല്ല അതിൽ ഡിഫൻസ് എന്ത് ചെയ്തു? ഡിഫൻസ് ഗിൽറ്റി പ്ലീഡ് ചെയ്തു കളഞ്ഞു. ഗിൽറ്റി പ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊല്ലം ശിക്ഷയുള്ളൂ. അപ്പൊ 2 കൊല്ലം കഴിയുമ്പോൾ ഇയാൾക്ക് പുറത്തിറങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു പ്രോസസ്സിൽ കൂടി കടന്നുപോയിട്ട് ഇത് ഹോം സെക്രട്ടറി വഴി ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി ഒരുപാട് റിപ്പോർട്ടുകളും ഒരുപാട് മെഡിക്കൽ റിപ്പോർട്ടുകളും എടുത്തതിന് ശേഷമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇൻസാനിറ്റിനെ സംബന്ധിച്ച് മറ്റൊരു കുഴപ്പം. അതാണ്. അപ്പൊ സാറിനടുത്ത് ശശീന്ദ്ര സാറ് സംസാരിച്ചപ്പോൾ, അദ്ദേഹം കണ്ണൂർ DGP ആണ്, അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ മറ്റൊരു വിഷയം ഇതാണ്. ഏതെങ്കിലും കേസിൽ ഇയാൾ ഇൻസൈൻ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കോടതിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ തന്നെ എവിഡൻസ് അഡ്യൂസ് ചെയ്യണം. ഇയാൾ ഇൻസൈൻ ആണ്. He has to be acquitted under 334 and he has to be kept under 335. It is a duty of the prosecutor to produce the evidence of insanity and not to suppress it.
ദിസ് ഈസ് ദ പ്രോസസ് ടു ബി അപ്ലൈഡ്, ദിസ് ഇസ് ദ പ്രോസസ് ടു ബി ഫോളോഡ് ഇൻ ഇന്ത്യ. അവിടെയാണ് ഇതാണ് ഇന്ത്യൻ ലോയിൽ ഇത് ഡെവലപ്ഡ് അല്ല, ഇതൊട്ടും നമ്മളിത് ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ആണ് പോകുന്നത്. സ്പെഷ്യൽ വേർഡിക്റ്റ് എന്താണെന്ന് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല, നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല ഇത് 335 ഓപ്പറേഷൻ എന്താണെന്ന്. അപ്പോൾ ഇപ്പൊ ഇതാണ് ഇതിന്റെ CRPCയുടെ IPCയുടെ ഓപ്പറേഷൻ ഇതാണ്. ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ക്വസ്റ്റ്യൻസ് അത് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാം. ഹൗ ടു പ്രൂവ് ഇൻസാനിറ്റി അറ്റ് ദ ടൈം ഓഫ് ഒഫൻസ് വിത്തൗട്ട് മെഡിക്കൽ റെക്കോർഡ്സ്, വെദർ ദ കോണ്ടക്ട് ഓഫ് ദ അക്യൂസ്ഡ് ഈസ് റിലവന്റ് ടു സീ ഇൻസാനിറ്റി. അതാണ് നേരത്തെ ആദ്യം പറഞ്ഞ കേസിൽ ലോകരാഷ്ട്രങ്ങളുടെ അധിപനാണ് എന്ന് വിചാരിച്ചിരുന്ന പ്രതിയെ ശൂശു എന്ന് വിളിച്ച വിരോധത്തിൽ അയാൾ രണ്ടുപേരെ കുത്തി മാരകമായിട്ട് പരിക്കേൽപ്പിച്ചു. അത് പ്രോസിക്യൂഷൻ കേസിൽ നിന്ന് തന്നെ അയാളുടെ കോണ്ടക്ട് നിന്ന് തന്നെ കാണാം. സബ്സിക്വന്റ് കോണ്ടക്ട്, പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു, അയാൾ ഓടുന്നില്ല, കത്തിയായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്, പോലീസുകാരെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. കോടതിയിൽ വന്നിട്ട് ഒരുപാട് നാൾ കൊണ്ടാണ് ട്രയൽ തീർന്നത്. ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് രണ്ടാമത് ഇൻസിഡന്റ് വരും, പിന്നെ തിരിച്ചു കൊണ്ടുപോകും, അതിനുശേഷം വീണ്ടും കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ട്രയൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അയാളുടെ കോണ്ടക്ട് മതി, അതിന് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് ഇൻസിസ്റ്റ് ചെയ്യണം, നിർബന്ധമില്ല, ഇൻസിസ്റ്റ് ചെയ്യാൻ പാടില്ല. വെദർ ദ ഡിഫൻസ് ഇൻക്ലൂഡ്സ് ആൻ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഫ്രം ദ പാർട്ട് ഓഫ് ദ അക്യൂസ്ഡ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അത് പ്രതി കുറ്റം അല്ലെങ്കിൽ പാർട്ട് ഓഫ് അല്ലെങ്കിൽ എന്താണ് ഒഫൻസ് അഡ്മിറ്റ് ചെയ്തിട്ടല്ലേ ഇൻസാനിറ്റി ഡിഫൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഒഫൻസ് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ ഇൻസാനിറ്റി ഡിഫൻസ് എടുക്കാൻ? ഇൻസാനിറ്റി ഡിഫൻസ് എടുക്കാനായിട്ട് ഒഫൻസ് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻസാനിറ്റി ഡിഫൻസ് എടുക്കാനായിട്ട് ആക്ടസ് റിയസ് ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഒഫൻസിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് ആക്ടസ് റിയസും മെൻസ് റിയ ആണ്. മെൻസ് റിയ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് ആക്ടസ് റിയസ് ആണ്. ആക്ടസ് റിയസിന്റെ അഡ്മിഷൻ ഒഫൻസിന്റെ അഡ്മിഷൻ അല്ല. ആക്ടസ് റിയസിന്റെ മെൻസ് റിയയുടെ കോമ്പിനേഷൻ അഡ്മിറ്റ് ചെയ്താലും മാത്രമേ ഒഫൻസ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻസാനിറ്റി ടേക്കിംഗ് അപ്പ് ഓഫ് കേസ് ഓഫ് ഇൻസാനിറ്റി ഈസ് നോട്ട് അഡ്മിറ്റിംഗ് ദ ഗിൽറ്റ് ഈവൻ ദോ യു ആർ അഡ്മിറ്റിംഗ് ദ ആക്ട്. ഞാൻ കുത്തിയെന്നുള്ള ശരിയാണ്, ഞാൻ കുത്താനുള്ള കാരണം ഞാൻ ലോകരാഷ്ട്രങ്ങളുടെ അധിപനാണ്, എന്നെ ശൂശുന്ന് വിളിച്ചത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ കുത്തി, ഇത് ശരിയാണ്. അത് ആ സമയത്ത് ഞാൻ പ്ലീഡ് ചെയ്യുന്നത് ഇൻസാനിറ്റി ആണ്, എന്റെ ലാക്ക് ഓഫ് മൈൻഡ് ആണ്, എന്റെ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ് ഞാൻ പ്ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻസാനിറ്റി ഡിഫെൻഡ് ചെയ്യുന്ന കേസുകളിൽ അതിൽ യു ആർ നോട്ട് അഡ്മിറ്റിംഗ് ദ ഗിൽറ്റ്, യു ആർ അക്സെപ്റ്റിംഗ് ദ ആക്ടസ് റിയസ് ഓർ യു ആർ അക്സെപ്റ്റിംഗ് ദ ആക്ട് അല്ലെങ്കിൽ കൺസീഡിംഗ് ദ ആക്ടസ് റിയസ് ആൻഡ് യു ആർ നോട്ട് അഡ്മിറ്റിംഗ് ദ ഗിൽറ്റ്. Admission of guilt should include the actus reus. Mens rea. Mens rea admit ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ മെൻസ് റിയ ആബ്സെന്റ് ആണെന്ന് തർക്കിക്കുന്നതുകൊണ്ട് ഇത് അഡ്മിഷൻ ഓഫ് ഗിൽറ്റിന്റെ ഇഷ്യൂ ഇല്ല. എന്നാല് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടു റൂൾ ഔട്ട് ഇൻസാനിറ്റി? അതാണ് നേരത്തെ പറഞ്ഞത്, റൂൾ ഔട്ട് ചെയ്യാനല്ല വേണ്ടത്. അതിൽ 2 ഡിസിഷൻസ് മാത്രം പറയാണ്. സിദ്ധപ്പ AR 2009 സുപ്രീം കോർട്ട് 97, AR 2009 സുപ്രീം കോർട്ട് 97 സിദ്ധപ്പ. അത് ഫോളോ ചെയ്തത് ലേറ്റർ ഡിസിഷൻ നമ്മുടെ കേരള ഹൈക്കോർട്ട് ജസ്റ്റിസ് ഹരിപ്രസാദ് ഫോളോ ചെയ്തിട്ടുണ്ട്. തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2020 വോളിയം 3 KSC 340, 2020 വോളിയം 3 KSC 340. പക്ഷെ ഇതിൽ രണ്ടിലും സ്പെഷ്യൽ വേർഡിക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല. സ്പെഷ്യൽ വേർഡിക്റ്റിന്റെ പർപ്പസ് എന്താണെന്നോ 335 ഓപ്പറേഷൻ എന്താണെന്നോ പറഞ്ഞില്ല. ഇതിൽ രണ്ടിലും പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആദ്യമേ തന്നെ നോക്കണം, ആദ്യമേ തന്നെ നോക്കിയിട്ട് ഇയാൾക്ക് ഇൻസാനിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇൻസാനിറ്റി ഉണ്ടെങ്കിൽ അതും കൂടി പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഡിഫൻസിന്റെ ഒരു ചാൻസ് സപ്രസ് ചെയ്യരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിന്റെ പർപ്പസ് 335 ആണെന്നും സ്പെഷ്യൽ വേർഡിക്റ്റ് ആണെന്നുള്ളത് 2 ജഡ്ജ്മെന്റിൽ കണ്ടില്ല. അതിന്റെ പർപ്പസ് സ്പെഷ്യൽ വേർഡിക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേസിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ 307 കേസിൽ ആദ്യമേ വേണമെങ്കിൽ ഗിൽറ്റി പ്ലീഡ് ചെയ്യാം. ഗിൽറ്റി പ്ലീഡ് ചെയ്തിട്ട് ആദ്യമേ വേണമെങ്കിൽ 7 വർഷം ശിക്ഷ മേടിച്ചിട്ട് ജയിലിൽ പോകാം. 7 വർഷം കഴിയുമ്പോൾ തിരിച്ചിറങ്ങി വന്നിട്ട് വീണ്ടും ആൾക്കാരെ കുത്താം, നാട്ടുകാരെ മുഴുവൻ കുത്താം, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇൻസാനിറ്റി പ്ലീ എടുത്തിട്ട് തർക്കിക്കാം. തർക്കിച്ചു കഴിഞ്ഞാൽ കോടതി അത് ഫൈൻഡ് ചെയ്തതിന് ശേഷം 335 പ്രോസസ്സിൽ അയാളെ അസൈലത്തിൽ കീപ്പ് ചെയ്യണമായിരുന്നു. അപ്പൊ അതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇത് കളക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അത് കളക്ട് ചെയ്തിട്ട് സപ്രസ് ചെയ്തല്ല വേണ്ടത്, അത് കളക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അയാളെ അസൈലത്തിലേക്ക് വിടേണ്ട കേസാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ വിടണം. ക്യൂർഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ റിലേറ്റീവ്സിന്റെ കൊടുത്തു വിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ വിടണം. അടുത്തത്, when more offenders are involved as abettors, whether a successful plea of insanity of the principal accused will help the other accused. പ്രധാന പ്രതി, 1ാം പ്രതി ഇൻസാനിറ്റി തർക്കം എടുത്തു, അയാൾ രക്ഷപ്പെട്ടു. കൂടെ നിന്ന് വെട്ടിയ ആൾക്കാർ അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും? ഒരിക്കലും കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഇല്ലസ്ട്രേഷൻസ് 108ന്റെ ഇല്ലസ്ട്രേഷനിൽ തന്നെ പറയുന്നതാണ്, ഒരു ഇൻസൈൻ ആളെ കൊണ്ടോ ഒരു ചൈൽഡിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ ഒരു ഒഫൻസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അയാൾ വഴി ചെയ്യുന്ന ഒഫൻസിന് അബറ്റേഴ്സ് ലയബിൾ ആണ്.
അപ്പൊ ഇയാൾ ഇൻസൈൻ ആണെന്നുണ്ടെങ്കിൽ അബറ്റേഴ്സ് ആ ഇൻസൈൻ ആയിട്ടുള്ള ആളുകൾ വഴി ചെയ്യുമ്പോൾ ഇൻസൈൻ ആയിട്ടുള്ള ആള് ചെയ്യുന്നത് ഒഫൻസ് അല്ല, അയാൾ ചെയ്യുന്നത് ഒരു ആക്ട് ആണ്. 107 വേർഡിങ്സ് അങ്ങനെ ഓഫൻസ് എന്നല്ല പറയുന്നത്, വെൻ ആൻ ആക്ട് എന്ന് പറഞ്ഞു, ആക്ട് എന്നാണ്. അയാൾ ഇൻസൈൻ ആയിട്ടുള്ള ആളോ ചൈൽഡോ ചെയ്യുന്നത് ആക്ട് ആണ്, മറ്റുള്ളവർ ചെയ്യുന്നത് അബറ്റേഴ്സ് ചെയ്യുന്നത് ഒഫൻസ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇൻസൈൻ ആയിട്ടുള്ള ആളെയോ ചൈൽഡിനെയോ വിശേഷിപ്പിക്കുന്നത് ഇന്നസെന്റ് ഏജന്റ് എന്നാണ്. ഇന്നസെന്റ് ഏജന്റ് വഴിയാണ് അബറ്റേഴ്സ് ഒഫൻസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേര് ഒരു ഭ്രാന്തുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരാളെ കൊല്ലിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭ്രാന്തുള്ള ആൾ ചെയ്യുന്നത് ഒഫൻസ് അല്ല, അയാൾക്ക് മൈൻഡ് ഇല്ല. പക്ഷെ ഭ്രാന്തില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവര് ചെയ്യുന്നത് ഒഫൻസ് ആണ്, അബറ്റ്മെന്റ് ആണ്. അവർ ചെയ്യുന്നത് ത്രൂ ഇന്നസെന്റ് ഏജന്റ് ആണ്. ഇന്നസെന്റ് ഏജന്റ് എന്ന് പറയുന്നത് ഈ ഇൻസൈൻ ആയിട്ടുള്ള ആളാണ്. അപ്പൊ ചൈൽഡ് ആണെങ്കിലും ഇന്നസെന്റ് ഏജന്റ് ആണെങ്കിലും അബറ്റേഴ്സ് ആർ ലയബിൾ. അത് 108 ആ ഇല്ലസ്ട്രേഷനിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ 334 ഈ അക്യൂറ്റ് ചെയ്യുന്ന ആളെ, പ്രിൻസിപ്പൽ ഒഫൻഡറിനെ അക്യൂറ്റ് ചെയ്യലല്ല, അയാളെ അക്യൂറ്റഡ് ഓൺ ദ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്, അല്ലാതെ ഓണറബിൾ അക്യൂറ്റൽ അല്ല അയാൾക്ക് കിട്ടുന്നത്. ഓൺ ദ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ് അയാൾക്ക്, ഓണറബിൾ അക്യൂറ്റൽ അല്ല. അയാൾക്ക് സ്പെഷ്യൽ വേർഡിക്റ്റ് ആണ്. അതായത് ഇംഗ്ലണ്ടിലെ UK ഒരു ഹോസ്പിറ്റൽ ഓർഡർ എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ഓർഡർ ആണ് അയാൾക്ക് കിട്ടുന്നത്, അക്യൂറ്റൽ അല്ല. അയാളെ ഈ റീസൺ 84 ഡിഫൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് അയാളെ വിടുന്നത് അസൈലത്തിലേക്കാണ്. സി, ക്യാൻ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി റെഫ്രെയിൻ ഫ്രം ഫയലിംഗ്? അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, 2013 ജഡ്ജ്മെന്റ് ഡിസ്കസ് ചെയ്തു. ദേ ഹാവ് ടു ഫയൽ. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രൊപ്പോസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും എല്ലാ ജനറൽ എക്സെപ്ഷൻസിലും അവർക്ക് തന്നെ തീരുമാനം എടുക്കാം. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ആവശ്യമില്ല. മാത്രമല്ല, ഇൻസാനിറ്റി അതൊരു മെഡിക്കൽ സാധനമാണ്, അതിന്റെ റിപ്പോർട്ട് വരേണ്ടത് DMOയിൽ നിന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു തീരുമാനം കോടതികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനം DMOന് എടുക്കാം. DMOന് അവിടെ ആശുപത്രിയിൽ നിന്ന് തന്നെ അയാളെ അക്യൂറ്റ് ചെയ്യാം, ട്രയലിലേക്ക് വിടേണ്ട കാര്യമില്ല, അവിടെ തന്നെ അക്യൂറ്റ് ചെയ്ത് അയാളെ വിടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പറ്റില്ല. ഇറ്റ് ഈസ് ഫോർ ദ കോർട്ട് ടു ഡിസൈഡ്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ എ മെന്റലി റിട്ടാർഡഡ് അക്യൂസ്ഡ്? അത് ഈ ഇൻസാനിറ്റി പറയുന്ന സ്ഥലത്ത് തന്നെ 2 തരത്തില്, ഇൻസാനിറ്റി എന്നുള്ള വാക്കാണ് പലയിടത്തും CRPCയിലേക്ക് വരുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ മെന്റൽ റിട്ടാർഡേഷനെ കുറിച്ച് പറയുന്നുണ്ട്. മെന്റൽ റിട്ടാർഡേഷനെ സംബന്ധിച്ച് പറയുന്നത്, മെന്റലി റിട്ടാർഡ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരായിട്ടുള്ള പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് 330, 329-ലും 328-ലും 29-ലാണ് അതിന്റെ പ്രോസസ്സ് പറയുന്നത്. 328 എൻക്വയറി സ്റ്റേജ്, 329 ട്രയൽ സ്റ്റേജ്. എൻക്വയറി കഴിഞ്ഞിട്ട് ട്രയലിന് റൈപ്പ് ആയ സിറ്റുവേഷനിൽ, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അയാളെ മെന്റലി റിട്ടാർഡഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ ക്യൂർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 330 അനുസരിച്ചിട്ട് അയാളെ റിലീസ് ചെയ്യും. അതായത് നിയർ റിലേറ്റീവിന് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അയാളെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്ലേസിൽ, ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ അയാളെ കീപ്പ് ചെയ്യണം. അയാൾ ഇൻസൈൻ അല്ല, അയാൾ മെന്റലി റിട്ടാർഡഡ് ആണ്. അപ്പൊ റിട്ടാർഡഡിനെ കീപ്പ് ചെയ്യണം. അങ്ങനെയാണ് അയാൾക്കെതിരായിട്ടുള്ള കേസ് ക്ലോസ് ചെയ്യും, ടെക്നിക്കലി ക്ലോസ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കാലത്തും അത് രണ്ടാമത് ക്യൂർ ചെയ്ത് വരുന്നൊരു സിറ്റുവേഷൻ അല്ല. അല്ലാതെ മറ്റു കേസുകളിൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ് എൻക്വയറി സ്റ്റേജിലോ ഒരാൾ ഇൻസൈൻ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എൻക്വയറി സ്റ്റേജിലാണെങ്കിൽ 328, ട്രയൽ സ്റ്റേജിലാണെങ്കിൽ 329. അതിന്റെ പ്രോസസ്സ് വളരെ ചുരുക്കി പറയാം. DMOന് റെഫർ ചെയ്യും. ഇൻസൈൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ DMOന് റെഫർ ചെയ്യും. അവിടെ മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇയാളുടെ മെന്റൽ കപ്പാസിറ്റിനെ കുറിച്ച് നോക്കും. ആ സമയത്ത് നോക്കുന്നത് ഒഫൻസിന്റെ സമയത്തുള്ള ഇൻകപ്പാസിറ്റി അല്ല, വെദർ ഹി ക്യാൻ ഡിഫെൻഡ് ഹിസ് കേസ്. ഒരു കേസ് ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണം. 1, വക്കീലിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റണം. 2, ചാർജ് ആൻസർ ചെയ്യണം. 3, 313 ആൻസർ ചെയ്യണം. 4, ഡിഫൻസ് എവിഡൻസിന് ഇയാൾക്ക് കൂട്ടി കയറാൻ പറ്റണം. ഈ 4 സിറ്റുവേഷൻസ് അയാൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ നോക്കുന്നത്. അല്ലാതെ ഈ ചാപ്റ്റർ 25 പ്രോസസ്സിൽ നോക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ഒഫൻസ് വെദർ ഹി വാസ് ഇൻസൈൻ എന്നല്ല നോക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് ട്രയലിന്റെ സമയത്ത് ഇയാളുടെ മെന്റൽ കണ്ടീഷനാണ് ചാപ്റ്റർ 25 ഡീൽ ചെയ്യുന്നത്. ചാപ്റ്റർ 25 ഡീൽ ചെയ്യുന്നത് ഇയാൾക്ക് വെദർ ഹി ഈസ് കേപ്പബിൾ ഓഫ് ഡിഫെൻഡിങ് ഹിംസെൽഫ് എന്നാണ്. സെക്ഷൻ 84 കൺസിഡറേഷൻ വരുന്നത് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ഒഫൻസ് വെദർ ഹി വാസ് കേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദ ആക്ട്. ദാറ്റ് ഈസ് ഫോർ ദ കോർട്ട് ടു ഡിസൈഡ്. ആൻഡ് ഇതിൽ ദിസ് ഈസ് ഫോർ ദ മെഡിക്കൽ മാൻ ടു ഡിസൈഡ്. മെഡിക്കൽ ബോർഡിൽ പോയിട്ട് അവരാണ് തീരുമാനിക്കുന്നത് വെദർ ഹി ഈസ് കേപ്പബിൾ ഓഫ് ഡിഫെൻഡിങ്. പക്ഷെ എന്തായാലും വേണമെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ വേറൊരു വ്യൂ എടുക്കാം. അവർ പറയുന്നത് 100% വേണമെന്ന് നിർബന്ധമില്ല. കോടതിക്ക് തോന്നാണ് ഇയാൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാന്ന് തോന്നുകയാണെങ്കിൽ, വളരെ അപൂർവം കേസിൽ വേണമെങ്കിൽ മേ ബി എ കേസ് ഓഫ് ക്ലിയർ കേസ് ഓഫ് മെഡിക്കൽ ഇൻസാനിറ്റി ഫോർ ദ മെഡിക്കൽ മാൻ. That may not be a clear case of insanity, legal insanity for the legal man.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രയൽ പോസിബിൾ ആണ്. പക്ഷെ അതിലൊരു എക്സ്റ്റൻഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റലി റിട്ടാർഡഡ് ആണെന്നുണ്ടെങ്കിൽ കോർട്ട് കനോട്ട് പ്രൊസീഡ് വിത്ത് ദ ട്രയൽ. അതാണ് ഒരു ബുദ്ധിമുട്ട്. മെന്റലി റിട്ടാർഡഡ് ആണെന്നുള്ള ഐക്യു ലെവൽ നോക്കിയിട്ടാണ്. മേ ബി ഒരു 50 താഴെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയും ഈസ് മെന്റലി റിട്ടാർഡഡ് എന്ന് പറയും. മെന്റലി റിട്ടാർഡഡ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ദ കനോട്ട് പ്രൊസീഡ് വിത്ത് ദ ട്രയൽ. അപ്പൊ ആ സമയത്ത് മെന്റൽ റിട്ടാർഡഡ് ഇൻക്യൂറബിൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ഒഫൻസ് ഓൾസോ ഹിസ് മൈൻഡ് വാസ് അൺസൗണ്ട് എന്ന് ഫൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ റിട്ടാർഡേഷന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. റിട്ടാർഡേഷനിൽ ട്രയലിന് യാതൊരു സ്കോപ്പും ഇല്ല. ബാക്കി ഇൻസാനിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇൻസാനിറ്റി ക്യൂർ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ തുടങ്ങാം. ട്രയൽ തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഇൻസൈൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ട്രയൽ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും DMOന് പോയിട്ട് ആ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇത്രയാണ് നമുക്കൊരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് കൺവേ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. കുറച്ച് ലോങ് ചാറ്റ് ആയിരുന്നു. അത് പക്ഷെ ആ ഡിസിഷൻ തന്നെയാണ്. ഞങ്ങളുടെ ഇതിലേക്ക് ഇട്ട ആ ഡിസിഷൻ തന്നെയാണ്. 2013 കുറിച്ചുള്ള കമന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 2013 ജഡ്ജ്മെന്റ്. രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പോ F3 സുരേഷ് പി. ഷമീസാന്റെ കറണ്ട് പോയാ? ഞാൻ കണ്ടു. ഒരു മിനിറ്റ്. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സുരേഷ് സർ ചോദിച്ചോളൂ. റാജു വക്കീലെ, ഞാൻ എന്റെ ഡൗട്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇൻസാനിറ്റിയിൽ വരുമോ, മെന്റൽ ഡിസീസിൽ വരുമോ? കാരണം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് ടു ചൈൽഡ് അവര് സ്ത്രീ കൊന്നുകളയുന്നു കുട്ടിയെ. അത് പക്ഷെ ചില ജഡ്ജിമാര് പറയുന്നത് മെന്റൽ ഇൽനെസ് ആയി കണക്കുകൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്നു കേട്ടു. അതുകൊണ്ടാണ് സാർ ജഡ്ജിമാരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിൽ മെന്റൽ ഇൽനെസ് ഉള്ള വാക്കുന്നില്ല. ഇതിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസാനിറ്റി എന്നോ മെന്റൽ ഇൽനെസ് എന്നുള്ള വാക്ക് സെക്ഷൻ 84 ഇല്ല. അത് 1860 ഇൻസാനിറ്റി എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അത് മെക്കോളെ അത് മനഃപൂർവ്വം അത് ഒഴിവാക്കിയതാണ്. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. അത് ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ആകാം. നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു 6 നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് കേസസിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു സീരിയസ് കേസായിട്ട് ഇതുവരെ തർക്കത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അതിൽ ആ ഒരു റൂൾ വരാത്തത്. ഈവൻ ഹൈപ്പോഗ്ലൂക്കേമിയ, അത് ഷുഗർ കുറഞ്ഞിട്ട് വന്ന കേസിൽ പോലും അയാൾക്ക് ഇത് കൊടുത്തു, അയാൾക്ക് അക്യൂട്ടിൽ കൊടുത്തു ഷുഗർ കുറഞ്ഞ കാരണം. അതുകൊണ്ട് വന്ന അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കൊണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ യാതൊരു സംശയമില്ല. ദാറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അത് കൂടാതെ വേറെ ഉണ്ട് ബാറ്റേഡ് വുമൻ സിൻഡ്രോം, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലെ നല്ലതങ്കാൾ സിൻഡ്രോം എന്ന് പറയും. അതായത് സീരിയസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഡൊമസ്റ്റിക് വയലൻസിൽ പെടുന്ന സ്ത്രീകൾ, വിക്ടിംസ്, ഡൊമസ്റ്റിക് വയലൻസിന്റെ വിക്ടിംസ്, അവർക്ക് ആ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ടോർച്ചർ കൊണ്ട് അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അൺസൗണ്ട് ആവും. ഒരു ഇൻസൈൻ ആണെന്ന് വെച്ചാൽ ഇൻസൈൻ അല്ല. അതാണ് നോൺ ഇൻസൈൻ ഓട്ടോമാറ്റിസം എന്ന് പറയുന്നതാണ്. അവർ മെഡിക്കലി ഇൻസൈൻ ആയിരിക്കില്ല, ക്ലിനിക്കലി ഇൻസൈൻ ആയിരിക്കില്ല. അവർക്ക് മരുന്നുകൾ വേണ്ട. അവരെ ഹസ്ബൻഡിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മതി. ഒരാഴ്ച വീട്ടിൽ പോയെന്നാൽ ശരിയാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അത് ബാറ്റേഡ് വുമൺ സിൻഡ്രോം ആണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതുപോലത്തെ ഒരു അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. അൺസൗണ്ട് മൈൻഡിന്റെ ഒരു സിറ്റുവേഷൻ ആണ് പോസ്റ്റ്മോർട്ടം സിൻഡ്രോം. യാതൊരു സംശയമില്ല അതിൽ. പക്ഷെ അതിൽ സാറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ ഇൻസൈൻ ഓട്ടോമാറ്റിസം ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എവിഡൻസ് വേണം എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു ധാരണ. മെഡിക്കലി പ്രൂവ് ചെയ്യണം, ഡോക്ടർ വന്ന് മൊഴി കൊടുക്കണം. മറ്റേതില് നേച്ചർ ഓഫ് ഇതുകൊണ്ട് പറ്റും, പക്ഷെ ഇതില് ഡോക്ടർ മൊഴി കൊടുക്കുന്നതാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കൊണ്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലാണെന്നുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് മോട്ടീവ് ആണ് നമ്മൾ റേസ് ചെയ്യുന്നത്. ദർ ഇസ് നോ മോട്ടീവ് അറ്റ് ഓൾ. പക്ഷെ ഇപ്പൊ പോവർട്ടി കൊണ്ട് കൊല്ലുകയാണ്, അല്ലെങ്കിൽ അൺവാണ്ടഡ് ബർത്ത് ആണ്, അങ്ങനെയാണെങ്കിൽ പറ്റില്ല. എന്തെങ്കിലും മോട്ടീവ് സജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ പറ്റില്ല. ക്ലിയർ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് മോട്ടീവ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇസ് ടു ബി പ്രൂവ്ഡ് ത്രൂ ക്ലിനിക്കൽ എവിഡൻസ്. മെഡിക്കൽ മാൻ വേണ്ടി വരും. ശ്രീനാഥ് സർ. Advocate Ralph. Hello. Yes, sir. Sir, one doubt. Can insanity be pleaded as an alternative defense? Can you deny the incident, and in case that does not work, can you plead insanity? Yes. 62 Supreme Court 605. Alternate pleas can be taken. 62 Supreme Court 0. Possible. Nanavati, M. Nanavati.
അഡ്വക്കേറ്റ് കിഷോർ. കിഷോർ സൗണ്ട് ഇല്ല. അൺമ്യൂട്ടഡ് ആണ്. ഹലോ. പറഞ്ഞോ. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം മെന്റൽ ഹെൽത്ത് സെക്ഷൻ 2S പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന്. സാർ അപ്പൊ അതിനകത്ത് ഈ മദ്യപിച്ച് ഈ ചിലപ്പം മാനസിക പ്രശ്നമുണ്ട്, അതായത് ഡ്രങ്ക് ആൽക്കഹോളിസം, അപ്പൊ അതിനെ പറ്റിയുള്ള ഡിഫൻസ് അങ്ങനെ ഒരു ഇതിൽ വരാറുണ്ടോ സാർ ഈ ഇൻസാനിറ്റിയില്? സാർ അത് ഇൻസാനിറ്റി അല്ല, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. മൈൻഡ് അൺസൗണ്ട് ആണ്. അതായത് ക്രോണിക് ആൽക്കഹോളിസം കൊണ്ടോ ക്രോണിക് ആയിട്ടുള്ള ഡ്രഗ് അബ്യൂസ് കൊണ്ടോ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇൻസാനിറ്റി അല്ല. മെന്റൽ ഇൽനെസ് വരെ ഇൻസാനിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരെ. ഇൻസാനിറ്റി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട്, അതായത് വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഈ അവര് ഡോക്ടേഴ്സ് കാണുന്നത് വേറൊരു ആംഗിളിലാണ്. അതായത് സൈക്കോപാത്തിക് സോഷ്യൽ ഡിസോർഡർ എന്നുള്ള നിലക്കാണ് അവരതിനെ കാണുന്നത്. അതായത് അവർ ഡേഞ്ചറസ് പേഴ്സൺസ് ആയിരിക്കും. നമ്മൾ സാധാരണ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ ബിഹേവിയറൽ ആൾക്കാരെ അവര് സൈക്കോപാത്സ് എന്നാ പറയുന്നത്. സൈക്കോപാത്സ് സോഷ്യൽ ഡിസോർഡേഴ്സ്. അവർക്ക് സൊസൈറ്റിയിൽ ജീവിക്കാനോ സൊസൈറ്റിയിൽ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ ഇൻസാനിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ള കേസുകളിൽ ഇൻസാനിറ്റി അല്ലത്. അത് ഈ ആൽക്കഹോൾ അബ്യൂസ് കൊണ്ട് സൗണ്ട് മൈൻഡിൽ നിന്ന് അവർ വ്യതിചലിച്ച് പോവുകയാണ്. അവരുടെ മൈൻഡിന്റെ സ്റ്റെബിലിറ്റി പോവുകയാണ്. ഡ്രഗ് അബ്യൂസ് ആകട്ടെ, ഗഞ്ച അബ്യൂസ് ആകട്ടെ, ബാറ്റേർഡ് വുമൺ സിൻഡ്രോം ആകട്ടെ, അതിലെല്ലാത്തിലും അവരുടെ മൈൻഡ് വ്യതിചലിച്ച് പോകുന്നതാണ്. അത് ഒരു മെഡിക്കൽ, അതായത് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഇൻസാനിറ്റി അല്ല. അത് ആൽക്കഹോൾ എന്നുള്ള രക്ഷ കിട്ടിയാൽ മതിയാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഈ അങ്ങനെ ബാറ്റേർഡ് വുമൺ സിൻഡ്രോം ഉള്ള സ്ത്രീകൾ വീട്ടിൽ പോയി നിന്നാലും ശരിയാവും, അല്ല ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറിയെന്നാൽ ശരിയാവും. ആൽക്കഹോൾ അബ്യൂസ് ഉള്ളവര് ആൽക്കഹോൾ കഴിക്കാതിരുന്നാൽ ശരിയാവും, ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയാൽ ശരിയാവും. അതൊന്നും ഇൻസാനിറ്റി അല്ല. ഇൻസാനിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ട, സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വേണ്ട, സൈക്കാട്രിക് മെഡിസിൻസ് ആവശ്യമുള്ളതാണ് ഇൻസാനിറ്റി. ബാക്കിയെല്ലാം അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. Alcoholism also can be taken as a defense. Alcohol abuse. അഡ്വക്കേറ്റ് ബാലഗോപാൽ. സാറേ, ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ സബ്സിക്വന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് വരുമ്പോൾ ഈ പണിഷ്മെന്റിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ലീനിയന്റ് വ്യൂ എല്ലാം കിട്ടാൻ വഴിയുണ്ടോ? അതായത് ഒഫൻസ് നടന്ന സമയത്ത് അല്ലായിരുന്നു, സബ്സിക്വന്റ് ആയിട്ട് ഇൻസാനിറ്റി ഉണ്ടായി, പക്ഷെ ട്രയൽ നടക്കുമ്പോൾ ഇൻസാനിറ്റി ഇല്ല. ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രിവിലേജ് കിട്ടുമോ? ഇല്ല, യാതൊരു പ്രിവിലേജും കിട്ടില്ല. ഒഫൻസിന്റെ പ്രത്യേകിച്ച് ഇപ്പൊ ഒഫൻസിന് രണ്ടു തരത്തിലാകാം. ഒന്ന്, പലപ്പോഴും കൂടുതൽ കൺസിഡർ ചെയ്യാത്ത ഒരു കാര്യം വെച്ചാല് പലപ്പോഴും ഫസ്റ്റ് ബേഴ്സ്റ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്മ കുട്ടിയെ കൊന്ന കേസിൽ അവരുടെ ഫസ്റ്റ് ബേഴ്സ്റ്റ് ഓഫ് ഇൻസാനിറ്റി ആയിരുന്നു. അതിന് മുമ്പ് ഒരിക്കലും അവരൊന്നും ചെയ്തിട്ടില്ല. അന്ന് ഒറ്റ ദിവസം മാത്രം ഉണ്ടായിരുന്നു, അതിനുശേഷം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ മെഡിക്കൽ ഓർഡിനൻസ് വേണമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ ചില കേസുകളിൽ ഇതിന് ശേഷം ഇൻസൈൻ ആവും. ഇപ്പൊ ആ അമ്മ തന്നെ ഒരു പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങോ ട്രീറ്റ്മെന്റോ ഇല്ലായിരുന്നെങ്കിൽ ആ ഒഫൻസിന്റെ ഷോക്ക് കൊണ്ട് വേണമെങ്കിൽ ഇൻസൈൻ ആകാം. സ്വന്തം കുട്ടിയെ കൊല്ലേണ്ടി വന്നു, അല്ലെങ്കിൽ കൊന്നതിനെ ട്രയൽ ഫേസ് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് വേണമെങ്കിൽ ഇൻസാനിറ്റി ആകാം. അങ്ങനെ ഇൻസൈൻ ആണ്, അവർ വീണ്ടും ഡേഞ്ചറസ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 335 CRPC അനുസരിച്ചിട്ട് ഹോസ്പിറ്റൽ ഓർഡർ ആണ് അവർക്ക് കിട്ടുന്നത്, സ്പെഷ്യൽ വേർഡിക്റ്റ് ആണ് കിട്ടുന്നത്, അല്ലാതെ അക്യൂറ്റിൽ അല്ല. അക്യൂറ്റിൽ വിത്ത് സ്പെഷ്യൽ വേർഡിക്റ്റ്. ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും കൊണ്ടുപോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ അസൈലത്തിൽ കീപ്പ് ചെയ്യും. സബ്സിക്വന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു ബെനിഫിറ്റും കിട്ടില്ല. ആയിക്കോട്ടെ, കിട്ടുന്ന ബെനിഫിറ്റ് ഇതാണ്, സർക്കാരിന്റെ ചെലവിൽ ട്രീറ്റ്മെന്റ് കിട്ടും. പ്രത്യേകിച്ച് വീട്ടിൽ നോക്കാൻ ആളില്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, വീട്ടുകാർക്ക് വേണ്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അതെല്ലാം സർക്കാരിന്റെ ചെലവിൽ 335 പ്രോസസ്സിൽ അവർക്ക് ബെനിഫിറ്റ്, അതൊരു ബെനിഫിറ്റ് ആണെന്ന് പറയാം, അല്ലാതെ യാതൊരു ചില സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇൻസൈൻ ആൾക്കാരെ ഡേഞ്ചർ സ്റ്റാറ്റിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്, ഡേഞ്ചർ സ്റ്റാറ്റിലാണ്. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ എന്നാണ്. ഗുഡ് ഈവനിങ് സർ. എനിക്ക് ഒരു ഡിഫൻസിൽ ഈ സെക്ഷൻ 84 എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ പോർഷനിൽ ഒരു ചെറിയ ഡൗട്ടാണ്. നമ്മൾ ഇൻ കേസ് ഒരു പ്രോസിക്യൂഷൻ മെൻസ്രിയ മോട്ടീവ് ഒക്കെ തന്നെ പ്രൂവ് ചെയ്യാൻ കറക്റ്റ് എവിഡൻസ് ഉണ്ട്, ആക്ടസ് റിയസിലേക്ക് എത്തുന്ന സമയത്ത് പ്രസൻസ് ഓഫ് ദി അക്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസിക്യൂഷൻ കേസിൽ ലാക്ക് ഓഫ് എവിഡൻസ് ഉണ്ടെന്ന് വെക്കുക. ആ കേസിൽ അക്യൂസ്ഡ് ടുക്ക് ദ പ്ലീ ഓഫ് ഇൻസാനിറ്റി. അങ്ങനെ വരുന്ന സമയത്ത് സാർ പറഞ്ഞു ഓൾട്ടർനേറ്റീവ് 62 സുപ്രീം കോർട്ടിൽ ഓൾട്ടർനേറ്റീവ് ഡിഫൻസ് സ്കാൻ അത് എടുക്കാമെന്ന് പറഞ്ഞു. അതേസമയത്ത് ഈ ഓൾട്ടർനേറ്റീവ് ഡിഫൻസ് ആയിട്ട് തന്നെ ഇൻസാനിറ്റി പ്ലീ ചെയ്യുന്ന സമയത്ത് ആക്ടസ് റിയസും മെൻസ്രിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല, ആക്ടസ് റിയസ് ആണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് സാർ പറഞ്ഞു.
ഈ ആക്ടസ് റിയസ് അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ ബിയോണ്ട് ദ പെർപെൻഡറൻസ് ഓഫ് പ്രോബബിലിറ്റീസ് അത്ര പോലും അക്യൂസിന് അതിലൊരു എവിഡൻസ് കൊടുക്കാനോ അത് പ്രൂവ് ചെയ്യാനോ പറ്റിയില്ലെങ്കിൽ പാർഷ്യലി ഹി അഡ്മിറ്റിംഗ് ദ ആക്ട്, അങ്ങനെ വരുന്ന സമയത്ത് അത് അക്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരില്ലേ എന്നുള്ളൊരു ആ ഒരു പോയിന്റിലാണ് ഒരു സംശയമുള്ളത്. സംശയം വരും. പ്രൈവറ്റ് ഡിഫൻസ് എങ്ങനെ എടുക്കും? പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് എടുക്കുവാണ്. ആ എടുക്കുന്ന സമയത്ത് പ്രൈവറ്റ് ഡിഫൻസ് എടുക്കുമ്പോൾ അങ്ങനെയല്ലേ, നമ്മള് ആക്ടസ് റിയസ് അഡ്മിറ്റ് ചെയ്യല്ലേ? അതെ, ആക്ടസ് റിയസ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, മെന്റലി അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് സാർ പറഞ്ഞു. ഈ ആക്ടസ് റിയസ് അഡ്മിറ്റ് ചെയ്തിട്ട് അക്യൂസ് ഫെയിൽ ടു പ്രൂവ് ദാറ്റ്, അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ടിലേക്ക് അക്യൂസിന്റെ തന്നെ ഒരു മെന്റൽ സ്റ്റേജ് കൊണ്ട് തന്നെ അത് കോടതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ അത് ഒരു അക്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കല്ലേ പോകുന്നത് എന്നൊരു ഡൗട്ട്. അതെ, സംശയമില്ല, അക്യൂസിന് അഗെയിൻസ്റ്റ് ആയിരിക്കും, സംശയമില്ല. അത് പ്രൈവറ്റ് ഡിഫൻസ് എടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. പ്രൈവറ്റ് ഡിഫൻസ് എടുക്കണം, ആക്ടസ് റിയസ് അഡ്മിറ്റ് ചെയ്തിട്ടാണ് പ്രൈവറ്റ് ഡിഫൻസ് എടുക്കുന്നത്. പ്രൈവറ്റ് ഡിഫൻസിന് ഇൻവേരിയബിളി ആക്ടസ് റിയസ് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. ദർ വാസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഐ ഫിയർഡ് ഡെത്ത് അല്ലെങ്കിൽ ഹർട്ട്, സോ ഐ റിറ്റാലിയേറ്റഡ്. അതാണ് പ്രൈവറ്റ് ഡിഫൻസ്. സോ ആ സിറ്റുവേഷൻ ഹി ഹാസ് ടു അഡ്മിറ്റ്, ഹി ഹാസ് ടു കൺസീഡ്. വിത്തൗട്ട് കൺസീഡിങ് ഹി കനോട്ട്. അഡ്വക്കേറ്റ് എം ആർ അജിത് കുമാർ സർ. ഗുഡ് ഈവനിങ് സർ. പറഞ്ഞോളൂ സർ. സർ, ഈ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പേരിൽ ചില കൊലപാതകങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതായത് ചില ആളുകൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ഡിഫൻസ് എടുക്കാൻ പറ്റും. കാരണം ആരെങ്കിലും പറഞ്ഞ് അവരെ മാനസികമായിട്ട് വിശ്വസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പല കൊലപാതകങ്ങളൊക്കെ. പൊതുവെ ബുദ്ധിമുട്ടാണ് സാറേ. അത് ആ ഒരു 2-3 ടൈപ്പ് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് നോൺ ഡിഫൻസുകളാണ്. ഒന്ന് ഇത്തരമുള്ള സിറ്റുവേഷൻസ്, പിന്നെ 2 സാത്താൻ. ഇപ്പൊ മറ്റൊരു നമ്മളൊരു സെക്ടറിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അതിന്റെ ഓപ്പോസിറ്റ് സെക്ടറുകാർ, അവരെല്ലാം സാത്താൻസ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ കൊല്ലാം. അങ്ങനെ ഡിഫൻസുകൾ പോസിബിൾ അല്ല. 2 എക്സ്ട്രീം ഇൻക്ലേഷൻ ടു സെക്സ്, അതായത് സെക്ഷൽ ഒഫൻസുകളിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ ഈ സെക്ഷൽ മാനിയാക്സ് ഉണ്ട്, അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇൻ എ വേ ദേ ആർ ഓൾസോ ഇൻസെയിൻ. അവർക്ക് ആ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്ര കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ അറ്റാക്ക് ചെയ്യും, സെക്ഷലി അസോൾട്ട് ചെയ്യും. അതെല്ലാം ഇൻ എ വേ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില അപൂർവം സിറ്റുവേഷനിൽ അത് സമ്മതിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയാം. ഇപ്പൊ റിലീജിയസ് ബേസിലാണെങ്കിലും സാത്താൻ സേവക്കാരാണെന്ന് വിചാരിക്കുക, മറ്റവരെല്ലാവരും സാത്താന്മാരാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം സാത്താനെ കൊല്ലുകയാണ്. ഇയാൾക്കറിയാം എനിക്കൊരു സെക്ഷൽ ഡിസയർ ഉണ്ട്, ആ ഡിസയർ സാറ്റിസ്ഫൈ ആയിട്ടാണ് ഞാൻ ആ സ്ത്രീയെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നേച്ചർ ഓഫ് ഒഫൻസ് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ആണ്. ഒരു ചോദ്യം ഉള്ളിൽ കിടക്കുന്നുണ്ട്, അത് എന്റെ കൂടെ തന്നെ ആൻസർ ചെയ്തേക്കാം. അല്ല, അപ്പൊ ഒരു സാറേ ഇതിന്റെ കൂടെ പറഞ്ഞേക്കാം. ഒരു ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് തിയറി എവർ ബീൻ ഡിഫൻസ് ഇൻ ഇന്ത്യൻ ലോ ഇസ് ഇൻ എ നോൺ ഇൻസൈൻ ഓട്ടോമേഷൻ. ഇപ്പൊ സാറ് ചോദിച്ചതിന്റെ ആൻസർ ഇതിന്റെ തന്നെ ഉണ്ട്. നോൺ ഇൻസൈൻ ഓട്ടോമേഷൻ ആണത്. അതായത് ഇപ്പൊ സ്ത്രീയെ കാണുന്നത് സെക്ഷൽ ഡിസയർ കൂടുതലുള്ള അൺകൺട്രോളബിൾ സെക്ഷൽ ഡിസയറുള്ള ആളാണ്. അയാളെ സംബന്ധിച്ച് ആ സമയത്ത് നോൺ ഇൻസൈൻ ഓട്ടോമേഷൻ ആണ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്ടറിലുള്ള ആൾക്കാരെ കാണുമ്പോൾ, വേറെ റിലീജിയസ് ഇതിൽ കാണുന്ന ആൾക്കാർ, അതെല്ലാം ഇറസിസ്റ്റബിൾ ആണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻസ് ഇന്ത്യൻ ലോയിൽ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. Mr. C.O. Rajan is raising hand. Manuelaid. Mr. C.O. Rajan, Advocate C.O. Rajan. പറഞ്ഞോളൂ. സാറേ, എൻ്റെ കയ്യിലുള്ള ഒരു കേസിനകത്ത് ഹി വാസ് അണ്ടർഗോയിങ് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ്സ്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറി 451, 341, 354, ഫയൽ 1 of 376 ചാർജ് വെച്ചിട്ട് പോലീസ് കേസ് കൊടുത്തിരിക്കുകയാണ്. Now he has started his treatments. Now the question is whether this unsoundness of minds can be taken as a defense in the trial. That's my question. He was already under treatment alle. Acha, we are not the police has not we are not produced any medical certificates, and police has not collected any certificates. Adu പക്ഷേ treatment നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. And we are not stated before the police that he is psychiatric patient. ട്രയലിന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. Yes. അതാണ് ലേറ്റസ്റ്റ് കേരള ഡിസിഷനിൽ പറഞ്ഞതാണ്. 2020 കേരള തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ ഡിസിഷനിലാണ് പറഞ്ഞത്. അതിൽ പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്തില്ല. സബ്സിക്വന്റ് ആയിട്ട് ആ റെക്കോർഡ്സ് വിളിച്ചു വരുത്തി, എന്നിട്ട് അതിന്റെ ബെനിഫിറ്റ് ആൾക്ക് കൊടുത്തു.
അത് പോസിബിൾ ആണ്, ഡിഫൻസിനും പോസിബിൾ ആണ്. താങ്ക് യു. ഷാബു. Sir, thank you. If the missing person happens to be a psychiatric person, what will be the result, sir? Missing person? Yes, if FIR can be registered against that person, or whether if FIR is registered, whether an action can be taken against the police officer? Register ചെയ്തില്ലെങ്കിലാ? Register ചെയ്താൽ missing person happens to be a psychiatric patient and he is under drugs and it is not mandatory for him to be registered FIR, then what is its scope, sir? അല്ലല്ല, ഇൻസൈൻ ആണെന്നുണ്ടെങ്കിലും he has to register. ഇപ്പൊ കേരള പോലീസ് ആക്ടിൽ സെക്ഷൻ 57 അനുസരിച്ചിട്ട് he has to register man missing. Then after that he is to be produced before court. അതെ, Allah, he is to as like that of normal. അതെ, യാതൊരു സംശയമില്ല. പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ എന്നിട്ട് അയാൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ കോടതി തന്നെ അത് കെയർ എടുക്കണം. അഡ്വക്കേറ്റ് ലീന കൃഷ്ണൻ. സർ, സൈമൾട്ടേനിയസ് ആയിട്ട് ഒരാൾ ഒറ്റ ദിവസം 5 പേരെ കൊല്ലുന്നു. He was produced before the magistrate. He didn't try to run away from the scene. അപ്പോ അതോടുകൂടി ഹാജരാക്കിയ മെഡിക്കൽ റിപ്പോർട്ടിൽ, അതായത് അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുവരുമ്പോൾ ഹാജരാക്കിയ മെഡിക്കൽ എക്സാമിനേഷനിൽ ഹീസ് ഫിസിക്കലി ഫിറ്റ് എന്ന് പറയുന്നുണ്ട്, ബട്ട് നോട്ട് സ്റ്റേറ്റഡ് മെന്റലി ഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ആ മെഡിക്കൽ എക്സാമിനേഷൻ, ആ മെഡിക്കൽ റിപ്പോർട്ടിന് എന്തെങ്കിലും വാലിഡിറ്റി, അല്ലെങ്കിൽ ആ ഡോക്ടറെ എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു കേസ് ട്രയൽ നടക്കും? ഇല്ല മാഡം, അത് 53 അനുസരിച്ച് 53 CRPC അനുസരിച്ചുള്ള മെഡിക്കൽ ചെക്കപ്പ് മാത്രമാണ്. അത് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമേ നോക്കുന്നുള്ളൂ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ്. അത് മെന്റൽ കണ്ടീഷനായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല, മജിസ്ട്രേറ്റ് എഴുതുന്നുണ്ട് he founds to be physically and mentally fit. On what ground can he state like that? അതുപോലെ 5 പേരെ കൊന്നതാണ് without any motive. അങ്ങനെ മജിസ്ട്രേറ്റ് got some duty to look into this. ഡ്യൂട്ടി ഉണ്ടെന്നുള്ളതാണ് ലേറ്റസ്റ്റ് ഡിസിഷനിൽ പറയുന്നത്. പക്ഷെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫോർ ദ മജിസ്ട്രേറ്റ് ടു ഡയറക്ട് ദ പോലീസ് ഓഫീസർ. പക്ഷെ 5 പേരെ കൊന്നുള്ളത് മാത്രം മോട്ടീവ് ഇല്ലാന്ന് 2 തരത്തിലാകാം. ഒന്ന് മോട്ടീവ് ഇല്ലാന്നാകാം, അല്ലെങ്കിൽ മോട്ടീവ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നാകാം. ഇയാൾ പുറത്ത് പറയാത്ത മോട്ടീവ് ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഡിഫിക്കൽട്ട് ആണ്. മോട്ടീവ് ഇല്ലാന്നാണോ, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് മോട്ടീവ് ആകാം, ആബ്സെൻസ് ഓഫ് പ്രൂഫ് ഓഫ് മോട്ടീവ് ആകാം. Absence of motive can be an indication of insanity. പക്ഷെ absence of proof of motive എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. മോട്ടീവ് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് ആബ്സെൻസ് ഓഫ് മോട്ടീവ് അല്ല, ആബ്സെൻസ് ഓഫ് പ്രൂഫ് ഓഫ് മോട്ടീവ് ആണ്. അത് ഒഫൻസ് ആണ്. ആബ്സെൻസ് ഓഫ് മോട്ടീവ് ആണെങ്കിൽ ദാറ്റ് ഇസ് എൻ ഇൻഡിക്കേഷൻ ടു ക്രൈം. 5 പേരെ കൊന്നു എന്നുള്ളത് അത് മാത്രമേ ഇത് എടുക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ഡോസ്റ്റോവ്സ്കിയും ഡെലേറിയം എന്ന് പറയുന്നത്. ക്രൈം ആൻഡ് പണിഷ്മെന്റ് വായിച്ചോ? ക്രൈം ആൻഡ് പണിഷ്മെന്റ് അതിലാണ് ഡോസ്റ്റോവ്സ്കിയും ഡെലേറിയം. That could be a case of Dostoevsky delirium, need not be a case of insanity. എല്ലാ ക്രിമിനൽസിനും അവരവരുടെ ഡോസ്റ്റോവ്സ്കി പറയുന്ന തിയറി അതാണ്. എല്ലാ ക്രിമിനൽസിനും അവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ അദ്ദേഹം റസ്കോൾനിക്കോവ് എന്ന ലോ സ്റ്റുഡന്റ് ആണ് അതിലെ മെയിൻ കഥാപാത്രം. അയാളുടെ സ്വന്തം ഡിഫൻസ്, അയാളുടെ തന്നെ സ്വന്തം മനസ്സ് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണ്, നെപ്പോളിയന് യാതൊരു കാരണമില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാമെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരെ കൊന്നാൽ എന്താണ്, ഒരു പോൺ ഷോപ്പിലെ ബ്രോക്കറിനെ കൊല്ലുകയാണ്. അപ്പൊ അത്തരത്തിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാകും. അതിൽ 2 പേരെ കൊല്ലുന്നതാണ്. അതാണ് ഡോസ്റ്റോവ്സ്കിയൻ ഡെലീറിയം എന്ന് പറയുന്നത്. സോ ഇറ്റ് കുഡ് ബി എ കേസ് ഓഫ് ഡോസ്റ്റോവ്സ്കിയൻ ഡെലീറിയം, നീഡ് നോട്ട് ബി എ കേസ് ഓഫ് ഇൻസാനിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഫൈൻഡിങ്ങിൽ തെറ്റ് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഇയാളുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിറ്റ് ആയിരിക്കാം. കുഡ് ബി എ കേസ് ഓഫ് ഡെലീറിയം. ഡെലീറിയം ഇസ് ഡിഫറെന്റ് ഫ്രം ഇൻസാനിറ്റി. മജിസ്ട്രേറ്റിന് ഒരു കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് he should put some questions to the accused. അതുകൊണ്ടായി ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും എഴുതണം. അല്ല, അത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ്, പോലീസിനെതിരെ കംപ്ലൈന്റ് ഉണ്ടോ, 1-2 കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. ചോദിച്ചിട്ട് അതിൽ ഇഫ് അവരുടെ 2 പേരുടെ മദർ ടങ് വ്യത്യാസമാണെങ്കിൽ മജിസ്ട്രേറ്റിന് ആ ലാംഗ്വേജ് ചോദിച്ചു എന്ന് എഴുതേണ്ട ആവശ്യമുണ്ട്. എഴുതണം എന്നൊരിടത്തും പറയുന്നില്ല. ഈ പോലീസ് കസ്റ്റഡിയെ കുറിച്ച് തർക്കമുണ്ട്, പോലീസ് നിങ്ങളെ ഉപദ്രവിച്ചോ, ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, അതിപ്പം അയാൾക്ക് മനസ്സിലാവണ്ടേ? മനസ്സിലാവണം. അതിന് റാഷണൽ ആയിട്ടുള്ള ആൻസേഴ്സ് പറയണം. 180 പറയുന്നത്രേ ഉള്ളൂ.
റാഷണൽ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മജിസ്ട്രേറ്റ് ഒരു ഇന്റർപ്രറ്ററെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കോടതിയുടെ ഓർഡർ ഷീറ്റിൽ എഴുതണം. ഇന്റർപ്രറ്ററെ സൈൻ ചെയ്യണം. അപ്പൊ ഇന്റർപ്രറ്ററെ ഞാനിപ്പോ ചോദിക്കുന്നത് എന്റെ കയ്യിലുള്ള ഒരു കേസ് വെച്ചിട്ടാ സാർ, മറ്റൊന്നും വിചാരിക്കില്ല. അപ്പൊ എനിക്കത് ഇൻ ഡീറ്റെയിൽസ് പോയപ്പോ മജിസ്ട്രേറ്റിന്റെ മൊഴി വരെ എടുത്തു നോക്കേണ്ടി വന്നു. കാരണം അപ്പോ അതിനകത്ത് ഹി ഫൗണ്ട്സ് ടു ബി ഫിറ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു. എപ്പോഴും ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു ടോട്ടൽ ഇൻസൈഡിന്റെ കേസ് പറഞ്ഞല്ലോ, അതില് അയാൾക്ക് ഡാമേജ് സൂട്ട് ഉണ്ടായിരുന്നു. ഡാമേജ് സൂട്ടിൽ ഇയാൾ അന്ന് ജയിലിലാണ്, ഇയാൾ കൺവിക്റ്റഡ് ജയിലിൽ കിടക്കാണ്. ആ സമയത്ത് സബ് കോടതിയിലായിരുന്നു സൂട്ട്. അതിൽ ജഡ്ജ് ഇയാൾ ജയിലിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ജഡ്ജ് ഫൈൻഡ് ചെയ്തു ഇയാള് സെയിൻ ആണ് എന്ന് ഫൈൻഡ് ചെയ്തു. ഡാമേജ് സൂട്ട് ഇയാൾക്കെതിരെ വിധിക്കുകയും ചെയ്തു. അതിൽ ജഡ്ജ് ചോദിച്ചതാണ്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛനും അമ്മയുണ്ട്, വേറെ ആരൊക്കെയുണ്ട്, സിബ്ലിങ്സ് ആരൊക്കെയുണ്ട്? എനിക്ക് 4 സിസ്റ്റേഴ്സും 3 ബ്രദേഴ്സും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരെല്ലാം കല്യാണം കഴിച്ച് മാറി വേറെ സ്ഥലത്ത് താമസിക്കുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ജഡ്ജ് ഫൗണ്ട് ദാറ്റ് പേഴ്സൺ ഇസ് സെയിം, കുഴപ്പമൊന്നുമില്ല എന്ന് എഴുതി. പക്ഷെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് 2 ബ്രദേഴ്സേ ഉള്ളൂ. ഈ 4 സിസ്റ്റേഴ്സും 1 ബ്രദറും പേരൻസും ഇയാളുടെ ഡെലൂഷൻസ് ആണ്. അപ്പൊ ഹി വാസ് ഗിവിംഗ് റാഷണൽ ആൻസേഴ്സ്. റാഷണൽ ആണ്, ആൻസേഴ്സ് വർ റാഷണൽ, ബട്ട് there is absolutely no truth in it. അപ്പൊ അതുകൊണ്ടാണ് ഈ നോൺ ട്രെയിൻഡ് ആൾക്കാർ ചോദിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടതാണ്. ക്വസ്റ്റ്യൻസ് റാഷണൽ ആയിരുന്നു, ആൻസേഴ്സ് റാഷണൽ ആണ്. ലീന ഏത് നാട്ടുകാരിയാണ്? ഒരു നാട് പറയുന്നു, ആ നാട് ശരിയാണെന്നുണ്ടെങ്കിൽ റാഷണൽ ആണ്, അത് തെറ്റാണെന്നാണെങ്കിൽ എന്താ കുഴപ്പമുണ്ട്? സർ, അതായത് ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെ രാത്രി മിഡ് നൈറ്റിൽ കൊന്നു. അപ്പൊ ഈ പോലീസിന് സംശയം തോന്നിയിട്ട് അപ്പൊ തന്നെ ഇയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അപ്പൊ ഡോക്ടർ എക്സാമിൻ ചെയ്തപ്പോ ഒരു മെന്റലി ഫിറ്റ് ആണ് ഇയാള് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നു. ഈ സർട്ടിഫിക്കറ്റ് ഈ പോലീസുകാരൻ ചാർജ് ഷീറ്റിന്റെ ഒപ്പം വെക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രതിക്ക് ഡിഫൻസ് എടുക്കാൻ പറ്റുമോ? ഈ മെന്റലി ഇൻസെയിൻ ആണ് എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു അൺസൗണ്ട്നെസിന്റെ ഡിഫൻസ് എടുക്കാൻ പറ്റുമോ? ഡിഫൻസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇൻസാനിറ്റി ഡോക്ടർ ഫൈൻഡ് ചെയ്യുന്ന ഇൻസാനിറ്റി വേറെ, കോടതി ഫൈൻഡ് ചെയ്യുന്ന അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് വേറെ. നിങ്ങൾ തമ്മിൽ കൂട്ടിക്കുഴക്കരുത് ഒരിക്കലും. ഇൻസാനിറ്റിയും അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. രണ്ട് കൺസെപ്റ്റുകളാണ്. കോടതി ഫൈൻഡ് ചെയ്യുന്നത് വെദർ ഹിസ് മൈൻഡ് വാസ് സൗണ്ട് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ഒഫൻസ് ആണ്. അതിനുശേഷം റിമാൻഡ് ചെയ്യുമ്പോഴോ ജയിലിൽ കൊണ്ടുപോകുമ്പോഴോ ഹി മേ ബി സൗണ്ട്. അതിനു മുമ്പ് ചിലപ്പോൾ ഒരു ഡെലൂഷനിൽ ചെയ്തായിരിക്കും, ഡെലിറിയത്തിൽ ചെയ്തായിരിക്കും. That is nothing to do with the insanity. Medical insanity is entirely different from legal insanity. കോടതി നോക്കുന്നത് ലീഗൽ ഇൻസാനിറ്റി ആണ്, മെഡിക്കൽ ഇൻസാനിറ്റി അല്ല. അപ്പൊ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലെ യു ക്യാൻ ടേക്ക് അപ്പ് ദ കണ്ടീഷൻ ഓഫ് ഇൻസാനിറ്റി, നോ ഡൗട്ട്. ഇൻസാനിറ്റി അല്ല, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. യു നീഡ് നോട്ട് ബി മെഡിക്കലി ഇൻസാനിറ്റി. ഓക്കേ, താങ്ക് യു സർ. ആരും സ്വന്തം കേസ് ചോദിക്കല്ലേ കേട്ടോ, പ്രത്യേകിച്ച് ട്രയൽ ചെയ്യുന്ന കേസ് ചോദിക്കല്ലേ. അഡ്വക്കേറ്റ് വേണുഗോപാൽ സർ. സാർ, സാർ നമസ്കാരം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മള് ഈ സൈക്കോപതിക് സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ എക്സസൈസ് ആൾക്കാർ നമ്മള് സാറ് പറഞ്ഞല്ലോ, അതില് എനിക്ക് സംശയം 85-ല് റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് എഗൻസ്റ്റ് വിൽ, അതായത് ആൽക്കഹോൾ അഡ്മിനിസ്ട്രേഡ് എഗൻസ്റ്റ് ഹിസ് വിൽ ആൻഡ് വോളിഷൻ, അത് 84-85 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, 85-ല് 84-ല് വരുന്നത് അയാളുടെ ഡിഫക്റ്റ് ഓഫ് മൈൻഡ് ആണ്. മറ്റേതില് ഡിഫക്റ്റ് ഓഫ് മൈൻഡ് കോസ് ബൈ ഇൻടോക്സിക്കേഷൻ. ഒരെണ്ണത്തിലൊരു അസുഖമാണ്, മറ്റേതില് ഒരു എക്സ്റ്റേണൽ, ഒരെണ്ണം ഇന്റേണൽ ആണ്, ഒരെണ്ണം എക്സ്റ്റേണൽ ആണ്. ഡിഫക്റ്റ് ഓഫ് മൈൻഡ്, റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഇന്റേണൽ ഡിഫക്റ്റ് ആണ്. ആൽക്കഹോൾ കൊണ്ടുണ്ടാകുന്നത് എക്സ്റ്റേണൽ ആക്ട് കൊണ്ടുണ്ടാകുന്നതാണ്. അവർ രണ്ടുപേരും ട്രീറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ്. ചൈൽഡ് അണ്ടർ സെക്ഷൻ 82-ല് വരുന്ന ചൈൽഡിനെ പോലെ തന്നെയാണ് ഇവർ രണ്ടുപേരും ട്രീറ്റ് ചെയ്യുന്നത്. 82, 84, 85 അതിൽ 3 പേരുടെയും ഏതാണ്ട് സെയിം ഇതായിട്ടാണ് മെന്റൽ സിറ്റുവേഷൻ കവർ ചെയ്യുന്നത്. എക്സെപ്റ്റ് 86 ഡിഫറെന്റ് ആണ്. വോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റി ആണ്, പണിഷ്മെന്റ് കുറയുന്നു മാത്രമേ ഉള്ളൂ. ഇതില് അല്ലെങ്കിൽ ഇതില് എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടാണ് മെന്റൽ ഫാക്കൽറ്റി പോകുന്നത്. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അയാളുടെ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആണ്, മൈൻഡിന്റെ ഡിഫക്റ്റ് ആണ്. മറ്റേത് എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ട് ഡിഫക്റ്റീവ് മൈൻഡ് ആകുന്നതാണ്. അതൊരു ഇംഗ്ലീഷ് കേസിൽ ഈ കാറിന്റെ എക്സോസ്റ്റിന്ന് ലീക്ക് ഉണ്ടായിട്ട്
കാറിനകത്ത് മുഴുവൻ പുക കയറി, എക്സോസ്റ്റിൽ നിന്ന് പുക കയറി. CO3 കാർബൺ മോണോക്സൈഡിന്റെ ഇൻടോക്സിക്കേഷൻ കൊണ്ട് ഇയാൾക്ക് ഡെറിയേറിയ ഉണ്ടായി, ഇയാൾ ഒരു വലിയൊരു മേജർ ആക്സിഡന്റ് കോസ് ചെയ്തു. അപ്പൊ അതില് സെൽഫ് ഇൻടോക്സിക്കേഷൻ അല്ല, ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇയാളെ പിടിക്കുന്ന സമയത്ത് അറസ്റ്റ് സംഭവം നടന്ന ഉടനെ ഇവർ വിചാരിച്ചത് ഇയാള് ഇൻടോക്സിക്കേറ്റഡ് ആണ്, ആൽക്കഹോളിക് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അതായിരുന്നില്ല സിറ്റുവേഷൻ. CO3 ഇൻടോക്സിക്കേഷൻ ആയിരുന്നു, കാർബൺ മോണോക്സൈഡ് ഇൻടോക്സിക്കേഷൻ ആയിരുന്നു. അപ്പൊ അതാണ് എക്സ്റ്റേണൽ ഫാക്ടർ. ഒരെണ്ണം എക്സ്റ്റേണൽ ഫാക്ടർ ആണ്, ഒരെണ്ണം ഇന്റേണൽ ഫാക്ടർ ആണ്. ഡിഫക്റ്റ് ഓഫ് ദ ബ്രെയിൻ ആണ്, ഡിഫക്റ്റ് ഓഫ് ദ മൈൻഡ് ആണ്. മറ്റേത് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ട് ഡിഫക്റ്റീവ് ആകുന്നതാണ്. Good evening, sir. Good evening, sir. Yes, sir. Accused has to prove. അതാണല്ലോ തിയറി. അപ്പോ if there is no document to prove that he is under the treatment of a medical treatment, how can he prove the innocence? ആക്ടസ് റേസ് ചെയ്യുന്നു, സബ്സിക്വന്റ് കോണ്ടാക്ട് കൊണ്ട് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വേറെ നടത്തിയ ഒരു കേസ് കൂടി പറയാം, അപ്പൊ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. അതില് അയാൾ കൊന്നെന്ന് പറയുന്നത് അയാളുടെ സ്വന്തം അമ്മയാണ്. അമ്മേനോട് യാതൊരു വിരോധമില്ല, മോട്ടീവ് ഒന്നും അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, അലിഗേഷനും ഇല്ല. അമ്മയെ തേങ്ങ കൊണ്ട് ഇടിച്ചു കൊന്നു, തേങ്ങ കൊണ്ട് ഇടിച്ച് റിപ്സ് മുഴുവൻ. അമ്മ ഒരു വളരെ ലീനായിട്ടുള്ളൊരു സ്ത്രീയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോൾ 45 കിലോ വെയിറ്റിൽ ചെറിയ സ്ത്രീയാണ്. അവർ തേങ്ങ കൊണ്ട് ഇടിച്ച് റിപ്സ് മുഴുവനും ഡാമേജ് ആക്കി അങ്ങനെ കൊന്നു. കൊന്നതിന് ശേഷം അവര് ചാക്കിൽ കെട്ടിയിട്ട് ആടിന്റെ തൊഴുത്തിൽ കൊണ്ടുവച്ചു. അപ്പോഴും കാലുകളൊക്കെ പുറത്തു നിൽക്കുകയാണ്. അങ്ങനെയാണ് നെയ്ബേഴ്സ് ഈ ബോഡി കാണുന്നത്. അങ്ങനെയാണ്. അതിനുശേഷം ഇയാൾ സ്വന്തം റൂമിൽ കയറിയിട്ട് വീട്ടിൽ കയറിയിട്ട് വാതിലും ജനലെല്ലാം അടച്ചതിന് ശേഷം വീട് മുഴുവനും കറണ്ട് കൊടുത്തു, ഇലക്ട്രിക് കറണ്ട് കൊടുത്തു. ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കാത്തിരിക്കുകയാണ്. നാട്ടുകാരെ വന്ന് ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ പുറത്തിറങ്ങില്ല, പുറത്തിറങ്ങിയാൽ നിങ്ങളെല്ലാം കൊല്ലും, അതുകൊണ്ട് പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ ഇയാൾ വെന്റിലേറ്ററിന്റെ അകത്തോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അതിൽ മെഡിക്കൽ റെക്കോർഡൊന്നും ഇല്ല. ഇയാൾ ട്രയൽ കോർട്ട് കൺവിക്റ്റും ചെയ്തു. കൺവിക്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇയാൾ NIRI ആയിരുന്നു. ഇയാൾ വന്നിട്ട് ഇയാളെ ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇയാൾ ബാങ്കിൽ പോകുന്നുണ്ട്, ഇയാൾ ഡെയിലി റൊട്ടീൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഫൈൻഡിൽ കൺവിക്ട് ചെയ്തു. പക്ഷെ അപ്പീൽ വന്നപ്പോൾ അക്വിറ്റ് ചെയ്തു. എന്നുവെച്ചാൽ ഇയാളുടെ സബ്സിക്വന്റ് കോണ്ടാക്ട് കൊണ്ടും ഇയാളുടെ ദ മാനർ ഇൻ വിച്ച് ഹി കിൽ ദ മദർ ആൻഡ് ദ ആബ്സെൻസ് ഓഫ് മോട്ടീവ്, ഇത് അതിന്റെ കോമ്പിനേഷൻ കൊണ്ട് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ഒഫൻസ് ഹി വാസ് നോട്ട് ഇൻ ഹിസ് പ്രോപ്പർ മൈൻഡ് എന്നുള്ളത് സോ അപ്പാരന്റ്. അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അതിലൊന്നും മെഡിക്കൽ എവിഡൻസ് ഉണ്ടായിരുന്നില്ല. ആ സിറ്റുവേഷൻ കൊണ്ട് കാണാൻ പറ്റും. ആബ്സെൻസ് ഓഫ് മോട്ടീവ് ആണ് ഒരു പ്രധാന ഗ്രൗണ്ട്. അതാണ് ആബ്സെൻസ് ഓഫ് മോട്ടീവ്. അഡ്വക്കേറ്റ് രാജശ്രീ അൺമ്യൂട്ട് ചെയ്തോളൂ അവിടെ. കേക്കോ? ഓക്കെ. ഹലോ, എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ മർഡർ ചെയ്യുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ പുള്ളി അൺസൗണ്ടഡ് അല്ല, പക്ഷെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അൺസൗണ്ടഡ്നെസ് എങ്ങനെ അഭിനയിക്കാം എന്ന് നല്ലപോലെ അറിയാന്നുള്ള ഒരാള് അത് അൺസൗണ്ടഡ് ആയിട്ട് അഭിനയിച്ച് ചെയ്യുന്ന ഒരു മർഡർ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ച അയാൾക്ക് മോട്ടീവ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് വളരെ പ്രീപ്ലാൻഡ് ആയിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടി ആയിരിക്കും. അങ്ങനെ ചെയ്തൊരു കേസ് കൂടെ എറണാകുളത്ത് ഉണ്ടായി. അതിൽ അങ്ങനെ പ്രതി അത് അക്യൂട്ടിൽ മെഡിക്കാൻ ചെയ്തു. ഏതാണ്ട് നമ്മുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. അത് അക്യൂട്ടിലും കിട്ടിയ അവസാനം. അതിൽ പ്രൊഫഷണലി അപ്പം നമ്മൾ രണ്ട് സൈഡും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു കക്ഷിയെ രക്ഷപ്പെടുത്താനാണെങ്കിൽ അങ്ങനെ ഇതും കൂടി മനസ്സിലാക്കി വെക്കുക. തിരിച്ചാണെങ്കിൽ അങ്ങനെ പ്രീപ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു കേസ് കൂടെ എറണാകുളത്ത് സംഭവിച്ചു. ലേറ്റ് 80s സംഭവിച്ചു. വൈഫിനെ കൊന്നു ആൻഡ് ഹി ഗോട്ട് അക്യൂട്ടഡ്. ഇൻസൈൻ ആയിരുന്നില്ല, പക്ഷെ ഹി ആക്ടഡ് ആസ് ആൻ ഇൻസൈൻ. താങ്ക് യു. സാർ ഗുഡ് ഈവനിങ്. അജീവ് സാർ, ഒരു സംശയം സാർ, 333 അദ്ദേഹം സൗണ്ട് മൈൻഡ് ആണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യണമല്ലോ മജിസ്ട്രേറ്റ്. സാർ ഹിയറിൻ ഞാൻ പറയുന്നത് ഒരു കേസ്, എനിക്ക് അനുഭവമുള്ള ഒരു കേസാണ്. അയാള് പിന്നെ മെന്റൽ പേഷ്യന്റ് ആണ്, അൺസൗണ്ടൈൻഡ് ആണ് എന്ന് അറിഞ്ഞിരുന്നില്ല. അയാള് അടുത്തൊരു ബന്ധുവിനെയാണ് കൊലപാതകം ചെയ്തത്. 302 കേസാണ്. മജിസ്ട്രേറ്റ് കമ്മിറ്റ് ചെയ്ത് വിട്ടു കേസ് വിത്തൗട്ട് അപ്ലൈങ് 333. വാട്ട് എവർ ഇറ്റ് മേ ബി, ട്രയൽ കോടതിയിൽ ഇയാളെ ഹാജരാക്കി. ഇയാളെ ജാമ്യത്തിൽ എടുക്കാൻ ആരും വന്നിട്ടില്ല. പക്ഷെ ഇയാള് കസ്റ്റഡിയിലുമാണ്. അപ്പൊ വീഡിയോ കോൺഫറൻസിംഗിൽ കാണിക്കാതെ വരും. കോടതി എഴുതിയപ്പോൾ പറഞ്ഞു, സ്റ്റേറ്റ് പറഞ്ഞു ഹി വാസ് ഇൻ മെന്റൽ അസൈലം. ഇയാൾക്ക് വളരെ കാലങ്ങളായിട്ട് പ്രോബ്ലം ഉണ്ടെന്നുള്ളത്
മെഡിക്കൽ ബോർഡ് അസസ് ചെയ്തുകൊണ്ടാണ്. സോ നമുക്ക് ഹാജരാക്കാൻ കഴിയാതെ. സോ മൈ ക്വസ്റ്റ്യൻ സാർ, 209 കമ്മിറ്റ് ചെയ്തു, കംപ്ലൈന്റ് ചെയ്തു. 194 പ്രകാരം ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി മേക്ക് ഓവർ ചെയ്ത് ട്രയൽ കോടതിയിലോട്ട് അയച്ചു. At this juncture, this court feels that he was unsound in mind. At that time also are the being as per the report from the part of the government. So, അപ്പോ ആ ഒരു ജങ്ക്ചറില് ഈ ട്രയൽ കോടതി, ട്രയൽ ജില്ലാ ജഡ്ജി എന്ത് ചെയ്യും? അല്ല, ഇപ്പൊ ട്രയൽ നടത്തില്ല, ഇപ്പൊ 329 അപ്ലൈ ചെയ്യും. അതെ അതെ, യെസ് ട്രയൽ നടത്തുന്നില്ല. ഇപ്പൊ 329 ആണ് സിറ്റുവേഷൻ. ഇപ്പൊ ഈവൺ ആഫ്റ്റർ കമ്മിറ്റൽ 329 സിറ്റുവേഷൻസ് മേ അറൈസ്. സാർ 329 ഹെഡിങ് വെക്കാം, അതായത് ട്രയലിനെ കുറിച്ച് അവരാണ്. അപ്പൊ കമ്മിറ്റ് ചെയ്തോന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. സബ്സിക്വന്റ് ആയിട്ട് ഇൻസൈൻ ആയി കഴിഞ്ഞാൽ 329 ഇപ്പോ DMO അല്ല സാർ, he was not subsequently insane, but the report as per available before the trial court, before the district court, it is revealed that by the report from the part of the state as well as the medical board, he was mental unsound of mind for the last more than 10 years. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ to the most committal was wrong, അത്രയല്ലേ ഉള്ളൂ. യെസ്, കമ്മിറ്റൽ മെന്റൽ ഇയാളെ നിർത്തി വെക്കുക, അല്ലെങ്കിൽ മെന്റൽ അസൈലത്തിൽ പാർപ്പിച്ചിട്ട് പിന്നീട് ഇയാൾ പ്രാപ്തനാവുമ്പോൾ ട്രയലിലോട്ട് പോകും. ഇപ്പൊ 329 പ്രൊസീഡിങ്സ് ഇപ്പൊ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ വീണ്ടും വിടും, അത് റിപ്പോർട്ട് എടുക്കും, അയാൾ വിസ്തരിക്കും, ഡോക്ടറിനെ വിസ്തരിക്കും, ഒരു ഫൈൻഡിങ് എഴുതും. അത് അപ്പീലബിൾ ഓർഡർ ആണ്, ബോർഡിലേക്ക് അപ്പീൽ ഉണ്ട്. എന്നിട്ട് അപ്പീലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അസൈലത്തിന്റെ കീപ്പ് ചെയ്യും. ദ മൊമെന്റ് ഹി ബിക്കംസ് ഫിറ്റ്, ട്രയൽ വിൽ റീസ്റ്റാർട്ട്. യെസ് സർ, താങ്ക് യു. ടു ദ മോസ്റ്റ് യു ക്യാൻ സേ ദാറ്റ് കമ്മിറ്റൽ വാസ് റോങ്, അത്രേ ഉള്ളൂ. അതിൽ വേറെ പ്രെജുഡിസ് ഒന്നും പറയാനില്ല. അഡ്വക്കേറ്റ് ബീന ഡേവിസ്. സർ, ഒരു സംശയമുള്ളത്, ഇപ്പൊ ഇൻസാനിറ്റി കേസസിൽ ട്രയൽ തുടങ്ങുന്നതിന്റെ മുമ്പ് ചാർജ് ഫ്രെയിം ഉണ്ട്. അപ്പൊ ആ ചാർജ് ഫ്രെയിമിംഗിന്റെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇൻസാനിറ്റി ഉള്ള പേഴ്സണിന്റെ ചാർജ് ഫ്രെയിമിംഗ് വരിക സർ? മാഡം, ട്രയലില് ഇൻസാനിറ്റി എന്ന് പറഞ്ഞ പ്ലീ എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ദ ഒഫൻസ് വെദർ ഹി വാസ് സെയിൻ ഓർ ഇൻസെയിൻ, സെയിൻ ഓർ നോട്ട്, അതാണ് പ്ലീ 84. ദാറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ദ ട്രയൽ. ട്രയലിന്റെ സമയത്ത് അയാൾ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ചാർജ് വായിക്കുള്ളൂ. 329 CRPC നോക്കിയാൽ മതി. ട്രയലിന്റെ സമയത്ത് ഹി ഷുഡ് ബി ഫിറ്റ്. പല സിറ്റുവേഷൻസ് ആകാം. ഒന്ന്, ഒഫൻസ് നടക്കുമ്പോൾ ഇൻസൈൻ ആയിട്ടുള്ള ആള്. 2, ഒഫൻസ് നടക്കുമ്പോൾ സൈൻ ആണ്, സബ്സിക്വന്റ് ആയിട്ട് ഇൻസൈൻ ആയി. 3, ഒഫൻസ് നടക്കുമ്പോഴും ഇപ്പോഴും ഇൻസൈൻ ആണ്, ട്രയൽ നടക്കുമ്പോഴും ഇൻസൈൻ ആണ്. ഈ 3 സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ട്രയൽ വിൽ നോട്ട് ബി പ്രൊസീഡഡ്. ട്രയൽ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി ഫിറ്റ് ടു ഫേസ് ദ ട്രയൽ. ഹി ഷുഡ് ബി ഏബിൾ ടു ഡിഫെൻഡ് ഹിംസെൽഫ്. ചാർജ് ഫ്രെയിം സമയത്തും അയാൾ ഫിറ്റ് ആയിരിക്കണം, അപ്പോഴേ അത് പ്രൊസീഡ് ആവും. ഞാൻ പറഞ്ഞ വക്കീലിനെ എൻഗേജ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റണം, ചാർജ് ആൻസർ ചെയ്യണം, 313 ആൻസർ ചെയ്യണം, 315 കൂട്ടിക്കയറാൻ പറ്റണം. ഇത് ഏത് സ്റ്റേജിൽ ഇൻസൈൻ ആയാലും അപ്പൊ ട്രയൽ സ്റ്റോപ്പ് ചെയ്യും. ട്രയൽ ചാർജ് വായിച്ചു, നാളെ ട്രയൽ തുടങ്ങുകയാണ്, ഫസ്റ്റ് വിറ്റ്നസിനെ കണ്ടപ്പോൾ ഇയാൾക്ക് രണ്ടാമത് ഇൻസൈൻ ആയിരിക്കും, അന്ന് അപ്പൊ ട്രയൽ സ്റ്റോപ്പ് ചെയ്യും. ദ മൊമെന്റ് ഹി ഷൗട്ട്സ് ഫ്രോം ദ ബോക്സ്, ട്രയൽ വിൽ ബി സ്റ്റോപ്പ്. ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മള് ക്രോസ് ചെയ്തോണ്ടിരിക്കുമ്പോ പറയുന്ന പ്രതി ഒരു ബഹളം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ദ മൊമെന്റ് ദ ട്രയൽ സ്റ്റോപ്സ്, മണി അടിച്ചവരെ സ്റ്റോപ്പ് ചെയ്യും, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഒരു ചോദ്യം പോലും പിന്നെ ചോദിക്കില്ല, അപ്പൊ സ്റ്റോപ്പ് ചെയ്യും. അഡ്വക്കേറ്റ് മഞ്ജു പൂ. സ്പെഷ്യൽ വെർഡിക്ട് പ്രകാരം മെന്റൽ അസൈലത്തിൽ ആക്കിയിരിക്കുന്ന അക്യൂസ്ഡ് അവര് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് സുഖമായി കഴിഞ്ഞാൽ അവർക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വീട്ടുകാർ കൊണ്ടുപോയി ഇല്ലെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞവർക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ദ റിലേറ്റീവ്സ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുന്ന് ലെറ്റർ അയക്കുന്നുണ്ട് ഇവരെ വന്ന് കൊണ്ടുപോകണം എന്നും പറഞ്ഞിട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ചെയ്യാൻ പറ്റില്ല. ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ദ റിലേറ്റീവ്സ് മാത്രമേ പറ്റുള്ളൂ. പിന്നെ സന്നദ്ധ സംഘടനകളുണ്ട്, അവര് കൊണ്ടുപോകും. കോൺവെന്റുകളുണ്ട്. അതെ, ഇതില് ഇപ്പൊ സ്വന്തം കുട്ടീനെ കൊന്നതാണ്. അപ്പൊ കുട്ടീനെ കൊന്നിട്ട് ഹസ്ബൻഡിന് വേണ്ട ഡിവോഴ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഹസ്ബൻഡിന് നോട്ടീസ് അയക്കുന്നുണ്ട് വന്ന് കൊണ്ടുപോകണം എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പറ്റില്ല. Only on his application, and he should also give a bond. അയാൾ വന്നിട്ട് അയാൾ ബോണ്ട് ഒപ്പിടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. The moment the person is declared as insane, it is for the state to take care of. State government should release on the instruction of IG of prisons. അവരുടെ ലൈഫ് ലോങ് അവിടെ തന്നെ കഴിയും, ആരും കൊണ്ടുപോയില്ലെങ്കിൽ. അവിടെ തന്നെ കഴിയും. അല്ലെങ്കിൽ അയാൾ സന്നദ്ധ സംഘടനകളുണ്ടെങ്കിൽ നിയർ ഫണ്ട് എന്നുള്ള കൊണ്ടുപോകാം. ഓക്കെ. മനോമോഹൻ. സർ ഓഡിബിൾ ആണോ? അതെ
സാറ് നമ്മൾ ട്രയൽ നടത്തുമ്പോൾ പലപ്പോഴും ഇൻകൺസിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഫൻസുകൾ എടുക്കാറുണ്ട്. ഇപ്പോ ഈ ഇത്തരം കേസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഫൻസ് എടുക്കാവുന്നത് ഞാനത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അക്യൂസ്ഡ് അത് ചെയ്തിട്ടില്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ട് അത് അക്യൂസ്ഡ് ആണ് ചെയ്തതെങ്കിൽ സെൽഫ് ഡിഫൻസോ അല്ലെങ്കിൽ ഇൻസാനിറ്റിയോ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഡിഫൻസ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. പറ്റും. ഞാൻ 62 സുപ്രീം കോർട്ട് പറഞ്ഞ 62 സുപ്രീം കോർട്ട് 605 നാനാവധി എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നാനാവധിയിൽ 2 ഡിഫൻസ് എടുത്തു. ഒന്ന് റിവോൾവർ ആക്സിഡന്റലായിട്ട് ഫയർ ചെയ്തതാണ്, സെക്ഷൻ 80 എടുത്തു. 2 ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിൽ ഫയർ ചെയ്തതാണ്. 2 ഒരുമിച്ച് എടുക്കാം, ഒന്നും കുഴപ്പമില്ല. ഇൻകൺസിസ്റ്റന്റ് പ്ലേസ് ആകാം, കാരണം ചില പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഫോർ ദ പ്രോസിക്യൂഷൻ ടു പ്രൂവ്. ഒന്നത് 2 പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഉണ്ട്. 3 നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ല. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിലല്ല ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുന്നില്ല, ഒരിക്കലും ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുന്നില്ല. ഇഷ്യൂസ് ഫ്രെയിം ചെയ്യണം എപ്പോഴാണ്? ജഡ്ജ്മെന്റ് എഴുതുമ്പോഴാണ്. 353 ജഡ്ജ്മെന്റ് എഴുതി തുടങ്ങുമ്പോഴാണ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുന്നത്, സിവിൽ കേസിലെ പോലെ അല്ല. അതുകൊണ്ടാണ് ജഡ്ജ്മെന്റ് എഴുതി തുടങ്ങുന്നവരെ എന്ത് ഡിഫൻസ് കൊടുക്കുക. സീനിയർ ആയിട്ടുള്ള സുഗതൻ സാർ പ്ലീസ് ചോദിക്കാം. ഒരു മിനിറ്റ്. സുഗതൻ 79 ഒരു സീനിയർ ആയിട്ടുള്ള 79 എനിക്ക് സിസ്റ്റം വഴി ഹാൻഡ് റൈസ് ചെയ്തില്ലെങ്കിൽ ആളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അൺമ്യൂട്ട് ചെയ്യാത്തത്. സുഗതൻ ഓക്കെ ചോദിച്ചോളൂ സുഗതൻ സാർ, ചോദിച്ചോളൂ. നേരത്തെ ഈ ധ്യാനത്തിന്റെ കേസ് പറഞ്ഞല്ലോ, ധ്യാനം ഓവർ കൂടിയിട്ട് കുട്ടീനെ ടോർച്ചർ ചെയ്ത കേസ്. ഹലോ, ആം ഐ ഓഡിബിൾ? ധ്യാനം കൂടി കുട്ടീനെ ടോർച്ചർ ചെയ്ത കേസ്. അപ്പൊ അതിലെ ഡീപ് ധ്യാനത്തിന് പോയതാണെങ്കിലും ആ ധ്യാനം കണ്ടക്ട് ചെയ്ത ആ പ്രീസ്റ്റ് അല്ലെങ്കിൽ അവർ ബെറ്റർ ആയിട്ട് സ്കോപ്പ് ഇല്ല എന്നുള്ളതാ. ഒന്നുമില്ല, കോൺസെഷൻ ബ്രേക്ക് ചെയ്തോ? ഇല്ലല്ല, കോൺസെഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല സാറേ. അതിൽ കോൺസെഷൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. കോൺസെഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. പിന്നെ വേറൊരു ചോദിക്കാനുള്ള, ഈ ബൈപോളർ ഡിസോർഡർ ആക്ച്വലി ഒരു ഇൻസാനിറ്റിയിൽ അല്ല അൺസോൺനെസ് മൈൻഡിൽ പെടില്ലേ? പ്രൂവ് ചെയ്ത അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്, സംശയമില്ല. അതൊരു മെഡിക്കൽ ഇൻസാനിറ്റിയുടെ സിറ്റുവേഷൻ ആണ്. ഓക്കെ, താങ്ക് യു. അഡ്വക്കേറ്റ് രഞ്ജിത്ത് നാരായണൻ ചോദിച്ചോളൂ. അൺമ്യൂട്ടഡാ? അൺമ്യൂട്ടഡ് സർ. സർ മറ്റേ ഒരു കേസ് മറ്റേ അക്വിറ്റൽ മറ്റേ അപ്പീൽ ടൈമിൽ അക്വിറ്റ് ചെയ്തു ആള്. മറ്റേ ഇവര് കൊന്നതിന് ശേഷം അവര് അകത്ത് കയറിയിരുന്നു, വീടിനകത്ത് കയറിയിരുന്നു. പോലീസിനെ വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് പോലീസ് നിങ്ങൾ എന്നെ കൊല്ലും, പോലീസിനെ വിളിപ്പിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ. ആ കേസിൽ സർ സബ്സിക്വന്റ് കോണ്ടാക്ട്, ഇവരുടെ സബ്സിക്വന്റ് കോണ്ടാക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ആള് ഒരു സെയിൻ മൈൻഡ് ആണ് എന്നുള്ള ഒരു അൺറീസണബിൾ അൺസൗണ്ട് മൈൻഡ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യാൻ സ്ക്വയർലി പറ്റുമോ? കാരണം വുഡ് സബ്സിക്വന്റ് കോണ്ടാക്ട് സെയിങ് ദാറ്റ് പോലീസിനെ വിളിച്ചോളൂ, സോ ദാറ്റ് ഹി നോസ് ദാറ്റ് ഓൺലി ഇറ്റ് ഇസ് പോലീസിന് മാത്രമേ എന്നെ അതർവൈസ് നിയമപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻസിഡന്റ് ടുക്ക് പ്ലേസ്. അതിനുമ്പ് അയാൾ എന്താ ചെയ്തെന്ന് നോക്കണം. അയാൾ എങ്ങനെയാണ് ചെയ്തെന്ന് തൊട്ട് മുമ്പ് എന്താ ചെയ്തെന്ന് നോക്കണം. അതിനുമ്പ് അമ്മേനെ കൊന്നു, ചാക്കിൽ കെട്ടി ആ വീടിനെ തൊഴുത്തിൽ വെച്ചു, വീടിനകത്തേറെ വാഹനം വെച്ചു, വീട് മുഴുവനും ഇലക്ട്രോക്യൂട്ട് ചെയ്തു, വയറ് കൊടുത്തു. അതിനുശേഷം വെന്റിലേറ്ററിൽ കൂടി ഇറങ്ങി വരുന്നു. വെന്റിലേറ്ററിൽ കൂടി ഇറങ്ങി വരുന്നു, ഡോർ തുറന്നിട്ടല്ല വരുന്നത്. ഓ അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് ഡോർ തുറന്നല്ലേ വരുന്നത്. ഇലക്ട്രോക്യൂട്ട് ചെയ്ത് എനിക്ക് ഞാൻ വീട് ലൈറ്റ് ഇട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. മുഴുവൻ കറണ്ട് കൊടുത്തു. താങ്ക് യു സർ. അഡ്വക്കേറ്റ് സതീശൻ ഉണ്ടോ? സാറേ, ഈ മെന്റലി റിട്ടാർഡഡ് പേഴ്സണും അതുപോലെ തന്നെ അൺസൗണ്ട് പേഴ്സൺ, മെന്റലി റിട്ടാർഡ് പേഴ്സൺ ബൈ ബർത്തിൽ വരുന്നതാണ്. അതെ, ഹലോ, ബൈ ബർത്ത്. അതെ, ബൈ ബർത്ത് ആണത്. ബൈ ബർത്ത് ആണ് അത്. ബുദ്ധി കുറവാണ്, ബുദ്ധി മാന്യമാണ്. അപ്പൊ സെയിം പേഴ്സൺ കോർട്ടിൽ വന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോൾ സോ മോട്ടോ കേസ് എടുത്ത് അയാൾക്കെതിരെ. അപ്പം സബ്സിക്വന്റ് ആയിട്ട് അദ്ദേഹം ഇപ്പൊ അണ്ടർ ട്രീറ്റ്മെന്റില്ല. അപ്പൊ ഡിഫൻസ് അൺസൗണ്ട് മൈൻഡ്നെസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്.
എടുക്കാൻ പറ്റും. റിട്ടാർഡേഷൻ എടുത്താലും മതി. റിട്ടാർഡ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വന്നാൽ ഞാൻ ആ പ്രൊസീഡിങ്സും ഡ്രോപ്പ് ചെയ്യും. മെന്റലി റിട്ടാർഡ് അല്ല ആക്ച്വലി, കൺസ്യൂമിങ് കഞ്ചാവ്. ഗഞ്ച സൈക്കോസിസ് ആയിരിക്കാം ചിലപ്പോ. അപ്പം ആ ഡിഫൻസ് എടുത്താൽ പുള്ളിക്ക് അക്യൂറ്റൽ കിട്ടും. അത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. അക്യൂറ്റൽ കിട്ടുമെന്ന് മെസ്സേജ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്, സംശയമില്ല. At the time of acting. അതെ അതെ. Okay sir. അഡ്വക്കേറ്റ് അഞ്ജന. സർ, ഇപ്പൊ ഒരാള് ഇൻടോക്സിക്കേഷന്റെ അണ്ടറിൽ ഒരു ഒഫൻസ് ചെയ്തു കഴിഞ്ഞാല് അത് ഈ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡിന്റെ അണ്ടറിൽ വരില്ലേ? ഇൻടോക്സിക്കേഷൻ വേറെ പറയണ്ടല്ലോ, 85, 86 ഉണ്ടല്ലോ. അപ്പൊ സർ അല്ല, ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആണെങ്കിൽ അത് ഇതിനകത്ത് കൂട്ടും. അപ്പൊ വോളണ്ടറി ഇൻടോക്സിക്കേഷന്റെ കാരണമായിട്ടാണെങ്കിലോ അങ്ങനെ ചെയ്തത് അപ്പൊ ഇതിനകത്ത് വരുമോ? 86 അതല്ലേ വോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആണ്. 86 വോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആണ്. അത് ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അക്യൂറ്റ്ലി കിട്ടില്ല. റെസ്പോൺസിബിലിറ്റി ഡിമിനിഷ്ഡ് ആണ്. അതായത് ഒരു ഒഫൻസിന്റെ ബേസിക് ഇൻഗ്രീഡിയന്റ് ഇന്റൻഷൻ ആണോ നോളജ് ആണോ എന്ന് നോക്കുമ്പോൾ നോളജ് ഉണ്ടെന്ന് വിചാരിക്കും, ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും. ആ 86ന്റെ വേർഡ്സ് നോക്കിയാൽ, ആ ലൈൻസ് നോക്കിയാൽ മതി. രണ്ടാമത്തെ ലൈനില് ഇന്റൻഷൻ ഓർ നോളജ് എന്ന് കാണും. മൂന്നാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ ഇന്റൻഷൻ എന്നുള്ള വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അതല്ല, വാക്ക് എഴുതിയിട്ടില്ല. രണ്ടാമത്തെ ലൈനിൽ നോളജ് കണ്ടില്ലേ? അടുത്ത ലൈനിൽ നോക്കി, അടുത്ത ലൈനിന്റെ ഏറ്റവും അറ്റത്ത് റൈറ്റ് സൈഡിൽ അറ്റത്ത് നോക്കി, റൈറ്റ് സൈഡിൽ അറ്റത്ത് നോക്കുമ്പോൾ അതിൽ ഇന്റൻഷൻ എന്നുള്ള വാക്കില്ല, നോളജ് എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ അല്ലെ? സെക്കൻഡ് ലൈനിൽ ലെഫ്റ്റ് സൈഡിൽ ഇന്റൻഷൻ നോളജ് ഉണ്ട്. തേർഡ് ലൈനിൽ റൈറ്റ് സൈഡിൽ അറ്റത്ത് വരുമ്പോ ഇന്റൻഷൻ എന്നുള്ള വാക്കില്ല. ഇല്ലല്ല, അതാണ് സെൽഫ് ഇൻടോക്സിക്കേഷൻ, വോളണ്ടറി ഇൻടോക്സിക്കേഷൻ. അതില് പിന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? പോസിറ്റീവ് ആക്ട് ഓഫ് ഡ്രിങ്കിങ്. ഹി ഈസ് ബീയിങ് കൺവിക്റ്റഡ് ഫോർ ഹിസ് പോസിറ്റീവ് ആക്ട് ഓഫ് ഡ്രിങ്കിങ്. കുടിക്കുമ്പോൾ അയാൾ അറിയണമല്ലോ എന്തിനാ കുടിക്കുന്നത് അല്ലെ? പോസിറ്റീവ് ആക്ട് ഓഫ് ഡ്രിങ്കിങ്ങിനാണ് ഹി ഈസ് ബീയിങ് പണിഷ്ഡ്. ഇയാള് ചിലപ്പോൾ തീരെ ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹിസ് പോസിറ്റീവ് ആക്ട് ഓഫ് ഡ്രിങ്കിങ് മേക്സ് ഹിം ലയബിൾ. 56 സുപ്രീം കോർട്ട് ബസുദേവാണ് എന്റെ ബേസ് ഡിസിഷൻ. 1956 സുപ്രീം കോർട്ട്, പേജ് നമ്പർ ഏതെന്ന് പറഞ്ഞു, 445 ആണെന്ന് എനിക്ക് തോന്നുന്നു. ബസുദേവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പെപ്സു. അതിനയാൾ ഫുള്ളി ഡ്രങ്ക് ആയിട്ട് വന്നു, ഒരു പാർട്ടിക്ക് വന്നു. ഒരു കുട്ടീനോട് ആ സീറ്റ് മാറിക്കൊടുക്കാൻ പറഞ്ഞു, അയാൾ മാറിക്കൊടുത്തില്ല. ദാറ്റ് ബോയ് വാസ് ഷോട്ട് ഡെഡ്. അതിൽ വോളണ്ടറി ഇൻടോക്സിക്കേഷൻ വാസ് ടേക്കൻ ആസ് എ ഡിഫൻസ് ആൻഡ് വാസ് ഗിവൻ ട്രാൻസ്പോർട്ടേഷൻ ടു ലൈഫ്. അന്ന് ഇതല്ലല്ലോ, ട്രാൻസ്പോർട്ടേഷൻ ടു ലൈഫ് ആണ്. ഡെത്ത് കൊടുത്തു. അത് പല ടെക്സ്റ്റിലും തെറ്റായിട്ടാണ് ആ ജഡ്ജ് ആ ഇത് പറഞ്ഞേക്കുന്നത്. ആ സെക്ഷൻ ഇന്റർപ്രറ്റ് ചെയ്തത് തെറ്റായിട്ടാണ്. അപ്പൊ ഇന്റൻഷൻ ഇല്ലാന്ന് മാത്രം തെളിയും, പക്ഷെ നോളജ് ഉണ്ടായിരുന്നു ഉണ്ടാവില്ല. തേർഡ് ലൈൻ നോക്കിയാൽ, തേർഡ് ലൈൻ എന്തുകൊണ്ടാണ് ഇന്റൻഷൻ എന്നുള്ള വാക്ക് ഒമിറ്റ് ചെയ്ത് നോക്കിയാൽ. സുജിത. യെസ് സർ, ആക്ച്വലി ഇൻസാനിറ്റി ഓർ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ അത് മെഡിക്കലി എക്സാമിൻ ചെയ്താൽ പ്രൂവ് ചെയ്യിക്കാൻ പറ്റില്ല സർ. ഇത് ആക്ട് ചെയ്യുകയാണെങ്കിൽ ചിലരിപ്പോ അതായത് അവര് ഇന്റൻഷനലി അങ്ങനെ ആക്ട് ചെയ്തിട്ട് അക്യൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് മെഡിക്കൽ എക്സാമിനേഷൻ ത്രൂ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? എല്ലാ സമയത്തും പറ്റില്ല മാഡം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെഡിക്കൽ മാനിന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അതിന് വളരെ ചെറിയൊരു റിലവൻസേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാല് മെഡിക്കലി ഹി മേ ബി കംപ്ലീറ്റ്ലി സെയിൻ, മെഡിക്കലി ഹി മേ ബി കംപ്ലീറ്റ്ലി ഇൻസെയിൻ. കോടതിയുടെ കൺസിഡറേഷൻ അല്ല, അതൊന്നും അല്ല. അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട് വെദർ ഹിസ് മൈൻഡ് വാസ് അൺസൗണ്ട്, അത് മാത്രമാണ് കോടതി നോക്കുന്നത്. ഹി മേ ബി ടോട്ടലി ഇൻസെയിൻ. വന്നിട്ട് പറയാണ് ടോട്ടലി ഇൻസെയിൻ, ഔട്ട് ഓഫ് ഹിസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അറ്റ് ദ ടൈം ഓഫ് ദ ഒഫൻസ് ഹി വാസ് ഇൻസെയിൻ, ഇറ്റ് ഈസ് ഫോർ ദ കോർട്ട് ടു ഡിസൈഡ്. മെഡിക്കൽ is only a part. Okay, thank you sir. ഞാൻ ഇന്ത്യൻ ഡിസിഷൻസിന്റെ കുഴപ്പമാണ് ഞാൻ പറയുന്നത്. അതിലെല്ലാത്തിനും നേരെ തരതിരിവാണ്. ഈ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്നുള്ള വാക്ക് ഒരിടത്ത് അവർ ഉപയോഗിക്കാനില്ല. ഒരു ഗാലക്സി M21 കണ്ടു സാർ. പറഞ്ഞോളൂ. മുജീബ് കേൾക്കാമോ? ഈസ് ഇറ്റ് ഓഡിയബിൾ? പിന്നെ ഞാന് അഡ്വക്കേറ്റ് മുജീബ്, എന്റെ മൊബൈലിന്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒരു
തിരുവനന്തപുരത്ത് നടന്ന ഒരു മർഡർ കേസാണ്, ഒരു പോർട്ടബിൾ മർഡർ കേസ്. മറ്റേ നന്ദൻകോട് കൂട്ടക്കൊല, ഒരു കേഡൽ ജിൻസൺ രാജ പ്രതിയായിട്ടുള്ള ഒരു കേസ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഈ ഒരു സബ്സിക്വന്റും പ്രീവിയസും ഉണ്ട്. ഇത് പ്രീവിയസ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ കുറച്ച് പ്രിപ്പറേഷൻ അയാൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് ഒരു തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ അപര്യാപ്തമാണ്. ഇയാള് അച്ഛൻ, അമ്മ, സഹോദരി, പിന്നെ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, ഒരു ആന്റി, ഇത്രയും പേരെ 4 ദിവസമായിട്ട് ഇയാൾ കൊന്നു. ആദ്യം അച്ഛനെയും അമ്മയും സഹോദരിയെയും ഒരു ദിവസം കൊന്നു. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം ആ സ്ത്രീയെ കൊന്നു, ഒരു ലേഡിയെ കൊന്നു. എന്നിട്ട് 5ാമത്തെ ദിവസം ഈ ബോഡികളെ മുഴുവൻ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. ആ കത്തിച്ചപ്പോഴത്തേക്ക് വീട് കത്തി. അറിയാം സാർ, അറിയാം. അല്ല, സംഭവം എനിക്കറിയാം, അത് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഓടിയാ പോയി. അത് ഇൻസാനിറ്റി ആണോ എന്നാണ് ആയിരിക്കും ക്വസ്റ്റ്യൻ. കേക്കാവോ? ഇപ്പൊ ഓക്കെ. മദ്രാസിൽ നിന്ന് അയാള് ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് അവിടെ TV ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഇയാളുടെ വിഷ്വല് കാണുന്നതാണ്. ഇയാളെ പോലീസ് തിരക്കുകയാണ് എന്ന് പറഞ്ഞ് കാണുന്നു. അങ്ങനെ അപ്പോഴയാൾക്ക് സ്വബോധം ഉണ്ടായി. അയാൾ നേരെ തിരിച്ച് വീട്ടിൽ വരുന്നു. വീട്ടിലല്ല, ട്രിവാൻഡ്രത്ത് വന്ന് ട്രിവാൻഡ്രത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആദ്യം കണ്ട പോലീസുകാരനോട് അയാൾ പറയുകയാണ്, ഞാനാണ് ഈ കേഡൽ ജിൻസൺ രാജ, എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസിന് പിടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലീസുകാര് ചെയ്തതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഒരു മനഃശാസ്ത്രജ്ഞന്റെ മുമ്പ് കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അപ്പോ ആ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു, ഇയാള് മാനസിക രോഗിയൊന്നും അല്ല, ഇയാള് വെറുതെ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കി. കോടതി 10 ദിവസം കസ്റ്റഡി കൊടുത്തു. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. 4 കൊല്ലം കൊണ്ട് ഇപ്പം ജയിലിലാണ്. അപ്പോ ഇതില് ഈ 10 ദിവസം കഴിഞ്ഞ് റിമാൻഡ് ചെയ്ത് 11ാമത്തെ ദിവസം ജയിലിൽ വെച്ച് ഇയാള് വയലന്റ് ബിഹേവിയർ കാണിച്ചു. അങ്ങനെ ഇത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം അന്ന് മജിസ്ട്രേറ്റ് പെർമിഷൻ വാങ്ങിച്ചാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അപ്പൊ മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇയാളുടെ മാനസിക അവസ്ഥയെ കുറിച്ച് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് ഒരു 15-20 ദിവസം ഒബ്സർവേഷനിൽ ഇരുത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇയാള് 1 വർഷം കൊണ്ട് ഹീസ് അണ്ടർ സ്കിസോഫ്രീനിയ, ഹീസ് സഫറിംഗ് ഫ്രം സ്കിസോഫ്രീനിയ ഫോർ ദ ലാസ്റ്റ് 1 year എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാളെ മുമ്പ്, ഈ സംഭവത്തിന് മുമ്പ് ചികിത്സിച്ചതായിട്ടോ വേറെ മറ്റു രേഖകളൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല, അതുണ്ടാവില്ല. അത് പലപ്പോഴും ഉണ്ടാവില്ല. പലപ്പോഴും ഫസ്റ്റ് ഹൗസ് ബേർഡ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് വേണം, നേരത്തെ മെഡിക്കൽ എവിഡൻസ് വേണമെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഡോക്ടർ ഒപ്പീനിയൻ എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതുവരെയായിട്ടും ഒരു ജാമ്യം പോലും നൽകാതെ കോടതികള്, ഹൈക്കോടതി വരെ പോയതാണ്. ഇത്രയും അങ്ങനെയുള്ള കേസിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. അത് they have to be kept there until the trial is over, and after the trial they have to be removed to the mental asylum. അതാണ് CRPCയുടെ ചാപ്റ്റർ 25 അങ്ങനെ വർക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ നോക്കണം. they cannot be released, they should not be released. അല്ല, മെന്റൽ അസൈലത്തിലാക്കുകയല്ലേ യഥാർത്ഥത്തില് അസൈലത്തിലേക്ക് മാറ്റും. പക്ഷെ അതും ചെയ്യുന്നില്ല. ഞാൻ മെന്റൽ അസൈലത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഇട്ടു. എന്നിട്ട് അതിലും നല്ല ജയിൽ തന്നെ, അസൈലത്തിലേക്ക് മാറ്റണ്ട. ട്രീറ്റ്മെന്റ് കിട്ടും. ട്രീറ്റ്മെന്റ് പെറ്റീഷൻ കൊടുത്താൽ ട്രീറ്റ്മെന്റ് കിട്ടും. അത് 3 മാസം 6 മാസം കൂടുമ്പോൾ ജയിലിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, വീണ്ടും നേരെ മെന്റൽ ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഒരു ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഇൻസാനിറ്റി മാത്രം എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഡിഫൻസ് നിൽക്കുമോ? ഞങ്ങൾ ശരിയല്ല സാറേ. പെൻഡിങ് ട്രയലാണ്.
ഫാക്സ് മുഴുവൻ നോക്കാതെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഡൗട്ട് മാത്രം ക്ലിയർ ചെയ്ത് പോവുക. നമ്മുടെ ബ്രീഫുമായിട്ടുള്ള ഡൗട്ട്സ് കഴിയുന്നത്ര നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ഫാക്സ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലേ അത് ശരിയല്ല. നവനീത് മോഹൻ, ഇനി 2 പാർട്ടിസിപ്പൻസ് മാത്രമേ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളൂ. മിസ്റ്റർ നവനീത് മോഹൻ ആൻഡ് മനു മോഹൻ. ഈ 2 ക്വസ്റ്റനോട് കൂടി നമ്മുടെ ഈ ഇന്ററാക്ഷൻ സെക്ഷൻ അവസാനിക്കും. സോ പ്ലീസ് നവനീത് മോഹൻ, പ്ലീസ്. ഗുഡ് ഈവനിങ്. ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു സാർ. ഇപ്പൊ ഒരു ഇൻസൈൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഫോർ എ ലോങ് ടൈം, നേരത്തെ ഇൻസാനിറ്റി ഉള്ള ഒരാള് അയാൾ മറ്റൊരാൾ ബീറ്റ് ചെയ്യാണ് സാർ, ബ്രൂട്ടലായിട്ട് ബീറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇയാൾ കുറെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇയാള് തിരിച്ച് അയാളെ ആ ബീറ്റ് ചെയ്ത വെപ്പൺ പിടിച്ചു വാങ്ങിച്ചിട്ട് അയാൾ തിരിച്ച് ബീറ്റ് ചെയ്യുന്ന ആസ് എ കോൺസിക്വൻസ് ഹി വാസ് ഡെഡ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ സാർ നമുക്ക് ഇൻസാനിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സാർ. ഇപ്പൊ കാരണം ഈ അടിച്ചാൽ അതർവൈസ് ബ്രൂട്ടലി ഹർട്ട് വിൽ ബി കോൺസിക്വൻസ് എന്ന് അറിയാനുള്ള മെന്റൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ സാർ തിരിച്ച് ചെയ്ത്. അപ്പൊ സെക്ഷൻ 100 പ്രൈവറ്റ് ഡിഫൻസ് ആണോ അതോ ഇൻസാനിറ്റി ആണോ നമുക്ക് അവിടെ ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? അല്ല, അതായത് ഈ പ്രതിയായിട്ടുള്ള ആള് ഇൻസൈൻ ആണ്, അങ്ങനെയാണോ? പ്രതിയായിട്ടുള്ള ആൾ ഇൻസൈൻ ആണ് സാർ. അയാൾ മറ്റയാളെ അടിച്ചു, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് അടിച്ചപ്പോൾ ഇയാൾ തിരിച്ചടിച്ചു, അങ്ങനെയാണോ? പ്രൊവോക്കേഷൻ ഉണ്ടായി, അതായത് ഇയാളെ ബീറ്റ് ചെയ്തു. അങ്ങനെ കുറച്ചു നേരം ബീറ്റ് ചെയ്തപ്പോഴാണ് ഈ വെടി വാങ്ങിച്ച് തിരിച്ചടിച്ചത്. അങ്ങനെ അല്ല, അതായത് പ്രൈവറ്റ് ക്ലിയർ കേസ് പ്രൈവറ്റ് ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ if you are apprehending death or grievous hurt or any of the situations mentioned in 100, ആ 7 സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ you can exercise private defense. സാർ ഇത് സാർ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ 84 100 തമ്മിൽ ഇല്ല, കോൺഫ്ലിക്റ്റ് ഇല്ല. there is no conflict. even a person having some mental problem, he can also exercise right to private defense. അതിൽ സംശയമില്ല. ബെറ്റർ ഡിഫൻസ് അയാൾക്ക് പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു എക്സോണറേറ്റിംഗ് സിറ്റുവേഷൻ അല്ലേ, ഒരു ജസ്റ്റിഫയബിൾ സിറ്റുവേഷൻ ആണ്. അതിന് വാട്ട് എവർ ബി ഹിസ് മെന്റൽ കപ്പാസിറ്റി ഹി ക്യാൻ ടേക്ക് അപ്പ് ദ കേസ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. അതിന് സംശയമില്ല. ഞാൻ വിചാരിച്ച തിരിച്ചാണെന്ന് വെച്ചാല് ഉപദ്രവിക്കുന്ന ആള് ഇൻസൈൻ ആണെങ്കിൽ, ഇപ്പൊ എന്നെ ഒരാൾ ഉപദ്രവിക്കുകയാണ്, അയാൾ ഇൻസൈൻ ആണ്, അങ്ങനെയാണെങ്കിൽ ഇൻസൈൻ പേഴ്സണിനെതിരായിട്ടും എനിക്ക് പ്രൈവറ്റ് ഡിഫൻസ് വർക്ക് ചെയ്യും. അയാൾ ചെയ്യുന്നത് ഒഫൻസ് അല്ല, അയാൾ ഇൻസൈൻ ആണല്ല, അയാൾ ഒഫൻസ് അല്ല ചെയ്യുന്നത്, അയാൾ ചെയ്യുന്നത് ഒഫൻസ് അല്ല, ഇൻസൈൻ ആയതുകൊണ്ട് ഒഫൻസ് അല്ല. പക്ഷെ എന്റെ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യപ്പെടുന്നത് ഒഫൻസിനെതിരായിട്ടല്ല, ആക്ടിനെതിരായിട്ടാണ്. എന്റെ അപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചർ ആണ് എന്റെ ക്രൈറ്റീരിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഒരു ചെറിയ ചൈൽഡ് ബിലോ 7 പോലും എനിക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. ചൈൽഡ് ബിലോ 7 എന്നെ വെടിവെക്കാൻ വേണ്ടി വരുവാണെങ്കിൽ, തോക്കുമായിട്ട് വരികയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. ഡോളി ഇൻകപ്പാക്സ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യില്ല. ഇല്ല, ഡോളി ഇൻകപ്പാക്സ് അല്ല. ഡോളി ഇൻകപ്പാക്സ് എന്നെ ചെറിയ കുട്ടി എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, ആ സമയത്ത് എന്റെ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ he is not committing an offense. Other private defense is not against an offense, it is against an act in which the person is apprehending danger. അപ്പൊ അതിന് ചെറിയ കുട്ടിക്കെതിരായിട്ടും വർക്ക് ചെയ്യും, ഇൻസൈനെതിരായിട്ടും വർക്ക് ചെയ്യും, പോലീസ് ഓഫീസർക്ക് അല്ല, പബ്ലിക് സർവന്റിനെതിരായിട്ട് എല്ലാവർക്കും, ബാക്കി എല്ലാവർക്കും എതിരെ വർക്ക് ചെയ്യും. 99 നോക്കിയാൽ അത് റോങ് ആയിട്ട് വന്നതാണ് സാറ്. സോറി, ആദ്യം ചോദിച്ചിരുന്നു, രണ്ടാമത് റോങ് ആയിട്ട്. കഴിഞ്ഞു. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായി നമ്മുടെ ഇൻസാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിഫൻസ് ആയി എത്രത്തോളം നിലനിർത്താൻ കഴിയും, അതിന്റെ കോസും കോൺസിക്വൻസും പ്രോസിക്യൂഷൻ സൈഡ് ആയാലും അതുപോലെ ഡിഫൻസ് സൈഡിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ചുരുക്കം ചില സമയം കൊണ്ട് സാറ് നമ്മുടെ മുമ്പ് അവതരിപ്പിക്കുന്നു. ഇവിടെ ചോദ്യം ചോദിച്ചവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സാറിനുള്ള നന്ദി, ബാർ കൗൺസിലിന്റെ നന്ദി, ഇന്നത്തെ ക്ലാസ്സിന്റെ നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ബാർ കൗൺസിലിന്റെ ചെയർമാൻ ജോസഫ് ജോൺ സാറ്, അതുപോലെ തന്നെ നമ്മുടെ നിലവിൽ നമ്മുടെ കമ്മിറ്റി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉള്ള മൊയ്തീൻ സാറുണ്ട്, ശ്രീനാഥ് ഗിരീഷ് സാറുണ്ട്. എല്ലാവർക്കും നമ്മുടെ എല്ലാ ഗവൺമെന്റായിട്ടുള്ള സീനിയർ ബാർ കൗൺസിൽ മെമ്പേഴ്സിനും നമ്മുടെ പാർട്ടിസിപ്പൻസിനും നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള ശ്രീ ഷമീൻ അടക്കമുള്ള മുഴുവൻ പേർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹരിപ്രസാദ് സാറാണ്. അദ്ദേഹം ഫോമർ ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരള.
ലോ ഓഫ് പീസ്മെൻസ് ആണ് നമ്മുടെ സബ്ജക്ട്. ജസ്റ്റിസ് ഹരിപ്രസാദ് സാറാണ് നമ്മുടെ ക്ലാസ് വരുന്നത്, ലോ ഓഫ് പീസ്മെൻസ്. സോ വേർ ആക്ട് കരുതുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. വീണ്ടും നാളെ വൈകുന്നേരം കാണാം. വെരി മച്ച്.